السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الحمد لله نحمده ونستعينه ونؤمن به ونستغفره ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له، ونشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن سيدنا ونبينا وحبيبنا محمد رسول الله صلى الله عليه وعلى آله وأصحابه وسلم عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون. بارك الله لي ولكم بالقرآن العظيم ونفعني وإياكم بما فيه من الآيات والذكر الحكيم وعصمني وإياكم برحمته من الشيطان الرجيم. സ്നേഹനിധികളായ ബഹുമാനികളായ സഹോദരന്മാരെ, മുഅ്മിനീങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധമായ സദസ്സ് ദുആഇന് ഉത്തരമുള്ള മജ്ലിസായി അല്ലാഹു സ്വീകരിക്കട്ടെ. നമ്മിലെ രോഗികൾക്ക് അല്ലാഹു ശിഫ നൽകട്ടെ. നമ്മിന്ന് ഈ അടുത്ത സമയങ്ങളിലായി മരിച്ചുപോയവർ, നമ്മുടെ സുഹൃത്തുക്കളുടെ മാതാപിതാക്കളിൽ നിന്ന് മരിച്ചുപോയവർ, അവരുടെയൊക്കെ ഖബറിടം അല്ലാഹു സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കട്ടെ. നമ്മിൽ പ്രയാസപ്പെടുന്നവരുടെ എല്ലാവരുടെയും പ്രയാസങ്ങൾ അല്ലാഹു സലാമത്താക്കി കൊടുക്കട്ടെ. മാരകങ്ങളായ സുഖങ്ങളിൽ നിന്ന് അല്ലാഹു നമുക്കും നമ്മോട് ബന്ധപ്പെട്ടവർ ദുആ ചെയ്യാൻ വസിയത്ത് ചെയ്തവർ എല്ലാവർക്കും അല്ലാഹു കാവൽ നൽകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ശഅബാനിലെ ബാക്കിയുള്ള ദിവസങ്ങളിൽ എമ്പാടും ഇബാദത്തുകൾ ചെയ്യുവാനും ശുദ്ധ റമളാനിനെ സ്വീകരിച്ച് പുണ്യം നേടാനുമുള്ള സൗഭാഗ്യം അല്ലാഹു നമുക്കൊക്കെ നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, ശുദ്ധ റമളാനിന്റെ തൊട്ട് മുമ്പത്തെ ശനിയാഴ്ചയാണ് നമ്മൾ ഇന്ന് ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. നമ്മുടെ ഇന്നത്തെ വിഷയം അഹ്ലൻ റമദാൻ, റമദാനെ നിനക്ക് സ്വാഗതം എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശുദ്ധ റമദാൻ വരുന്നതിന്റെ ഒരാഴ്ച മുമ്പ് സ്വഹാബത്തിനെ വിളിച്ചു ചേർത്ത്, നിങ്ങൾക്കിതാ ഖദ് അഹല്ലക്കും ഷഹ്റുൻ, പുണ്യമായ ഒരു മാസം നിങ്ങൾക്ക് വന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞ് റമളാനിന്റെ മഹത്വങ്ങളും റമളാനിന്റെ പ്രത്യേകതകളും സ്വഹാബത്തിന് നിബിതങ്ങൾ വിവരിച്ചു കൊടുത്തത് പരിശുദ്ധ ഹദീസിൽ കാണാൻ കഴിയും. റമളാൻ വരുന്നതിന്റെ മുമ്പ് ഒരു ഉണർത്തൽ, റമളാൻ വരുന്നതിന്റെ 6 മാസം മുമ്പ് സത്യവിശ്വാസികളായ ആളുകൾ, നമ്മുടെ മുൻഗാമികൾ, അല്ലാഹുവേ ഞങ്ങൾക്ക് റമളാൻ എത്തിച്ചു തരണമേ എന്നും, വിശുദ്ധ റമളാൻ കഴിഞ്ഞ് 6 മാസക്കാലത്തോളം അല്ലാഹുവേ റമളാനിൽ ഞങ്ങൾ ചെയ്തത് നീ സ്വീകരിക്കണമേ എന്നും ദുആ ചെയ്യുമായിരുന്നു എന്ന് പരിശുദ്ധ ഉലമ അവരുടെ കിതാബുകളൊക്കെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പോ റമളാനിന് വേണ്ടി ഒരുങ്ങുന്നത് സത്യവിശ്വാസിയുടെ ഒരു ലക്ഷണമാണ്. ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു വിശുദ്ധമായ റമളാൻ വന്നു കഴിഞ്ഞപ്പോ ബഹുമാനപ്പെട്ടവരാണ് മദീനയിലെ പള്ളികൾ മുഴുവനും വിളക്കുകളെ കൊണ്ട് അലങ്കരിച്ചു. മസ്ജിദ് നബവിയും മസ്ജിദ് ഖുബായും മദീനത്തുള്ള മറ്റു പള്ളികളെല്ലാം വിളക്കുകളെ കൊണ്ട് സജീവമാക്കി അലങ്കരിച്ചു ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു. അത് മാത്രമല്ല, പള്ളികളിൽ എല്ലാവരും ഇരുന്ന് ഖുർആൻ ഓതണമെന്ന് പറഞ്ഞു ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ഫകാന അവ്വല മൻ അദ്ഖല ഇനാറത്തൽ മസാജിദ്, ആദ്യമായി പള്ളികൾ വിളക്കുകളെ കൊണ്ട് അലങ്കരിക്കണം എന്ന് ആദ്യമായി ചെയ്തത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവാണ്. വജമഅ അന്നാസ അലാ സ്വലാത്തി തറാവീഹ്, തറാവീഹ് നിസ്കാരത്തിനും ജനങ്ങളെ ഒരുമിച്ച് ചേർത്തതും ബഹുമാനപ്പെട്ട ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവാണ്. ബഹുമാനപ്പെട്ടവർ വിളക്കുകൾ കത്തിച്ചു എന്ന് മാത്രമല്ല, ഹൃദയങ്ങളുടെ വിളക്കുകളായി വിശുദ്ധ ഖുർആൻ ഓതാനും കൽപ്പിച്ചു. ആ സമയത്ത് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പുറത്തിറങ്ങി വരുന്നു.
റമദാൻ ആയിരിക്കുന്നു പള്ളികളിലൊക്കെ മനോഹരമായ വിളക്കുകൾ, വെറും വെളിച്ചത്തിനല്ല, അലങ്കാരത്തിന്റെ വിളക്കുകൾ. നമുക്ക് കാണാൻ പറ്റും അറബ് രാജ്യങ്ങളിലൊക്കെ അതൊരു പൊതു കാഴ്ചയാണ്. റമദാൻ ആകുമ്പോൾ വിളക്കുകളെ കൊണ്ട് പള്ളികളും പരിസരങ്ങളും ഒക്കെ അലങ്കരിക്കുന്നത്. മഹാനായ അലി റളിയല്ലാഹു തആല അൻഹു ഖറജ അലി ഇബ്നു അബി ത്വാലിബ് ഫി അവ്വൽ ലൈലത്തിൻ മിൻ റമദാൻ, റമദാനിലെ ആദ്യത്തെ രാത്രി അലി റളിയല്ലാഹു അൻഹു പുറത്തിറങ്ങിയപ്പോൾ വൽ ഖനാദീലു തസ്ഹർ, വിളക്കുകളെല്ലാം ശോഭിച്ചു നിൽക്കുകയാണ്. വ കിതാബുല്ലാഹി യുത്ലാ ഫിൽ മസാജിദ്, അല്ലാഹുവിന്റെ പള്ളികളിൽ വിശുദ്ധ ഖുർആൻ ഓതപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടപ്പോൾ മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു, നമ്മൾ മനസ്സിലാക്കണം, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് തങ്ങൾ ചെയ്തിട്ടില്ല. ശരിയാണ്, നബി തങ്ങളുടെ വഫാത്തിന്റെ ശേഷമാണ്. ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ആണ് ചെയ്യുന്നത്. ആരാ വീക്ഷിക്കുന്നത്? ഇൽമിന്റെ നഗരത്തിനൊരു കവാടമുണ്ടെങ്കിൽ ആ നഗരം നബി തങ്ങളാണെങ്കിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിജ്ഞാനത്തിന്റെ നഗരത്തിന്റെ കവാടമാണ് അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവർ, ഈ വിഷയം കാണുന്നു. മുസ്ലിം ഉമ്മത്തിൽ ഒരു നന്മ നടക്കുകയാണ്, ഉടനെ തന്നെ നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ ബിദ്അത്തും ശിർക്കും കുഫറും ഒക്കെ ആരോപിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മളുള്ളത്. അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു വിളക്കുകൾ അലങ്കരിച്ച ഈ കാഴ്ച കണ്ടപ്പോൾ എന്ത് പറഞ്ഞു? നവ്വറല്ലാഹു ലക യാ ഇബ്നുൽ ഖത്താബ് ഫീ ഖബരിക്, ഉമർ ഇബ്നുൽ ഖത്താബ് എന്നവരെ നിങ്ങളുടെ ഖബറിൽ അല്ലാഹു നിങ്ങൾക്ക് പ്രകാശം തരട്ടെ. കമാ നവ്വറത മസാജിദല്ലാഹി ബിൽ ഖുർആൻ, അല്ലാഹുവിന്റെ പള്ളികളെ നിങ്ങൾ അലങ്കരിക്കുകയും അവിടെ ഖുർആൻ സജീവമായി ഓതാനുള്ള സാഹചര്യം ഒരുക്കുകയും ചെയ്തതിന്റെ പേരിൽ നിങ്ങളുടെ ഖബറിന് അല്ലാഹു പ്രകാശം തരട്ടെ എന്ന് അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ആശീർവദിക്കുകയും അംഗീകരിക്കുകയും ചെയ്തു കൊടുത്തു. പരിശുദ്ധ ഹദീസുകളിൽ കാണാൻ കഴിയും. അപ്പോ റമദാൻ ഒരുങ്ങൽ അത്യാവശ്യമാണ്. സലഫ് സ്വാലിഹീങ്ങളിൽപ്പെട്ട ഒരാൾ അവരുടെ കൂടെയുണ്ടായിരുന്ന ഒരു വേലക്കാരി പെണ്ണ്, ഒരു അടിമ സ്ത്രീയെ കച്ചവടം ചെയ്തു. അവളെ മറ്റൊരു കൂട്ടർ വാങ്ങിക്കൊണ്ടുപോയി. അങ്ങനെ അവരുടെ പുതിയ മാസ്റ്റേഴ്സിന്റെ കൂടെ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോ റമദാനിന് വേണ്ടി ഒരുങ്ങുന്നത് കണ്ടു. നമ്മളൊക്കെ ഒരുങ്ങുന്ന പോലെ ഒരുപാട് ഭക്ഷണ സാധനങ്ങൾ ഒരുക്കുന്നത് കണ്ടപ്പോ അവർ ചോദിച്ചു, എന്താ നിങ്ങൾ ഒരുങ്ങുന്നത്? വീട്ടുകാരോട്. ആര്? ഈ വേലക്കാരിയായ പെണ്ണ് പറഞ്ഞു, നസ്തഈദു റമദാൻ, ഞങ്ങൾ റമദാനിന് ഒരുങ്ങുകയാണ്. റമദാൻ എന്ന് പറയുമ്പോ നമ്മുടെ നാട്ടിലൊക്കെ അരിയും മറ്റു മസാലകൾ പൊടികളൊക്കെ എടുത്ത് വെച്ച് ഭക്ഷണം കഴിക്കാനുള്ള മാസമാണെന്നാ തോന്നിപ്പോവുക. സത്യത്തിൽ പട്ടിണി കിടക്കേണ്ട മാസമാണ്, ഭക്ഷണം കഴിക്കാനുള്ള മാസമാണെന്ന് തോന്നുന്നത്. ഉലമാ പറയാറുണ്ട്, പെണ്ണുങ്ങൾ അധിക സമയവും മത്ബഖുകളിൽ സമയം ചെലവഴിക്കരുത് എന്ന്. എനിക്ക് തോന്നുന്നു അതൊക്കെ വളരെ കാലം മുമ്പ് നോക്കി കണ്ടിട്ടുണ്ടാവും. ചിലപ്പോൾ നമ്മുടെ പ്രത്യേകിച്ച് മലബാർ പ്രദേശങ്ങളിലൊക്കെ ഭക്ഷണങ്ങൾ ഉണ്ടാക്കി പെണ്ണുങ്ങൾ കുഴങ്ങാണ്. ദുഹർ കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഓതാൻ പറ്റൂല. ദുഹർ കഴിഞ്ഞാൽ പിന്നെ ഒരു ഇബാദത്തിന് സമയമില്ല. ഭക്ഷണം, പലഹാരങ്ങളും അതും ഇതും റമദാനിന്റെ വിഭവങ്ങൾ ഒരുക്കുകയാണ്. അങ്ങനെ കിച്ചണിൽ മുഴുവൻ സമയവും നഷ്ടപ്പെടുകയാണ്. അങ്ങനെ ചെയ്തുകൂടെന്നാണ്. അപ്പോ ഈ സ്ത്രീ ചോദിച്ചു, നിങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഞങ്ങൾ വിശുദ്ധ റമദാനിനെ സ്വീകരിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. നിങ്ങൾ റമദാനിൽ മാത്രമേ നോമ്പ് നിൽക്കാറുള്ളൂ? ഞാൻ ജോലി ചെയ്തിരുന്ന എന്റെ പഴയ അറബാക്കന്മാരൊക്കെ അവർക്ക് കാലം മുഴുവനും റമദാനായിരുന്നു. അവർ സ്ഥിരം നോമ്പ് നിൽക്കുന്ന ആളുകളാണ്. നിങ്ങൾ റമദാനിൽ മാത്രമേ ഉള്ളൂ ഈ ഒരുക്കം കണ്ടു നോക്കുമ്പോ? നിങ്ങൾക്ക് റമദാൻ കഴിഞ്ഞാൽ നോമ്പില്ലയോ? നിങ്ങൾ സുന്നത്ത് നോമ്പ് എടുക്കാറില്ലേ? നിങ്ങൾ ഇങ്ങനെയാണോ ഒരുങ്ങുന്നത് എന്ന് ആ പെണ്ണവരോട് ചോദിച്ചുകൊണ്ട് പറഞ്ഞു, റുദ്ദൂനി, എന്നൊന്ന് മടക്കി തരുമോ അലൈഹിം, ഞാൻ എന്റെ പഴയ ആ വീട്ടുകാരുടെ കൂടെ തന്നെ പോകാം, നിങ്ങളുടെ കൂടെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് ഒരു വേലക്കാരി പെണ്ണ് റമദാനിനോടുള്ള മഹത്വവും നോമ്പിന്റെ പരിശുദ്ധിയും മനസ്സിലാക്കി അവരുടെ യജമാനന്മാർ ഉപദേശിച്ചത് നമ്മുടെ ഉലമാ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോ റമദാൻ ഒരുങ്ങുന്നു, നമ്മൾ ഖൽബുമായി വളരെ നല്ല ഹൃദയവുമായി നമ്മൾ ഒരുങ്ങുകയാണ്. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു, ബഹുമാനപ്പെട്ടവർ, വിശുദ്ധ റമദാനിന്റെ ഒരുക്കങ്ങളെ സംബന്ധിച്ച് ആളുകൾ ചോദിച്ചപ്പോ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഞങ്ങൾ ഞങ്ങൾ പേടിക്കുമായിരുന്നു, അന്നസ്തഖ്ബില റമദാൻ, വിശുദ്ധ റമദാനിനെ സ്വീകരിക്കാൻ ഞങ്ങൾക്ക് പേടിയായിരുന്നു. ما كان أحدنا يجرؤ أن يستقبل الهلال وفي قلبه مثقال ذرة حقد على أخيه المسلم. മുസ്ലിമായ മനുഷ്യനോട്, മുസ്ലിമായ ഒരു സഹോദരനോട്, മുസ്ലിമായ ഒരു സഹോദരി, മുസ്ലിമത്തായ ഒരു സഹോദരിയോട് മനസ്സിനുള്ളിൽ ഏതെങ്കിലും തരത്തിൽ ഒരു ദേഷ്യമോ അസൂയയോ ഒരു തരത്തിലുള്ള വൈരാഗ്യമോ വെച്ച് പുലർത്തി റമദാൻ വരുന്നത് പേടിയായിരുന്നു. പടച്ചോനെ, റമദാന്റെ മാസക്കല കാണുമ്പോ എന്റെ ഖൽബിന്റെ ഉള്ളിൽ മോശപ്പെട്ട ചിന്തകൾ ഉണ്ടല്ലോ, അല്ലാഹുവേ ഞാൻ എങ്ങനെയാ റമദാനിലേക്ക് പോകുന്നത്, എന്റെ ഖൽബ് ശുദ്ധമായില്ലല്ലോ എന്ന്
മുൻഗാമികൾ പേടിക്കുമായിരുന്നുവെന്ന് മഹാനായ ഖുർആൻ എഴുതി വെക്കാൻ നബിതങ്ങളുടെ സ്ക്രൈബ്സ് ഓഫ് ഖുർആൻ എഴുതി വെച്ചിരുന്ന സ്വഹാബിമാരിൽ ഒരാളും പ്രഗത്ഭനുമായ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു. അവരൊരുങ്ങിയത് അങ്ങനെയാണ്. അവരൊരുങ്ങിയത് നമ്മുടെ പലഹാരങ്ങളും അപ്പവും ഉണ്ടാക്കാനുള്ള സജ്ജീകരണങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടല്ല. റമദാൻ വരുമ്പോഴേക്കും എന്റെ ഖൽബ് ശുദ്ധിയാകണമല്ലോ, റമദാൻ വരുമ്പോഴേക്കും എന്റെ ഹൃദയം വൃത്തിയാക്കണമല്ലോ പടച്ചവനെ, അതുകൊണ്ട് ഞാൻ എന്റെ ഖൽബുകൾ വൃത്തിയാക്കുകയാണ്. തീർച്ചയായും എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും അള്ളാഹുവിന്റെ മുമ്പിലേക്ക് നമ്മുടെ കർമ്മങ്ങൾ ഉയർത്തപ്പെടുമെന്ന് പരിശുദ്ധ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ തിങ്കളാഴ്ചയും എല്ലാ വ്യാഴാഴ്ചയും നബി തങ്ങൾ പറഞ്ഞു, ഞാൻ എന്റെ കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്ന സമയത്ത് നോമ്പുകാരനാവാൻ ഇഷ്ടപ്പെടുന്നു, അതുകൊണ്ട് ഞാൻ നോമ്പ് നോൽക്കുന്നു എന്ന് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾ പറഞ്ഞു, ആ സമയത്ത് അമലുകൾ ഉയർത്തപ്പെടുമ്പോൾ രണ്ടുപേരുടേത് ഉയർത്തപ്പെടുകയില്ല. അൽമുതശാജിറൈൻ, പരസ്പരം പിണങ്ങിക്കഴിയുന്ന രണ്ടാളുകൾ, മിണ്ടാത്തവർ, നിസ്സാര പ്രശ്നങ്ങൾക്ക് വേണ്ടി, ഒരു പൈസയുടെ ഇടപാടുകൾക്ക് വേണ്ടി, മറ്റേതെങ്കിലും കശപിശക്ക് വേണ്ടി ജീവിതകാലം മിണ്ടാതെ നടക്കുന്ന ആളുകൾ, അവരുടെ അമലുകൾ അല്ലാഹുവിന് വേണ്ട. ഹത്താ യതസാലഹ, അവർ രണ്ടുപേരും പിണക്കങ്ങളൊക്കെ മാറ്റി നന്നായി മിണ്ടുന്നത് വരെ അവരുടെ അമലുകൾ എനിക്ക് വേണ്ട, അത് ഭൂമിയിൽ തന്നെ കടന്നോട്ടെ, അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുകയില്ലെന്ന് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ ശുദ്ധ റമദാൻ വരെയാണ്. തെറ്റുകൾ പിണങ്ങിയ ആളുകളൊക്കെ എന്ത് ചെയ്യുക, പെട്ടെന്ന് തന്നെ ആ പിണക്കങ്ങളൊക്കെ നന്നാവുക. അതിനുള്ള അവസരമാണ്. വഴിയെ കുറച്ചുകൂടെ കാര്യങ്ങൾ അതിനെ സംബന്ധിച്ച് വിശദീകരിക്കാം. അള്ളാഹു സഹായിക്കുമാറാകട്ടെ. പിണക്കങ്ങളൊക്കെ മാറ്റിക്കൊള്ളു. മുമ്പൊക്കെ ഒരാളെ ചെന്ന് കാണുന്നൊക്കെ പറഞ്ഞാൽ പ്രയാസമായിരുന്നു. ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഉപയോഗിച്ചിട്ടോ ഒരു കോളോ ഒരു മെസ്സേജോ ഒരു വാട്സപ്പ് മെസ്സേജോ ഒരു വോയിസ് മെസ്സേജോ എന്തെങ്കിലും കൊടുത്ത് ഒരു അപ്പോളജി, ഒരു ക്ഷമാപണം അവിടെ തുടങ്ങാം. പിന്നെ ബാക്കി ചെന്ന് കാണുക പറയാ ഒക്കെ ചെയ്യാം. പക്ഷെ ഒരു തുടക്കം വേണ്ടേ? ഒന്ന് ചെന്ന് കാണുക, എങ്ങനെ മുഖം കാണിക്കുക. മുമ്പൊക്കെ അങ്ങനെയൊക്കെ മടി ഉണ്ടാവും. അതൊന്നും വേണ്ടല്ലോ. നമ്മുടെ മുമ്പിലുള്ള ഈ സാഹചര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി പിണങ്ങിയ ആളുകളൊക്കെ എന്ത് ചെയ്യുക, എന്ന് നന്നാവുക. അല്ലാഹു തആല നമുക്ക് നന്നാക്കി തരുമാറാകട്ടെ. ശുദ്ധ റമദാൻ കഴുകി ശുദ്ധിയാക്കാൻ വരികയാണ്. കഴുകി ശുദ്ധിയാക്കാനുള്ള അവസരം അല്ലാഹു നൽകിയിരിക്കുകയാണ്. യാ അല്ലാഹ്, അല്ലാഹു വിളിക്കുകയാണ്, നിങ്ങൾ എന്റെ മുമ്പിലേക്ക് വരുന്നുണ്ടോ? ഞാൻ നിങ്ങളെ സ്വീകരിക്കാൻ ഒരുക്കമാണ്. റമദാൻ നമ്മുടെ പാപങ്ങൾ കഴുകി ശുദ്ധിയാക്കി റമദാൻ കഴിയുമ്പോഴേക്കും ഒരു കുഞ്ഞ് ജനിച്ച പോലെ, പാപങ്ങളില്ലാത്ത ഒരു കുഞ്ഞിനെ പോലെ ഖൽബ് ശുദ്ധിയുള്ളവരായി മാറാൻ അല്ലാഹുവിന്റെ തൗഫീഖിന് വേണ്ടി ദുആ ചെയ്തേക്കണം മുഅ്മിനീങ്ങളെ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഒരുപാട് കാലം തെറ്റ് ചെയ്ത ഒരു മനുഷ്യൻ അല്ലാഹുവിനോട് ചോദിച്ചു, യാ റബ്ബ് കം അദ്നബ്തു വലാ അദ്രി ലിദുനൂബി അഥറ. പടച്ചവനെ, ഞാൻ റമദാൻ വരുന്നുണ്ട്, ഞാൻ ഒന്നും മൈൻഡ് ചെയ്യാറില്ല. വിശുദ്ധമായ ദിനരാത്രങ്ങൾ വരാറുണ്ട്, പടച്ചവനെ, ഞാനൊന്നും ചെയ്യാറില്ല. ഞാൻ ഒരുപാട് തെറ്റ് ചെയ്ത മനുഷ്യനാണ്. പക്ഷെ എന്റെ തെറ്റിനൊന്നും ഒരു അടയാളവും ഞാൻ കാണുന്നില്ലല്ലോ, ഒരു ശിക്ഷയും എനിക്ക് ഇതുവരെ തന്നിട്ടില്ലല്ലോ പടച്ചവനെ എന്നൊരു മനുഷ്യൻ അല്ലാഹുവിനോട് ചോദിച്ചു. ഞാൻ എത്ര വൃത്തികേട് കഴിച്ചിട്ട് എന്താ എനിക്ക് ഡ്രൈവിംഗ് ടെസ്റ്റിൽ ഫസ്റ്റ് ടെസ്റ്റിൽ പാസ്സാവുന്നു, വിസ പെട്ടെന്ന് അടിക്കുന്നു, പെട്ടെന്ന് പ്രൊമോഷൻ കിട്ടുന്നു, ലീവാണെങ്കിൽ അങ്ങനെ പോക്കും വരവും, അങ്ങനെ യാ റബ്ബ് ഒരു കുഴപ്പം കാണുന്നില്ലല്ലോ. യാ റബ്ബ് അതിനപ്പിച്ചു, ഞാൻ എത്ര തെറ്റ് ചെയ്തിട്ടുണ്ട് പടച്ചവനെ. വലാ അറാ ലിദുനൂബി അഥറ, എന്റെ തെറ്റുകൾക്കൊന്നും ഒരു പ്രതിഫലവും ഒരു പ്രതിഫലനവും ഞാൻ കാണുന്നില്ലല്ലോ എന്ന് അല്ലാഹുവിനോട് ചോദിച്ചു. ഫഹതഫ ബിഹി ഹാതിഫുൻ, അല്ലാഹുവിന്റെ മാലാഖ വിളിച്ചു പറഞ്ഞു കൊടുത്തു, യാ അബ്ദി, എന്റെ അടിമയെ. അല്ലാഹു പറയാണ്, അലം അഹ്രിംക ലദീദ മുനാജാതി, നിന്റെ പാപങ്ങൾക്ക് കിട്ടിയ ശിക്ഷ എന്ന് പറയുന്നത് എന്നോട് അഭിമുഖ സംഭാഷണം നടത്തുന്ന അതിന്റെ മാധുര്യം ഞാൻ നിനക്ക് തടഞ്ഞു വെച്ചില്ലയോ? അത് തന്നെ പോരെ. എന്റെ മുമ്പിലേക്ക് നീ വന്ന് എന്റെ മുമ്പിൽ സുജൂദിൽ കിടന്ന് ഒന്ന് കണ്ണുനീര് വാർത്ത് എന്റെ മുമ്പിൽ ഒന്ന് തേങ്ങിക്കരഞ്ഞ് എന്റെ മുമ്പിൽ നിന്റെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുന്ന സമയത്ത് ഞാനും നീയും പരസ്പരം സംസാരിക്കുന്ന ആ ഒരു ആനന്ദം, അത് നിനക്ക് ഞാൻ ഇല്ലാതെയാക്കിയില്ലയോ? അതുപോലെ നിന്റെ പാപങ്ങൾക്ക് ശിക്ഷയായി എന്ന് അള്ളാഹു മറുപടി കൊടുക്കുകയാണ്. ചെയ്തു പോയ പാപങ്ങൾക്ക് ശിക്ഷ അള്ളാഹുവിന്റെ ഇബാദത്തിന് സാധിക്കാതിരിക്കലാണ്. മഹാനായ അല്ലാമ ഇബ്നുൽ ഖയ്യിം അൽ ജൗസിയ്യ തങ്ങൾ പറയുമായിരുന്നു, ഒരു തെറ്റ് ചെയ്താൽ ആ തെറ്റിന്റെ ശിക്ഷ എന്ന് പറഞ്ഞത് ആ തെറ്റിന്റെ ശേഷം വേറൊരു തെറ്റ് ചെയ്യാൻ അള്ളാഹു അവസരം ഉണ്ടാക്കുന്നതാണ്.
ഒരു തെറ്റിന്റെ ശിക്ഷ എന്ന് പറഞ്ഞാൽ അങ്ങനെയാ. ഒരു തെറ്റ് ചെയ്താൽ വേറൊരു തെറ്റുണ്ട്. ഒരു നന്മ നിങ്ങൾ ചെയ്താൽ അതിന്റെ കൂലി എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞാൽ വേറൊരു നന്മ ചെയ്യാൻ അള്ളാഹു അവസരം തരും. ഒന്ന് കഴിഞ്ഞാൽ മറ്റൊരു നന്മ, ഒരു നന്മയ്ക്ക് പിറകെ മറ്റൊരു നന്മ. ഒരു നന്മയുടെ പ്രതിഫലം മറ്റൊരു നന്മയാണ്, ഒരു തിന്മയുടെ പ്രതിഫലം മറ്റൊരു തിന്മയാണ്. അപ്പോ ഒരു അദാബും ഒരു ശിക്ഷയും വന്നില്ലെങ്കിൽ തന്നെയും അള്ളാഹുവിന്റെ മുമ്പിൽ തലചായ്ക്കാനും മനസ്സ് കൊടുക്കാനും നമുക്ക് സാധിച്ചില്ലെങ്കിൽ അത് വലിയ അദാബാണെന്നാണ് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു തആല അൻഹു പറയുമായിരുന്നുവല്ലോ, ദഹബൽ മുലൂക്, രാജാക്കന്മാരൊക്കെ കടന്നുപോയി ഇവിടുന്ന്, വലം യതലദ്ദദു ബിഅലദ്ദ മാ ഫീഹാ, ഈ ലോകത്ത് ഏറ്റവും രുചിയുള്ളത്, ഈ ലോകത്ത് ഏറ്റവും മധുരമുള്ളത് അവരാരും രുചിച്ചിട്ടില്ല. രാജാക്കന്മാരൊക്കെ മരിച്ചുപോയി, അവരെത്രയോ ഭക്ഷണം കഴിച്ചവരാണ്. പക്ഷേ ഏറ്റവും രുചിയുള്ള ഒരു സംഗതി നമുക്ക് കിട്ടിയത് അവർക്കാർക്കും കിട്ടിയിട്ടില്ലല്ലോ എന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു തആല അൻഹു ആളുകൾ ചോദിച്ചു, എന്താണ് ഇവിടെ ഏറ്റവും രുചിയുള്ളത്, എന്തിനെ സംബന്ധിച്ചാണ് നിങ്ങൾ ഈ പറയുന്നത്? അദ്ദേഹം പറഞ്ഞു, ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, മഅരിഫത്തുല്ലാഹ്, അള്ളാഹുവിനെ അറിയാൻ പറ്റുന്നത്, അള്ളാഹുവിനെ അറിയാൻ പറ്റുക എന്ന ആ ഒരു രസം. അള്ളാഹുവിന്റെ മുമ്പിലേക്ക് ഞാൻ ഓടിച്ചെന്നിരിക്കുകയാണ്, ഞാൻ അള്ളാഹുവിന്റെ മുമ്പിലാണ് കിടക്കുന്നത്, എന്റെ റബ്ബ് എന്നെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ എന്റെ റബ്ബിന്റെ സംരക്ഷണത്തിലാണ്. ആ ഒരു ബോധം, എന്റെ റബ്ബിനെ ഞാൻ അറിഞ്ഞതിലുള്ള ഒരു സന്തോഷം, എന്റെ റബ്ബിന്റെ മുമ്പിൽ തലചായ്ക്കുമ്പോൾ കിട്ടുന്ന ഒരു ആനന്ദം, ഇതൊന്നും രാജാക്കന്മാർക്ക് കിട്ടിയിട്ടില്ലല്ലോ. മുസ്ലിമീങ്ങളായ ആളുകളെ സംബന്ധിച്ച് പറഞ്ഞതാണ്. അവര് തന്നെ പറഞ്ഞു, ലൗ അലിമ അബ്നാഉൽ മുലൂകി മാ നഹ്നു ഫീഹി ലഹറബൂനാ അലൈഹി ബിസ്സയൂഫ്, രാജാക്കന്മാരുടെ മക്കള്, പ്രിൻസുമാർ, രാജകുമാരന്മാർ നമ്മൾ അനുഭവിക്കുന്ന രസങ്ങളൊക്കെ അറിഞ്ഞിരുന്നുവെങ്കിൽ വാളെടുത്തവർ നമ്മളോട് യുദ്ധം ചെയ്തേനെ പറഞ്ഞ. ഇബാദത്തിൽ ഒരു മനുഷ്യന് കിട്ടുന്ന ആനന്ദം ഭയങ്കരമാണ്. ആ ആനന്ദം ഉള്ള ഇബാദത്തും നിസ്കാരവും നോമ്പൊക്കെ അല്ലാഹു നമുക്ക് തരട്ടെ, ആമീൻ യാ റബ്ബൽ ആലമീൻ. നിസ്കാരത്തിനൊരു ആനന്ദവും നോമ്പിനൊരു ആനന്ദവും ലഭിക്കുന്നത് അത് അല്ലാഹു തരുന്ന വലിയൊരു തൗഫീഖാണ്. തെറ്റ് ചെയ്യുന്ന ആളുകൾക്ക് അതിനുള്ള അവസരം അല്ലാഹു നിഷേധിക്കുകയാണ്. അവർ നിസ്കരിക്കുന്നുണ്ടാകാം, എങ്ങനെയെങ്കിലുമൊക്കെ കുത്തിമറിഞ്ഞു പോവാൻ, ജുമുഅ അങ്ങേ ആ ലാസ്റ്റ് ബാങ്ക് കൊടുക്കുന്ന നേരത്തെ ഓടിപ്പോവാൻ, അല്ലെങ്കിൽ നോമ്പ് ആർക്കൊക്കെയോ വേണ്ടി അങ്ങനെ കഴിഞ്ഞ് കുറെ സിനിമയും സീരിയലും കണ്ട പകൽ സമയം ഒഴിവാക്കാൻ, അല്ലെങ്കിൽ ഉറങ്ങി തീർക്കാൻ, ഒന്ന് പട്ടിണി കിടക്കണ്ടേ പകൽ, അത്രയേ ചെയ്യുന്നു. അതിലൊരു ആനന്ദം കിട്ടുന്നില്ല. അത് ചെയ്ത തെറ്റിന്റെ ശിക്ഷയാണ്. ബഹുമാനപ്പെട്ട അല്ലാമ ഹസനുൽ ബസ്രി തങ്ങളോട് ഒരാൾ വന്നിട്ട് പറഞ്ഞു, യാ അബൽ ഹസൻ, മഹാനായ ബഹുമാനപ്പെട്ട ഹസനുൽ ബസ്രി തങ്ങളെ, എന്താണ് ഞാൻ രാത്രി തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി എല്ലാം റെഡിയാക്കി വെക്കുന്നുണ്ട്, വെള്ളം റെഡിയാക്കി വെക്കുന്നുണ്ട്. അന്ന് വെള്ളം റെഡിയാക്കി, കാരണം വീടിന്റെ ഉള്ളിൽ പൈപ്പുകളില്ലല്ലോ, ടാപ്പുകളില്ല, പുറത്തുപോയി വെള്ളം കൊണ്ടുവരണം. രാത്രി വെള്ളം അന്വേഷിച്ച് പോകുന്നതിനേക്കാളൊക്കെ നല്ലത് പെട്ടെന്ന് വെള്ളം റെഡിയാക്കി നിർത്തലാണ്. അപ്പൊ വെള്ളമൊക്കെ കൊണ്ടുപോയി വെക്കും റൂമിൽ. എന്തിന്? സുബഹിന്റെ മുമ്പ് എഴുന്നേറ്റ് 2 റക്അത്ത് നിസ്കരിക്കാൻ. അവർ പറഞ്ഞു, ഞാൻ എത്രയായിട്ട് എഴുന്നേൽക്കണില്ല, എനിക്കതിന് സാധിക്കണില്ല. സുബഹിക്ക് എഴുന്നേൽക്കുന്നുണ്ട്, പക്ഷേ സുബഹിന്റെ 2 മിനിറ്റ് മുമ്പ്, ഒരു 10 മിനിറ്റ് മുമ്പ്, ഒരു അരമണിക്കൂർ മുമ്പ് എഴുന്നേറ്റ് അള്ളാഹുവിന് വേണ്ടി ഖിയാമുൽ ലൈൽ നിസ്കരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് സാധിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ മഹാനായ ഹസനുൽ ബസ്രി തങ്ങൾ കൊടുത്തൊരു മറുപടിയുണ്ട്. എന്തേ സാധിക്കാത്തത്? നമ്മളല്ല അലാറം വെച്ചിട്ട് എഴുന്നേൽക്കാൻ പറ്റുന്നില്ല. അന്ന് അലാറില്ലല്ലോ. നമ്മുടെ മൈൻഡിന് നമ്മുടെ ബോഡി ക്ലോക്ക് ഉണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. നമുക്ക് ശരീരത്തിനൊരു ക്ലോക്ക് ഉണ്ട്. അത് നമ്മുടെ ബ്രെയിനിൽ അങ്ങ് ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓൺ ടൈം നമുക്ക് എഴുന്നേൽക്കാൻ പറ്റുന്നതാണ്. ഒരു ഉദാഹരണം പറയാം. നിങ്ങൾ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് എത്തിപ്പെട്ടു, നിങ്ങളുടെ എയർപോർട്ടിൽ വെയിറ്റ് ചെയ്യാൻ ഒരു ട്രാൻസിറ്റ് ട്രാവലാന്ന് വിചാരിക്കുക. 8 മണിക്കൂർ സമയമുണ്ട്, നിങ്ങൾ വളരെ ടയേർഡാണ്, ഒരല്പസമയം വിശ്രമിക്കണം തോന്നുകയാണ്. അതിന്റെ ഇടയ്ക്ക് അല്ലെങ്കിൽ 4 മണിക്കൂറുണ്ട്, 3 മണിക്കൂറുണ്ട്, ഒന്ന് കിടക്കണം. പക്ഷേ നിങ്ങളുടെ കയ്യിൽ അലാം ചെയ്യാൻ നിങ്ങളുടെ കയ്യിൽ ഫോണില്ല, ഒന്നുമില്ല, ആരും വിളിച്ചുണർത്തുന്ന പ്രതീക്ഷയുമില്ല. 1 മണിക്കൂർ കഴിഞ്ഞാൽ എനിക്ക് ഉണരണം. നിങ്ങളെ മൈൻഡ് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് നിങ്ങൾ എഴുന്നേൽക്കും. തഹജ്ജുദിനെ എഴുന്നേൽത്തിരുന്നവർ അങ്ങനെയാണ്. അള്ളാഹു എനിക്ക് 3 മണിക്ക് എഴുന്നേൽക്കണം, കറക്റ്റ് 3 മണിക്ക് ആരോ നിങ്ങൾ തട്ടി വിളിക്കുന്ന പോലെ തോന്നും, പെട്ടെന്ന് കറക്റ്റ് എഴുന്നേറ്റിരിക്കും. 4 മണിക്ക് എഴുന്നേൽക്കണം, 4 മണിക്ക് നിങ്ങൾ എഴുന്നേൽക്കും. ഇത് നമ്മുടെ ബോഡി ക്ലോക്കാണ്. ഈ ട്രെയിനിലൊക്കെ ഉറങ്ങുന്ന ഉദ്യോഗസ്ഥന്മാരെ കാണാൻ പറ്റും. ട്രെയിനിൽ കയറിയാൽ അവർ ജോലി സ്ഥലത്തേക്ക് എത്തുന്നവരെ വളരെ മനോഹരമായി ഉറങ്ങുന്ന കറക്റ്റ് ടൈം ആ സ്റ്റേഷൻ എത്തുമ്പോഴേക്കും അവരറിയും. അതുവരെ നല്ല കൂർക്കം വെച്ച് ഉറങ്ങും ചെയ്യും. ഒരു ബോഡി ക്ലോക്കാണെന്നാണ് പറയാം. ശരീരത്തിനൊരു ക്ലോക്ക് ഉണ്ട്. അതങ്ങ് സെറ്റ് ചെയ്ത് വെച്ചാൽ ഉണരാൻ പറ്റുന്നതാണ്. നമുക്ക് അതിലും അപ്പുറം നമ്മളെ ഉണർത്താൻ വേണ്ടി നല്ല ഹൈ വോള്യൂം സൗണ്ടുകളുള്ള അലാം നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും, മൊബൈൽ ഫോണിലും അല്ലാത്തതിലൊക്കെ. അങ്ങനെയൊക്കെ വെച്ചിട്ടും എഴുന്നേൽക്കാൻ പറ്റുന്നില്ലല്ലോ.
എന്താണ് ഇതിന്റെ കാരണം എന്ന് ചോദിക്കുന്നത് പോലെ ഹസൻ ബസ്രിയോട് ചോദിച്ചത് അങ്ങനെയല്ല. ഞാൻ എഴുന്നേൽക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ചിട്ടുണ്ട്, വെള്ളം റെഡിയാണ്, ഉദ്ദേശമുണ്ട്, തഹജ്ജുദ് നിസ്കരിക്കണമെന്ന്, പക്ഷെ സാധിക്കുന്നില്ല. ബഹുമാനപ്പെട്ടവർ പറഞ്ഞ മറുപടി നിങ്ങളുടെ തെറ്റുകൾ നിങ്ങളെ വരിഞ്ഞു മുറുക്കിയിരിക്കുകയാണ്. നിങ്ങളുടെ തെറ്റുകൾ നിങ്ങളെ വരിഞ്ഞു മുറുക്കിയിരിക്കുകയാണ്. തെറ്റുകൾ ചെയ്യുന്നത് കൊണ്ടാണ് ആ തൗഫീഖ് ഇല്ലാതിരിക്കുന്നത്. തിന്മകൾ കാരണമാണ് തൗഫീഖ് ഇല്ലാതിരിക്കുന്നത്. തൗഫീഖ് ഇല്ലാതെ പോകുന്ന തിന്മകൾ കാരണമാണ്. തെറ്റ് ചെയ്യുന്നതിന്റെ ശിക്ഷ ഒരു ത്വാഅത്തിന്റെ അവസരം അള്ളാഹു നഷ്ടപ്പെടുത്തുന്നു എന്നാണ്. ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഒരു നന്മ ചെയ്യാനുള്ള അവസരം അള്ളാഹു നഷ്ടപ്പെടുത്തി കളഞ്ഞേക്കുന്നു. അതൊരു വലിയ ശിക്ഷയാണ്. ആ ശിക്ഷ തന്നെ പോരെയോ എന്നാണ് അള്ളാഹുവിന്റെ മറുപടി. യാ അബ്ദി അലം അഹ്രിംക ലദീദ മുനാജാതി, എന്റെ അടിമയെ എന്നോട് സംസാരിക്കാനുള്ള ആ ഒരു ആനന്ദം ഞാൻ നിനക്ക് നഷ്ടപ്പെടുത്തിയില്ലയോ? അതുപോലെ ഇതിന്റെ തെറ്റുകൾക്ക് ശിക്ഷയായിട്ട് അത് തന്നെയാണ് ഏറ്റവും വലിയ ശിക്ഷ. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് അള്ളാഹുവോട് പരിശുദ്ധ മാസം വരുമ്പോ ദുആ ചെയ്ത് വാങ്ങിക്കണം. അള്ളാഹുവിനോട് ശുദ്ധിയാക്കി തരാൻ വേണ്ടി പറയണം. പാപമോചനം ചോദിക്കണം അള്ളാഹുവിനോട്. സ്വർഗപ്രവേശം ചോദിക്കുക, നരകത്തിൽ നിന്ന് മോചനം അല്ലാഹുവിനോട് ചോദിക്കുക. നബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്ന ലില്ലാഹി അസ്സ വജല്ല ഉതഖാഅ ഫീ കുല്ലി യൗമിൻ വലൈല. റമളാനിന്റെ എല്ലാ രാവിലും പകലിലും അല്ലാഹു തആല ചില ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നുണ്ട്. ലികുല്ലി അബ്ദിൻ മിൻഹും ദഅവത്തുൻ മുസ്തജാബ. എല്ലാ ഓരോരുത്തർക്കും ചോദിച്ചാൽ ഉത്തരം കിട്ടുന്ന ഒരു പ്രാർത്ഥനയും റമളാനിലുണ്ട്. ലികുല്ലി അബ്ദിൻ മിൻഹും ദഅവത്തുൻ മുസ്തജാബ. ഒരു ചോദ്യത്തിന് ഉത്തരം ഉറപ്പാണെന്ന് റമളാനിൽ. ഒരു ചോദ്യത്തിന് ഉത്തരം ഉറപ്പാണ്. അങ്ങനത്തെ ഒരു ഉത്തരം കിട്ടുന്ന ഒരു പ്രാർത്ഥനയും എല്ലാ ആളുകൾക്കും അല്ലാഹു കൊടുക്കുന്നുണ്ട് റമളാനിൽ. പിന്നെ റമളാനിന്റെ എല്ലാ രാവിലും പകലിലുമായി ഓരോരുത്തരെയും അല്ലാഹു നരകത്തിൽ നിന്ന് മോചനം ചെയ്യുന്നുണ്ടെന്നും പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഉമ്മത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട്. വിശുദ്ധ റമളാനിൽ ഈ ഉമ്മത്തിന് 5 ഗുണങ്ങൾ അല്ലാഹു തന്നുവെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ലം തുഅതഹുന്ന ഉമ്മത്തുൻ മിനൽ ഉമമി ഖബ്ലഹാ. നമ്മുടെ മുമ്പ് കഴിഞ്ഞുപോയ സമുദായങ്ങളിൽ ഒരു സമൂഹത്തിനും ആ മഹത്വം അല്ലാഹു നൽകിയിട്ടില്ല. നമ്മുടെ മുൻഗാമികൾക്ക് ആർക്കും കിട്ടാത്ത ഒരു 5 മഹത്വങ്ങൾ അല്ലാഹു തആല ഈ ഉമ്മത്തിന് നൽകിയിട്ടുണ്ടെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ശുദ്ധ റമളാനിൽ ഒന്ന്, ഖുലൂഫു ഫമിസ് സ്വാഇമി അത്യബു ഇൻദല്ലാഹി മിൻ റീഹിൽ മിസ്ക്. ഒരു നോമ്പുകാരന്റെ വായയുടെ പകർച്ച കാരണം ഉണ്ടാകുന്ന മോശമായ വാസന അല്ലാഹുവിന്റെ അടുത്ത് മസ്കിനേക്കാൾ, കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ളതാണ് എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വായ നാറ്റമുണ്ടെങ്കിൽ ബ്രഷ് ചെയ്യൽ സുന്നത്താണ്. വായ നാറ്റമുള്ള ആൾക്ക് എന്ത് ചെയ്യാം? ബ്രഷ് ചെയ്യാൻ പറ്റും, അത് സുന്നത്താണ്. നോമ്പുകാരനാണെങ്കിൽ തന്നെയും ആ നാറ്റം കൊണ്ടു നടക്കണമെന്നില്ല. അതെന്ത് ചെയ്യാം? വായ ഒന്ന് കുപ്പിളിച്ചുകൊണ്ടോ ഒന്ന് ബ്രഷ് കൊണ്ട് നനക്കിക്കൊണ്ടോ വായ വൃത്തിയാക്കുന്നതിന് യാതൊരു വിരോധവുമില്ല. പക്ഷേ ആ ഒരു ഭക്ഷണം കഴിക്കാതിരിക്കുന്ന ആ ഒരു സമയത്ത് സ്വാഭാവികമായും അത് വന്നുകൊണ്ടിരിക്കും. വിഷമിക്കേണ്ടതില്ല. അതിന് കസ്തൂരിയേക്കാൾ സുഗന്ധമുണ്ടെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ബാക്കിയുള്ളവരെ കൊണ്ടുപോയി മണപ്പിക്കണമെന്നതിന് അർത്ഥമല്ല കേട്ടോ. നമ്മൾ അങ്ങനെ വിചാരിക്കും, റബ്ബേ ഈ കസ്തൂരി വന്നെ, അത് ആഖിറത്തിലാണ്. ദുനിയാവിലെ കസ്തൂരിന്റെ മണം നിനക്ക് തോന്നൂല, ആർക്കും തോന്നൂല. അത് വൃത്തിയാക്കൽ കൂലിയുള്ള വിഷയമാണ്. എന്ത് ചെയ്യാം? കസ്തൂരിയേക്കാളും സുഗന്ധമുണ്ട് നോമ്പുകാരന്റെ വായയുടെ ദുർഗന്ധത്തിന് എന്ന് അത് മുൻഗാമികൾക്ക് അല്ലാഹു നൽകിയിട്ടില്ലാത്ത ഈ ഉമ്മത്തിന് മാത്രം നൽകിയ ഒരു പ്രത്യേകതയാണ്. നോമ്പ് തുറക്കുന്നത് വരെ അല്ലാഹുവിന്റെ മലക്കുകൾ സത്യവിശ്വാസികൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടിരിക്കും. അല്ലാഹുവേ പുറത്തു കൊടുക്കണമേ, അല്ലാഹുവേ പുറത്തു കൊടുക്കണേ എന്ന് നോമ്പുകാർക്ക് വേണ്ടി അല്ലാഹുവിന്റെ മലക്കുകൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. എല്ലാ ദിവസവും സ്വർഗ്ഗത്തെ അല്ലാഹു അലങ്കരിച്ചുകൊണ്ട് പറയും, യൂഷികു ഇബാദിയസ് സാലിഹൂൻ അൻ യുൽഖു അൻഹുൽ മുഊന വൽ അദാ വയസീറു ഇലൈക്. സ്വർഗ്ഗലോകമേ, എന്റെ സത്യവിശ്വാസികൾ കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും എല്ലാം അവസാനിച്ചതിന്റെ ശേഷം നിന്റെ അരികത്തേക്ക് വരാനായിട്ടുണ്ട്, അവര് വന്നേക്കും, അതുകൊണ്ട് ഒരുങ്ങി നിൽക്കണേ എന്ന് സ്വർഗ്ഗത്തോട് അല്ലാഹു പറയുമെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. حتى إذا جاءوها وفتحت عليهم أبوابها
وسيق الذين اتقوا ربهم إلى الجنة زمرا അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആളുകളെ കൂട്ടം കൂട്ടമായി സ്വർഗത്തിലേക്ക് കൊണ്ടുവരും. ഹത്താ ഇദാ ജാഊഹാ വഫുതിഹത് അബ്വാബുഹാ, അവർ സ്വർഗത്തിലേക്ക് വരുമ്പോൾ സ്വർഗത്തിന്റെ വാതിലുകൾ തുറക്കപ്പെട്ടിട്ടുണ്ടായിരിക്കും. സ്വർഗം തുറന്നു വെച്ച് കാത്തിരിക്കുകയാണെന്നാണ്. നരകത്തിലേക്ക് പോകുന്നവരെ സംബന്ധിച്ച് പറഞ്ഞു സൂറത്തു സുമർ തന്നെ, ഹത്താ ഇദാ ജാഊഹാ ഫുതിഹത് അബ്വാബുഹാ. നരകത്തെ പറ്റി പറഞ്ഞപ്പോ അവരങ്ങോട്ട് വന്നാൽ ഫുതിഹത് അബ്വാബുഹാ, നരകത്തിന്റെ വാതിൽ അവർക്ക് വേണ്ടി തുറന്നു കൊടുക്കും. സ്വർഗവാസികളെ പറ്റി പറഞ്ഞപ്പോ ഹത്താ ഇദാ ജാഊഹാ വഫുതിഹത് അബ്വാബുഹാ, ഒരു വാവുണ്ട് അവിടെ. ആ വാവിന്റെ അർത്ഥം ഓൾറെഡി അവർ സ്വർഗത്തിന്റെ വാതിലുകൾ തുറക്കപ്പെട്ട് കാത്തിരിക്കുകയാണെന്നാണ്. ആ ഒരു ആശയം കിട്ടാനാണ് വഫുതിഹത്. നരകത്തെ പറ്റി പറഞ്ഞപ്പോ ഫുതിഹത് അബ്വാബുഹാ, ചെല്ലുമ്പോഴങ്ങ് തുറന്നു കൊടുക്കും. സ്വർഗം അങ്ങനെയല്ല, അവരെ കാത്തിരിക്കുകയാണെന്നാണ്. അള്ളാഹു അങ്ങോട്ട് നമ്മൾ എത്തിക്കുമാറാകട്ടെ. ويغفر لهم في آخر ليلة ويغفر لهم في آخر ليلة. അവർ അതുമാത്രമല്ല വതുസഫദു ഫീഹി മറദതു ശയാതീൻ, പിശാചുക്കളിൽ ഭീകരന്മാരായ പിശാചുക്കളെ ചങ്ങലകളിൽ അല്ലാഹു ബന്ധിക്കും. മറദതു ശയാതീൻ, വലിയ വലിയ വീരന്മാരായ ശൈത്താന്മാരെല്ലാം they will be kept in chains, അവർക്കൊന്നും പുറത്തിറങ്ങാൻ പറ്റാത്ത വിധം അല്ലാഹു അവരെ ബന്ധനസ്ഥരാക്കുമെന്നാണ്. ഫലാ യഖ്ലുസൂന ഇലാ മാ കാനൂ യഖ്ലുസൂന ഇലൈഹി ഫീ ഗൈരിഹി, റമളാൻ അല്ലാത്ത സമയത്ത് മനുഷ്യരിലേക്ക് തിന്മകൾ തോന്നിപ്പിച്ചിരുന്നത് പോലെ ഈ പിശാചുകൾക്ക് തോന്നിപ്പിക്കാൻ കഴിയില്ല. അത് റമളാനിന്റെ പ്രത്യേകതയാണ്. അതുകൊണ്ട് ഒരുപാട് ആളുകൾ റമളാനിൽ നന്നാവുമല്ലോ. ഒരു സുഹൃത്ത് പറഞ്ഞു, സ്ഥിരം കള്ളു കുടിക്കുന്ന മനുഷ്യരുണ്ട്, റമളാനിൽ ഇവർ കള്ളു കുടിക്കൂല, ഇവരെ തൊപ്പിയൊക്കെ വെച്ചിട്ട് എല്ലാ ദിവസം പള്ളിക്ക് പോകും, പെരുന്നാളായ നൃത്തം ചെയ്യുന്നു. എന്താ എനിക്ക് തോന്നി, ശൈത്താൻ അല്ലാഹു പിടിച്ചു വെക്കുന്നില്ല, വലിയ അടയാളം തന്നെയാണ് അതൊക്കെ. അങ്ങനെ റമളാനെ പേടിണെങ്കിൽ അള്ളാനെ പേടിച്ചുകൂടെ? റമളാനല്ലേ പേടിക്കേണ്ടത്. കൂനു റബ്ബാനിയീൻ വലാ തകൂനു റമളാനിയീൻ, നിങ്ങൾ അള്ളാഹുവിന്റെ അടിമകളാവണം, റമളാന്റെ അടിമകളാവരുത്. അള്ളാഹ് പറഞ്ഞുകൊണ്ടല്ലേ റമളാൻ ഉണ്ടായത്, അള്ളാഹു മഹത്വം പറഞ്ഞുകൊണ്ടല്ലേ റമളാനെ നമ്മൾ മഹത്വവൽക്കരിക്കുന്നത്, മഹത്വം കൊടുക്കുന്നത്. അപ്പോ അങ്ങനെയുണ്ട്. പിശാചുക്കളെ അള്ളാഹു ബന്ധിപ്പിക്കുന്ന, എല്ലാ പിശാചുക്കളെയും എന്നല്ല, മറദതു ശയാതീൻ, പിശാചുക്കളിലെ ഭീകരന്മാർ മുഴുവനും അവരുടെ നേതാക്കന്മാർ മുഴുവനും ബന്ധനസ്ഥരായിരിക്കും. എന്നാലും കുട്ടി ശൈത്താന്മാരുണ്ടാവും. മനുഷ്യരുടെ ശരീരം തന്നെ പിശാചാണെന്നാണ്, മനുഷ്യരുടെ ശരീരം തിന്മയിലേക്ക് പ്രേരിപ്പിക്കുന്നതാ. അതുകൊണ്ട് റമളാനിലും തെറ്റ് ചെയ്യുന്ന ആളുകൾ ഉണ്ടായിരിക്കും. അത് ശരീരത്തിൽ നിന്ന് വരുന്ന ടെംപ്റ്റേഷനാണ്. അതുപോലെ തന്നെ കൊച്ചു പിശാചുക്കൾ, മറദതു ശൈത്താൻ അല്ലാത്ത കൊച്ചു പിശാചുക്കളും ഇറങ്ങി നടക്കും. അവരുടെയൊക്കെ ദുർബോധനങ്ങളും അപ്പോഴും ഉണ്ടാവാം. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ, ആമീൻ. വയുഗ്ഫറു ലഹും ഫീ ആഖിരി ലൈല, അഞ്ചാമത്തെ പ്രത്യേകത, അവസാനത്തെ രാത്രിയിൽ അവർക്കെല്ലാം അല്ലാഹു പുറത്തു കൊടുക്കുകയും ചെയ്യും. ഖീല യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അഹിയ ലൈലത്തുൽ ഖദ്ർ, അത് ലൈലത്തുൽ ഖദ്ർ ആണോ, ലൈലത്തുൽ ഖദ്റിലാണോ അല്ലാഹു പുറത്തു തരുന്നത്? ലാ വലാകിന്നൽ ആമില ഇന്നമാ യുവഫാ അജ്റഹു ഇദാ ഖളാ അമലഹ. ഒരു ജോലി തീർന്നു കഴിഞ്ഞാൽ ആ ജോലിക്കാരന് ശമ്പളം കൊടുക്കുന്നത് ജോലിയുടെ അവസാനത്തിലാണല്ലോ. അതുകൊണ്ട് റമളാനിന്റെ അവസാനത്തിലേക്ക് എത്തിയാൽ അല്ലാഹുവിന് വേണ്ടി മൻ സ്വാമ ഈമാനൻ വഹ്തിസാബൻ, അല്ലാഹുവിന്റെ കൂലി പ്രതീക്ഷിച്ചുകൊണ്ടും അല്ലാഹുവിൽ വിശ്വസിച്ചുകൊണ്ടും ചെയ്യുന്ന നോമ്പുകാർക്ക് മുഴുവനും അല്ലാഹു പുറത്തു കൊടുക്കുകയും ചെയ്യും റമളാനിന്റെ അവസാനത്തെ രാത്രിയിൽ. അതൊരു പ്രത്യേകത ഉണ്ട്, നമ്മൾ മനസ്സിലാക്കണം. റമളാൻ 27 കഴിഞ്ഞാൽ നമ്മളൊക്കെ നാട്ടിലെ റമളാൻ പിരിച്ചുവിടാറാ പതിവ്. 26 കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു. പിന്നെ നമ്മൾ പെരുന്നാളിന് കുപ്പായെടുക്കണ്ടെന്ന് പറഞ്ഞ കൂടാണ്. ഇവിടെ ഡെയിലി കുപ്പായെടുക്കുന്ന ആൾക്കാരാ, ഒന്ന് വെച്ച് ചെയ്തുകൂടെ? 28, 29, 30 അവിടെ ഉണ്ട്. 30ാമത്തെ രാവുണ്ടെങ്കിൽ ആ രാവിലാണ് നിങ്ങൾക്ക് അല്ലാഹു പുറത്തു തരുന്നത്. പുറത്തു തരാൻ അല്ലാഹു ഞാൻ തരാന്ന് പറഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾ വന്നിട്ടുണ്ടാവില്ല. എന്തായിരിക്കും അവസ്ഥ? റമളാനിനെ ബഹുമാനിക്കുന്ന ആളുകൾക്ക് അല്ലാഹു റമളാനിന്റെ അവസാനം അല്ലാഹു പുറത്തു കൊടുക്കാൻ നിൽക്കുകയാണ്. അവസാനം നമ്മളാരും അല്ലാഹുവിന്റെ മുമ്പിലില്ല, നമ്മളൊക്കെ മറ്റെവിടെയോ ഏതൊക്കെയോ ശുഗലിലാണ്. എന്തായിരിക്കും ആ ഒരു ചിത്രം ആലോചിച്ച് നോക്കി. വയുഗ്ഫറു ലഹും, അവർക്ക് പുറത്തു കൊടുക്കും ഫീ ആഖിരി ലൈലത്തിൻ, റമളാനിന്റെ അവസാനത്തെ രാത്രിയിൽ. അതുകൊണ്ട് ദയവ് ചെയ്ത് 27 കഴിഞ്ഞാൽ പിരിച്ചുവിടരുത്. റമളാനിൽ ലൈലത്തുൽ ഖദറിന് സാധ്യതയുള്ള 29ാമത്തെ രാവും 27 ശേഷമാണ്.
29 ലൈലത്തുൽ ഖദർ ആവാൻ സാധ്യതയുള്ള രാവല്ലേ? അവസാനത്തെ 10 ഒറ്റയിട്ട രാവുകൾ 21, 23, 25, 27, 29. ഇതൊക്കെ അല്ലാഹു തആല അല്ലാഹുവിന്റെ ഖദാ ഉണ്ടെങ്കിൽ ഇതിലേതെങ്കിലും ഒന്ന് ലൈലത്തുൽ ഖദറാണ്. അങ്ങനെയാണ്. അപ്പൊ 30ാമത്തെ രാവോടുകൂടെയാണ് ശമ്പളം കൊടുക്കുക അല്ലാഹു. എങ്ങനെ? ഒരു മനുഷ്യൻ അമൽ ചെയ്താൽ ആ അമൽ അവസാനിക്കുമ്പോഴാണ് ഇന്നമാ യുവഫാ അജ്റഹു ഇദാ ഖളാ അമല. അമൽ മുഴുവൻ ചെയ്തു കഴിഞ്ഞാൽ എന്നാ പിടിച്ചോ ശമ്പളം എന്ന് പറയും. അതുപോലെ റമദാനിന്റെ അവസാനത്തെ രാവിൽ എന്റെ ഉമ്മത്തികൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കും. പിശാചുക്കളിൽ വമ്പന്മാരെ മുഴുവനും അല്ലാഹു ചങ്ങലകളിലാക്കും. സ്വർഗത്തെ അല്ലാഹു അലങ്കരിച്ചു കൊണ്ടിരിക്കും. മലക്കുകൾ നോമ്പ് തുറക്കുന്നത് വരെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. നിങ്ങളുടെ വായയുടെ ദുർഗന്ധത്തിന് പോലും കസ്തൂരിയെക്കാളും സുഗന്ധം അല്ലാഹു നൽകും. ഇത് മുൻകാലത്ത് ഒരു ഉമ്മത്തികൾക്കും അല്ലാഹു നൽകാത്ത ഉമ്മത്തി ഖംസ ഖിസാലിൻ ഫീ റമദാൻ ലം തുഅതഹുന്ന ഉമ്മത്തുൻ മിനൽ ഉമമി ഖബ്ലഹാ. ഇതിന്റെ മുമ്പുള്ള ഒരു സമുദായത്തിനും അല്ലാഹു നൽകാത്ത ഈ ഉമ്മത്തിന് മാത്രം നൽകിയ പ്രത്യേകതയാണ് നമ്മുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലാ തഅജിസു അനിദ് ദുആ ഫഇന്നഹു ലാ യഹ്ലികു مع الله أحد. لا تعجزوا عن الدعاء. ദുആ ചെയ്യാതെ നിങ്ങൾ അശ്രദ്ധരായോ അശക്തരായോ ഇരുന്നു പോവരുതേ. ദുആ ചെയ്യാതിരിക്കരുത്. ഒറ്റക്കും കൂട്ടമായിട്ടും രണ്ടാളായും കുടുംബം ഒന്നിച്ചിരുന്നിട്ടും ഭാര്യയും മക്കളും ഒക്കെ ഒരുമിച്ചിരുന്ന്, ഉമ്മ മക്കള് ഒരുമിച്ചിരുന്ന്, സുഹൃത്തുക്കൾ ഒരുമിച്ച്, ഇങ്ങനെയൊക്കെ ലാ തഅജിസു അനിദ് ദുആ. ദുആ ചെയ്യാതെ നിങ്ങൾ നിൽക്കരുതേ. ഫഇന്നഹു ലാ യഹ്ലികു മഅല്ലാഹി അഹദുൻ. അല്ലാഹുവിന്റെ കൂടെ കൂടിയാൽ ഒരാളും നശിക്കുകയില്ലെന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം മുസ്ലിം തങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഹദീസാണത്. ലാ യഹ്ലികു മഅല്ലാഹി അഹദ്. അല്ലാഹുവിന്റെ കൂടെ അല്ലാഹുവിലേക്ക് ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ ഒരു നാശം ഉണ്ടാവില്ല. അതുകൊണ്ട് റബ്ബിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കണം. അല്ലാഹുവിനോട് ചോദിക്കാം. റമദാനിൽ പകൽ നോമ്പ് കഴിഞ്ഞാൽ അല്ലാഹുവിനോട് എന്ത് ചെയ്യുക? പടച്ചവനെ നോമ്പ് സ്വീകരിക്കണമേ, റബ്ബിനോട് ചോദിക്കാം. ഒരുപാട് റമദാനുകൾ നമുക്ക് കിട്ടണം. ഇപ്പൊ അടുത്തൊക്കെ മരിച്ചുപോയി ഒരുപാട് ആളുകൾ, വളരെ ചെറുപ്പക്കാരും പ്രായമുള്ളവരൊക്കെ ഈ റമദാൻ ഇതാ ഒരാഴ്ചയിൽ താഴെ ബാക്കിയുള്ളൂ. അപ്പോഴേക്കും വേർപിരിഞ്ഞു പോയി. റമദാൻ കിട്ടാതെ അവർ മരിച്ചു പോകുമെന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവുമോ? അല്ലാഹുവിന്റെ ഖബറൊക്കെ സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കുമാറാകട്ടെ. ഒരു റമദാൻ കിട്ടിയാൽ അതിന് മഹത്വം വേറെയാണ്. ഒരു വർഷത്തെ റമദാൻ കിട്ടിക്കഴിഞ്ഞാൽ ആ വർഷത്തെ റമദാൻ കിട്ടാത്തവനെ പോലെയല്ല ഈ കിട്ടിയ ആൾ. വ്യത്യാസമുണ്ടെന്നാണ്. മഹാനായ തുൽഹത്ത് ബിൻ ഉബൈദില്ലാഹി റളിയല്ലാഹു അൻഹു സ്വർഗ്ഗത്തിലേക്ക് പോകുമെന്ന് നബി തങ്ങൾ പറഞ്ഞ 10 സുഹാബിമാരിൽപ്പെട്ട ഒരു സുഹാബിയാണ് തുൽഹത്ത് ബിൻ ഉബൈദില്ലാഹ്. സഅദിൻ സഈദിൻ സുബൈരിൻ തുൽഹത്തിൻ വഅബി ഉബൈദത്തിൻ വബിൻ ഔഫിൻ ആശിരിൽ കറമി റിദ്വാനുല്ലാഹി അലൈഹിം അജ്മഈൻ. മഹാനായ തുൽഹത്ത് ബിൻ ഉബൈദില്ലാഹി റളിയല്ലാഹു അൻഹു അവർ പറഞ്ഞു, രണ്ടുപേർ അല്ലാഹുവിന്റെ റസൂലിന്റെ അരികത്തേക്ക് വന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടുപേരും മുസ്ലിമായത് ഒരുമിച്ച് രണ്ടുപേരും മുസ്ലിമായി കലിമ ചൊല്ലി മുസ്ലിമീങ്ങളായി. അങ്ങനെ അവര് വഹസുന ഇസ്ലാമുഹുമ, രണ്ടുപേരുടെയും ഇസ്ലാം വളരെ നല്ല മുസ്ലിമീങ്ങളാണ്. അങ്ങനെ ഒരാൾ നല്ല ധീരനാണ്, നന്നായി അധ്വാനിക്കുന്ന ആളാണ് ഇവരിൽ ഒരാൾ. അദ്ദേഹം ഒരു യുദ്ധത്തിന് പോയി, ആ യുദ്ധത്തിൽ ഷഹീദായി. വേറെ ഒരാൾ തന്റെ കൂട്ടുകാരൻ ഷഹീദായി മരിച്ചുപോയി, ഷഹീദായി. മറ്റേ കൂട്ടുകാരൻ ഒരു വർഷം കഴിഞ്ഞതിന്റെ ശേഷം മരിച്ചു. ഒരു വർഷത്തിന്റെ ശേഷം മരിച്ചു. മഹാനായ തുൽഹത്ത് ബിൻ ഉബൈദില്ലാഹി റളിയല്ലാഹു അൻഹു പറയാൻ, എനിക്ക് അല്ലാഹു സ്വപ്ന ദർശനം തന്നു. ഞാൻ സ്വപ്നം കാണുന്നു, സ്വർഗത്തിന്റെ വാതിൽക്കൽ ഞാൻ എത്തിയിരിക്കുകയാണ്. ആ സ്വർഗത്തിന്റെ കവാടത്തിലൂടെ ഒരാൾ കടന്നു വന്നു, അല്ലാഹുവിന്റെ മലക്കോ മറ്റോ. എന്നിട്ട് പറഞ്ഞു, ആ രണ്ടാമത് മരിച്ച ആൾ എവിടെ എന്ന് ചോദിച്ചു. അയാളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി. പിന്നെ കുറെ കഴിഞ്ഞതിന്റെ ശേഷം വിളിച്ചു, ആ ഷഹീദായ ആളെവിടെ? നിങ്ങൾ പോരൂ എന്ന് പറഞ്ഞു. അയാളെ കൊണ്ടുപോയി. പിന്നെ എന്നോട് നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് സമയം ലം യഹിൽ ലക ബഅദ്, നിങ്ങൾക്ക് വരാൻ സമയമായിട്ടില്ല, പോയിക്കോ എന്ന് പറഞ്ഞു എന്നോട്. അങ്ങനെ ഉണർന്നു മഹാനായ തുൽഹത്ത് റളിയല്ലാഹു തആല. നിങ്ങൾ മരിച്ചിട്ടില്ലല്ലോ, ആയിട്ടില്ല. സുബ്ഹാനല്ലാഹ്. തുൽഹത്ത് ബിൻ ഉബൈദില്ലാഹി റളിയല്ലാഹു അൻഹു ഈ സംഭവം ഒരുപാട് ആളുകളോട് പറഞ്ഞു. ആൾക്കാർ കേൾക്കുന്നു, പടച്ചോനെ അങ്ങനെ ഉണ്ടായോ? ഷഹീദായി പോയ ആളെ രണ്ടാമതും ഷഹീദിന്റെ ശേഷം മരിച്ച ആൾ ആദ്യവും സ്വർഗത്തിലേക്ക് വിളിച്ചു. ഇതാണ് സംഭവിച്ചത്. അപ്പൊ ആളുകൾക്ക് ഈ സംഭവം ജനങ്ങൾക്ക് മുഴുവനും ഭയങ്കര അത്ഭുതമായി കഥ കേട്ടിട്ട് തുൽഹത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്തപ്പോ അപ്പോ ഇത് നബിയുടെ ചെവിയിലും എത്തി. നബി തങ്ങൾ ചോദിച്ചു, മിമ്മ തഅജബൂൻ, എന്താ നിങ്ങൾക്ക് ഈ സംഭവത്തിൽ എന്താണ് അത്ഭുതം തോന്നാൻ കാരണം? അതിൽ വല്ല അത്ഭുതം ഉണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ട് നബിയെ, ഇയാളെക്കാളും എത്രയോ ധീരനായി യുദ്ധം ചെയ്ത് ഷഹീദായ ഒരു മനുഷ്യൻ ആ ഷഹീദിനെ രണ്ടാമത് വിളിക്കുകയും അയാൾക്ക് ശേഷം സാധാരണ മരണം വരിച്ച ഈ തന്റെ കൂട്ടുകാരനെ ആദ്യം വിളിക്കുകയും ചെയ്തല്ലോ. സ്വാഭാവികമായും ഷഹീദിനെ അല്ലേ ആദ്യം വിളിക്കേണ്ടത്?
ഷഹാദത്ത് വരിച്ച ആളല്ലേ ഏറ്റവും സ്ഥാനമുള്ള ആള്, അയാളെ വിളിക്കാതെ ഇയാളെയാണല്ലോ വിളിച്ചത് നബിയെ, അതിൽ ഞങ്ങൾക്ക് അത്ഭുതമുണ്ട് എന്ന് പറഞ്ഞു. അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊടുത്ത മറുപടി, നബി തങ്ങൾ ചോദിച്ചു, നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത്? അലൈസ ഖദ് മഖത ഹാദാ ബഅദഹു സന, ആ ഷഹീദ് മരിച്ചതിന്റെ ശേഷം ഒരു വർഷം തന്റെ കൂട്ടുകാരൻ ഇവിടെ ബാക്കിയുണ്ടായില്ലേ ഭൂമിയിൽ? ഖാലു ബല, ആ നബിയെ ശരിയാണ്, അയാൾ ബാക്കിയുണ്ടായിട്ടുണ്ട്. വഅദറക റമളാൻ, അയാൾക്ക് റമളാൻ കിട്ടിയല്ലോ, അയാൾക്ക് ആ വർഷത്തെ റമളാൻ കിട്ടിയില്ലേ? ഫസാമ വസല്ല കദാ വകദാ മിൻ സജദത്തിൻ ഫിസ്സന, ആ ഒരു റമളാനിലെ നോമ്പ്, റമളാൻ കഴിഞ്ഞുള്ള നോമ്പ്, റമളാനിലെ നിസ്കാരം, റമളാൻ കഴിഞ്ഞിട്ടുള്ള നിസ്കാരം, ഇങ്ങനെ ഒരു വർഷത്തെ ഇബാദത്ത് തന്റെ കൂട്ടുകാരനെക്കാൾക്കും ഇയാൾക്ക് ഏറെ കിട്ടിയോ ഇല്ലയോ? കിട്ടി നബിയെ. അത് തന്നെയാണ് ഇതിന്റെ കാരണമെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ്. ഫമാ ബൈനഹുമാ അബ്അദു മിമ്മാ ബൈനസ്സമാഇ വൽ അർള്, ഈ രണ്ടാളുകൾക്കിടയിലുള്ള വ്യത്യാസം ആകാശവും ഭൂമിയും തമ്മിലുള്ള വ്യത്യാസം പോലെയാണ്. ഒരു വർഷത്തെ റമളാൻ ഏറെ കിട്ടുമ്പോഴേക്കും ഗ്യാപ്പ് വർദ്ധിക്കുമെന്നാണ് റമളാൻ മുതലെടുക്കുന്നവർക്ക്. റമളാൻ കഴിഞ്ഞു പോയി, കഴിഞ്ഞ കൊല്ലം കണ്ടിട്ടുണ്ട് റമളാൻ, ഒരുങ്ങണമെന്നൊക്കെ വിചാരിക്കുന്നു, അപ്പോഴേക്കും റമളാൻ കഴിഞ്ഞു പോയിട്ടുണ്ടാവും. അങ്ങനെയല്ല, റമളാൻ മുതലെടുക്കുന്ന ആളുകൾക്ക് അങ്ങനെയാണ്. അപ്പോ ഇൻഷാ അല്ലാഹ് ഈ വർഷത്തെ റമളാൻ നമുക്ക് മാറ്റമുണ്ടാക്കണേ, അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നമ്മൾ ചിന്തിക്കേണ്ടത് മുഅ്മിനീങ്ങളായ ആളുകളുടെ സുഹബത്തിലേക്ക് ചേരാൻ പരിശ്രമിക്കുക. ഈ റമളാനോട് കൂടെ കുറെ നല്ല സുഹൃത്തുക്കളെ പരിചയപ്പെടണം. പ്രത്യേകിച്ച് പള്ളികളൊക്കെ ചെല്ലുമ്പോൾ ഒരുപക്ഷെ നിസ്കാരം ഇതുവരെ തുടങ്ങിയിട്ടില്ലാത്തവർ കാണും, നോമ്പ് ഇതുവരെ നോമ്പ് നിൽക്കാത്തവർ കാണും. അതില് എല്ലാ മോശപ്പെട്ട പ്രവൃത്തികളും ചെയ്ത് അതൊക്കെ നിർത്തി ഇനി അള്ളാഹുലേക്ക് ഞാൻ തിരിച്ചു വരികയാണ് എന്ന് ചിന്തിച്ച് മടങ്ങി വരുന്ന ആളുകൾ ഉണ്ടാവും. ഇൻഷാ അല്ലാഹ് ഈ റമളാനിൽ ആർക്കൊക്കെ പുതിയ പുതിയ ആളുകളെ പള്ളിയിലോ പരിസരത്തോ കാണാൻ കഴിയുന്നുണ്ടോ അവരെ പ്രോത്സാഹനം ചെയ്യാം. ആരും നിരുത്സാഹപ്പെടുത്തരുത്, ആരെയും നിരുത്സാഹപ്പെടുത്തരുത്. ഇത് തുടങ്ങിയല്ലേ റമളാൻ വന്ന അങ്ങനെയൊന്നും പറയണ്ട, നമ്മളെക്കാണോ ഖൈറായിരിക്കും ആ മനുഷ്യൻ ചെയ്യുന്ന ഒരു തൗബ കൊണ്ട് അള്ളാഹു എല്ലാം പുറത്തു കൊടുത്തിട്ടുണ്ടാവും. നമ്മൾ എന്ത് ചെയ്യും? പ്രോത്സാഹിപ്പിക്കുക. പള്ളിയിലേക്ക് വന്നു, നിങ്ങൾക്കറിയാമോ കള്ളുടിക്കാൻ പോയിരുന്ന ആളാണ്, നിങ്ങൾക്കറിയാമോ അരിന്തിലേക്ക് കറങ്ങി നടന്നിരുന്ന ആളാണ്, പള്ളിയിലേക്ക് വന്നു, തൊപ്പിക്കെട്ടിട്ട് നല്ല ഉഷാറാണ്, നല്ല കുട്ടിയെ ഉഷാറായിട്ട് വരികയാണ്, വല്ല ചോദിക്കുക, പിന്നെ നിസ്കാരമൊക്കെ അറിയല്ലോ, എന്തെങ്കിലും ആവശ്യമുണ്ടോ ഞാൻ പഠിപ്പിച്ചു തരാം, ഖുർആൻ ഓതണോ എനിക്കറിയാം, നമുക്ക് നിസ്കാരം കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് ഞാൻ പഠിപ്പിച്ചു തരാം, എന്ത് സംശയം എന്നെ വിളിക്കേണ്ടതാണ് എന്റെ നമ്പർ. ഇങ്ങനെ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ നിരുത്സാഹപ്പെടുത്തരുത്. ഈ വർഷം ഒരാൾക്ക് എന്തെങ്കിലും ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കണം. നമ്മൾ ഈ സദസ്സിലുള്ള ഖുർആൻ ഓതാൻ അറിയുന്ന ആളുകളെ നിങ്ങളൊക്കെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഏതെങ്കിലും ഒരു ബംഗ്ലാദേശിക്കോ, ഒരു നമ്മളെ നോർത്ത് ഇന്ത്യയിൽ നിന്ന് വരുന്നവർക്കോ, അല്ലെങ്കിൽ ഒരു പാകിസ്ഥാനിക്കോ, ഒരു അഫ്ഗാനിക്കോ, ഏതെങ്കിലും ഒരു നാട്ടുകാരന് അള്ളാഹുവിന്റെ പള്ളിയിൽ വെച്ച് ഒരൽപ്പം ഖുർആൻ ഓതാൻ ഞാൻ പഠിപ്പിച്ചു തരാം. നമുക്കറിയുന്നതല്ലേ, ഒരാൾക്ക് ഓതാൻ പഠിപ്പിച്ചു, തഫ്സീർ നിങ്ങൾ പറഞ്ഞു കൊടുക്കണ്ട, അത് പഠിച്ചവർ പറഞ്ഞാൽ മതി. എന്ത് ചെയ്യാം? ഓതാൻ പഠിപ്പിച്ചു കൊടുക്കുക, ദിക്റുകൾ പഠിപ്പിച്ചു കൊടുക്കുക, നിസ്കാരത്തിൽ ചൊല്ലേണ്ട അദ്കാറുകൾ പഠിപ്പിച്ചു കൊടുക്കുക. നമ്മൾ പ്രോത്സാഹിപ്പിക്കുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അങ്ങനെ നമ്മൾ ഒരുപാട് നല്ല ആളുകളുടെ കൂടെ അൽ-ഇൻദിമാമു ഇലാ ഖാഫിലത്തി സ്വാലിഹീൻ, ഈ റമദാനിന്റെ നമ്മുടെ ലക്ഷ്യം അതായിരിക്കട്ടെ, സ്വാലിഹീങ്ങളായ ആളുകളിലേക്ക് നമ്മൾ കൂടുക. സഹോദരിമാരായ ആളുകൾ, അവരുടെ കൂട്ടത്തിൽ നോമ്പ് നോറ്റിട്ടില്ലാത്ത പെണ്ണുങ്ങൾ ഉണ്ടാവും, അവർക്ക് നോമ്പിന്റെ മസലകൾ പറഞ്ഞു കൊടുക്കുക. നിസ്കരിച്ചിട്ടില്ലാത്തവരുണ്ടാവും, അവർക്ക് നിസ്കാരം പറഞ്ഞു കൊടുക്കുക. നല്ല ഒരു കൂട്ടുകെട്ടിന്റെ നല്ല ഒരു സംഘം നിങ്ങളുടെ ഈ വലയത്തിലേക്ക് റമദാൻ കഴിയുമ്പോഴേക്കും വരണം. അള്ളാഹു അമ്പിയാക്കന്മാർ ചോദിച്ചത് അതാണ്, അള്ളാഹുവേ സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങൾ ആക്കി തരയണമേ. അമ്പിയാക്കന്മാർ ചെയ്ത ദുആ നോക്കണം. മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, അള്ളാഹു ഈജിപ്തിന്റെ അധികാരം കൊടുത്തു, സ്വപ്ന വ്യാഖ്യാനം പഠിപ്പിച്ചു കൊടുത്തു. മഹാനായ ഒരു പ്രവാചകന്റെ പുത്രനാണ്, ബാപ്പ നബിയാണ്, വല്യാപ്പ നബിയാണ്, വല്യാപ്പയുടെ ഉപ്പ നബിയാണ്. യൂസുഫ് നബിയുടെ ബാപ്പ യാക്കൂബ് അലൈഹിസ്സലാം, അവരുടെ ഉപ്പ ഇസ്ഹാഖ് അലൈഹിസ്സലാം, അവരുടെ ഉപ്പ മഹാനായ ശൈഖുൽ അംബിയാ മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം. അങ്ങനത്തെ നബിയാണ്. എന്താ യൂസുഫ് നബി പറയുന്നത്? അല്ലാഹുവിനോട് ചോദിക്കുന്ന ചോദ്യം, ദുആ എന്താണ്? റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്ക് وعلمتني من تأويل الأحاديث فاطر السماوات والأرض أنت ولي في الدنيا والآخرة توفني مسلما وألحقني بالصالحين. അല്ലാഹുവേ, എനിക്ക് അധികാരം നൽകിയവൻ നീയാണ്,
സ്വപ്നത്തിന്റെ വ്യാഖ്യാനം പഠിപ്പിച്ചു തന്നതും നീയാണ്. ഫാത്തിറസ് സമാവാതി വൽ അർദ്, ഈ ഭൂമിയും ആകാശലോകങ്ങളും ഇവിടുത്തെ ഗോളങ്ങളുമെല്ലാം എല്ലാം ഒറ്റക്ക് ഇല്ലായ്മയിൽ നിന്ന് പടച്ചവൻ നീയാണ്. അൻത വലിയ്യി ഫിദ് ദുനിയാ വൽ ആഖിറ, ഈ ലോകത്തും നാളെ പരലോകത്തും എന്റെ രക്ഷിതാവും ഉടമസ്ഥനും നീയാണ് പടച്ചവനെ. അതുകൊണ്ട് തവഫനി മുസ്ലിമൻ, ഒരു മുസ്ലിമായിട്ട് എന്നെ മരിപ്പിച്ചു തരണമേ. ഒരു നബിയെ ദുആ ചെയ്യുന്നത് യൂസുഫ് നബി അലൈഹിസ്സലാം. തവഫനി മുസ്ലിമൻ, ഞാൻ മരിക്കുന്ന നേരത്ത് മുസ്ലിമാവണം അല്ലാഹുവേ. വഅൽഹിഖ്നി ബിസ്സാലിഹീൻ, സജ്ജനങ്ങളുടെ കൂട്ടത്തിലേക്ക് നീ എന്നെയും ചേർത്തി തരണമേ. സജ്ജനങ്ങളുടെ കൂട്ടത്തിലേക്ക് അങ്ങനെയൊക്കെ ആവാൻ പറ്റും. ഒരുപാട് കാലം വഴിതെറ്റി ജീവിച്ചിട്ട് അവസാനം വെച്ച് നന്നാവുന്നവരുണ്ട്. ആ നന്നായതിൽ പിന്നെ അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരായി മാറിയവർ വരെ ഉണ്ടെന്നാണ്. ഇങ്ങനെ കുറെ കാലം വഴിതെറ്റി ജീവിച്ച് പിന്നങ്ങ് നന്നായി, എന്നാൽ ജീവിതകാലം തുടക്കം മുതലേ നന്നായി ജീവിച്ച് അങ്ങനെ മരിച്ചുപോയി, അങ്ങനെ പോകുന്നവരുണ്ട്. വളരെ ഒരു സിമ്പിളായിട്ട്. എന്നാൽ അള്ളാഹു വളരെയധികം ഉയർത്തി കൊടുക്കുന്ന ആളുകളുണ്ടെന്നാണ്. അമ്പിയാക്കന്മാർ പോലും ചോദിക്കുന്നത് വഅൽഹിഖ്നി ബിസ്സാലിഹീൻ, സജ്ജനങ്ങളുടെ കൂട്ടത്തിലേക്ക് എന്നെ ആക്കി തരണമേ. ഒരാൾ ചോദിച്ചാൽ ഇവൻ മോശപ്പെട്ടവനോ അല്ലാത്തവനോ, ഒരാളങ്ങ് നിർത്തിയാൽ രണ്ട് ഗ്രൂപ്പ് ഉണ്ടെന്ന് വിചാരിക്കുക, സജ്ജനങ്ങളും ദുർജനങ്ങളും. ഇവനെ ഏത് വിഭാഗത്തിലേക്കാണ് ആളുകൾ കണക്കാക്കുന്നത്? സജ്ജനങ്ങളിലേക്കാണോ ദുർജനങ്ങളിലേക്കാണോ? അതാണ് വിഷയം. ആ ആൾ സജ്ജനങ്ങളുടെ കൂട്ടത്തിലാണ് എന്ന് ആളുകൾ പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് അത് നാളെ സ്വർഗത്തിൽ പോവാൻ കാരണമാവും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ജനങ്ങൾ അൻതും ശുഹദാഉല്ലാഹി അലാ ഖൽഖിഹി, നിങ്ങൾ ഒരു സാക്ഷി പറഞ്ഞാൽ അത് അള്ളാഹുവിന്റെ അരികത്ത് കാര്യം അങ്ങനെ തന്നെ എന്നതിന്റെ അടയാളമാണ്. നമുക്ക് ഓർമ്മയുണ്ടല്ലോ ഹദീസ്, ഒരു മയ്യത്ത് പോയപ്പോ സ്വഹാബത്ത് നല്ലത് പറഞ്ഞു, വജബത്ത്, അയാൾക്ക് സ്വർഗം കിട്ടി. ഒരു മയ്യത്ത് പോയപ്പോ അവരൊക്കെ പറഞ്ഞു നബി വളരെ മോശക്കാരനായിരുന്നു, വജബത്ത്, അയാൾക്ക് നരകം കിട്ടി. അൻതും ശുഹദാഉല്ലാഹി അലാ ഖൽഖിഹി ശുഹദാഉല്ലാഹി ഫീ അർളി, അള്ളാഹുവിന്റെ ഭൂമിയിൽ അവന്റെ സൃഷ്ടികൾക്ക് സാക്ഷി പറയുന്നവർ നിങ്ങളാണ്. നിങ്ങൾ പറയുന്ന അഭിപ്രായം തെറ്റില്ല എന്ന് പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബ്രാഹിം അലൈഹിസ്സലാം ദുആ ചെയ്തു. ഖലീലുർ റഹ്മാനാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. റബ്ബി ഹബ്ബി ലീ ഹുക്മാ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. ഇബ്രാഹിം നബിയുടെ ദുആ, റബ്ബി ഹബ്ബി ലീ ഹുക്മൻ, അല്ലാഹുവേ എനിക്ക് നീ അധികാരം നൽകണം, ഇൽമ് നൽകണം, നിന്റെ ദീനിന്റെ ശരീഅത്തുകൾ നൽകണം. വഅൽഹിഖ്നി ബിസ്സാലിഹീൻ, എന്നെ സജ്ജനങ്ങളിലേക്ക് ചേർത്തി തരണമേ അല്ലാഹ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദുആ ചെയ്തിട്ടുണ്ട്. സൂറത്തുൽ ഖലം. സുലൈമാൻ നബി അലൈഹിസ്സലാം ദുആ ചെയ്തു, വഅദ്ഖിൽനി ബിറഹ്മതിക ഫീ ഇബാദിക സ്സാലിഹീൻ, അല്ലാഹുവേ സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിലേക്ക് നീ എന്നെ ചേർത്തി തരണമേ, നിനക്ക് ഇഷ്ടപ്പെട്ടവരുടെ വിഭാഗത്തിൽ നീ എന്നെ ചേർത്തേണമേ എന്ന് അധികാരവും പരമാധികാരവും അല്ലാഹു നൽകിയ സുലൈമാൻ ഇബ്നു ദാവൂദ് അലൈഹിമുസ്സലാം. അള്ളാഹുവിന്റെ അദൃശ്യ ലോകങ്ങളെ അള്ളാഹു കാണിച്ചു കൊടുത്ത ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്നെ സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ ചേർത്തി തരണമേ. ഈജിപ്തിന്റെ ഖജനാവിന്റെ അധികാരം മാത്രമല്ല, ഈജിപ്തിന്റെ ഭരണം പോലും കൈവന്ന മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം, അള്ളാഹുവേ എന്നെ സജ്ജനങ്ങളോട് കൂടെയാക്കി തരണമേ. നമ്മുടെ ലക്ഷ്യം ഇതാണ്. അള്ളാഹു അങ്ങനെ നല്ലവരുടെ കൂട്ടത്തിലാക്കി തരട്ടെ. ഒരാൾ വന്ന് നബിയോട് ചോദിച്ചു, ഖലാഅ എന്ന ഗോത്രത്തിൽ നിന്ന് വന്ന ആളാണ്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, അറഅയ്ത, അങ്ങൊരു അഭിപ്രായം പറഞ്ഞു തരൂ നബിയേ. ഇൻ ഷഹിദ്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക റസൂലുള്ളാഹ്, അങ്ങ് അല്ലാഹുവിന്റെ റസൂലാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുകയും അല്ലാഹു ഏകനാണ്, അവനാണ് ആരാധനക്കർഹനായവനെന്ന് മനസ്സുകൊണ്ട് ഉറപ്പിച്ച് നാവുകൊണ്ട് ഞാൻ പറയുകയും ചെയ്തു എന്നിരിക്കട്ടെ. വസല്ലൈതു സ്വലവാത്തിൽ ഖംസ്, 5 നേരത്തെ നിസ്കാരം ഞാൻ നിർവഹിച്ചു എന്നിരിക്കട്ടെ. വസുംതു ശഹറ, പരിശുദ്ധ റമളാൻ ഞാൻ നോമ്പ് നോറ്റു എന്നിരിക്കട്ടെ. വഖുംതു റമളാന, റമളാനിൽ ഞാൻ നിസ്കാരം വർദ്ധിപ്പിക്കുകയും ചെയ്തു. വആതൈതു സകാത, സകാത്ത് കൊടുക്കുകയും ചെയ്തു. എന്നാൽ നബിയെ മതിയോ, ഞാൻ അതിലേറെ ഒന്നും ചെയ്യില്ല, ഇത്ര ചെയ്താൽ മതിയോ? فقال النبي صلى الله عليه وسلم من مات على هذا كان من الصديقين والشهداء, ഇങ്ങനെ ഒരാൾ മരിച്ചു പോയാൽ അവൻ സുദ്ദീഖീങ്ങളിലും ശുഹദാക്കളിലും പെടുമെന്ന് പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾക്ക് അത്രേ കഴിയുന്നുള്ളൂ. ഒരു ജോലിയും കച്ചവടവും ഒരു തിരക്കില്ലാത്ത ആളുകൾക്ക് ഒരുപാട് ഇബാദത്ത് ചെയ്യാൻ പറ്റും. ഒരുപാട് പള്ളിയിൽ ഇരുന്നിട്ട് നിസ്കാരവും ഖുർആനൊക്കെ ജോലി തിരക്കുള്ള ആളുകളായിരിക്കും, അത്ര പറ്റിക്കൊള്ളുന്നില്ല.
ചിലര് മിനിമം ചെയ്ത് ജീവിക്കും. 5 നേരത്തെ നിസ്കാരം, എനിക്ക് വേറെ സുന്നത്ത് നിസ്കരിക്കാൻ എനിക്ക് നേരല്ല, എന്നെ കൊണ്ടാവൂല്ല, ഞാൻ അത് ചെയ്യുന്നു. ചിലർ അങ്ങനെ ആയിരിക്കും. റമദാൻ ഞാൻ നോമ്പ് വെക്കുന്ന വ്യാഴാഴ്ചയും തിങ്കളാഴ്ചയും അതൊന്നും എന്നെ കൊണ്ടാവില്ല. എല്ലാ മാസത്തെയും 13, 14, 15 അയ്യാമുൽ ബീദ് അതും എന്നെ കൊണ്ട് പറ്റൂല, ഞാൻ റമദാൻ നോറ്റോളാം. സകാത്തുണ്ടോ ഞാൻ കൊടുക്കാം, എനിക്ക് ഹജ്ജ് ഫർളാണോ ഞാൻ പോയി ഹജ്ജ് ചെയ്യാം. രക്ഷപ്പെടുവോ? നിങ്ങൾ അങ്ങനെ ചെയ്താൽ തന്നെയും സിദ്ദീഖുകളിലും ശുഹദായിലും പെടുമെന്ന് പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മനുഷ്യനോട് പറഞ്ഞിരിക്കുകയാണ്. യാ അല്ലാഹ്, പരിശുദ്ധ റമദാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികൾക്ക് ഈ സജ്ജനങ്ങളുടെ കൂട്ടത്തിലേക്ക് ചേരാനുള്ള വഴി ഒരുക്കി തരികയാണ്. അലൈക്കും ബിഖിയാമിൽ ലൈൽ, നിങ്ങൾ രാത്രി നേരത്തെ നിസ്കാരം നിലനിർത്തണേ എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രാത്രികാലങ്ങളുടെ നിസ്കാരം അത് നിങ്ങളിൽ സ്വാലിഹീങ്ങളായ മുൻഗാമികൾ ചെയ്തിരുന്ന ചര്യയാണ്. ദഅബ് എന്ന് പറഞ്ഞാൽ സുബ്ഹിന്റെ മുമ്പ് എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കാത്ത മുൻഗാമികൾ ഉണ്ടായിരുന്നില്ല, അതായത് പറഞ്ഞതിന്റെ അർത്ഥം. അള്ളാഹു നമുക്കൊക്കെ അത് നിലനിർത്താനും ഉള്ളവർക്ക് ഇല്ലാത്തവർക്ക് തുടങ്ങാനും ഒക്കെ അള്ളാഹു തൗഫീഖ് തരട്ടെ. ദഅബു സ്വാലിഹീന മിൻ ഖബ്ലികും, 5 നേരത്തെ നിസ്കാരം കൊണ്ട് അള്ളാഹു രക്ഷപ്പെടുത്തിയേക്കുമെന്നാൽ കുറച്ചേറെ അള്ളാഹുലേക്ക് അടുത്തു കഴിഞ്ഞാൽ, സുന്നത്ത് കൊണ്ട് അടുത്താൽ, കുന്തു സംഅഹു അല്ലദീ യസ്മഉ ബിഹി, കേൾക്കുന്ന കാതും, വബസറഹു അല്ലദീ യുബ്സിറു ബിഹാ, കാണുന്ന കണ്ണും, വയദഹു അല്ലദീ യബ്തിഷു ബിഹാ, അവൻ ഗ്രാസ്പ് ചെയ്യുന്നവന്റെ കൈയും, വരിജലഹു അല്ലദീ യംശി ബിഹാ, നടക്കുന്ന കാലുമെല്ലാം ഞാനായി മാറുമെന്ന് അല്ലാഹു ഖുദ്സിയായ ഹദീസിൽ പറഞ്ഞു. സുന്നത്ത് കൊണ്ട് അല്ലാഹുവിലേക്ക് അടുത്താൽ നമ്മുടെ കണ്ണിനും കാതിനും ചെവിക്കും നമ്മുടെ കൈകാലുകൾക്ക് അല്ലാഹു തആല പ്രത്യേകമായ ചില കഴിവുകൾ നൽകാൻ പോകുന്നുണ്ട്. അലൈക്കും ബിഖിയാമിൽ ലൈൽ, ഈ റമദാനിൽ പരിശുദ്ധ തറാവീഹ് നിസ്കാരം നടക്കാൻ പോകുന്നുണ്ട്. റമദാൻ തറാവീഹ് കഴിഞ്ഞാൽ തന്നെയും ഖിയാമുൽ ലൈൽ വേറെയും കാണും. പാതിരാത്രിയുള്ള നിസ്കാരം, സുബ്ഹിന്റെ മുമ്പുള്ള തഹജ്ജുദ് നിസ്കാരങ്ങൾ. അലൈക്കും ബിഖിയാമിൽ ലൈൽ, നിങ്ങൾ രാത്രി നേരത്തെ നിസ്കാരം നിലനിർത്തേണമേ. ഫഇന്നഹു ദഅബുസ് സ്വാലിഹീന ഖബ്ലകും, അത് സജ്ജനങ്ങളുടെ ചര്യയാണ്. വഇന്ന ഖിയാമൽ ലൈലി ഖുർബത്തുൻ ഇലല്ലാഹ്, അത് അല്ലാഹുവിലേക്ക് വളരെ കൂടുതൽ അടുക്കാൻ കാരണമാണ് രാത്രി നേരത്തെ നിസ്കാരം. വമൻഹാതുൻ അനിൽ ഇസ്മി, ചെറുപ്പക്കാരെ പ്രത്യേകം മനസ്സിലാക്കുക, എങ്ങനെയാണ് തെറ്റ് ചെയ്യാതിരിക്കാൻ സാധിക്കുക? അങ്ങനെ ചോദിക്കൂ, എങ്ങനെ തെറ്റിന്ന് വിട്ടു നിൽക്കുക? എന്നെ കൊണ്ട് സാധിക്കുന്നില്ലല്ലോ. വമൻഹാതുൻ അനിൽ ഇസ്മി, സുബ്ഹി നിസ്കാരം, സുബ്ഹിക്ക് വാങ്ക് കൊടുക്കുന്നതിന്റെ മുമ്പ് റമദാനിൽ പ്രത്യേകിച്ചും റമദാൻ കഴിഞ്ഞതിന്റെ ശേഷവും 2 റക്അത്തെങ്കിലും മിനിമം അല്ലാഹുവിന് വേണ്ടി തഹജ്ജുദ് നിസ്കരിക്കാൻ തയ്യാറായാൽ, വമൻഹാതുൻ അനിൽ ഇസ്മി, തെറ്റുകളിൽ നിന്ന് തടയാൻ ഈ നിസ്കാരം സാധിക്കുമെന്ന് പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ തെറ്റിലേക്ക് പോവില്ല. രാത്രി തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളുകളുടെ മുഖങ്ങളിൽ അല്ലാഹു തആല പ്രത്യേകമായ വെളിച്ചം കൊടുക്കും. നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം, മൻഹാതുൻ അനിൽ ഇസ്മി വതക്ഫീറുൻ ലിസ്സയ്യിആത്ത്, ചെയ്തുപോയ തെറ്റുകൾക്ക് പാപമോചനവുമുണ്ട്. വമതുറദത്തുൻ ലിദ്ദാഇ അനിൽ ജസദ്, പ്രത്യേകം മനസ്സിലാക്കിക്കോളൂ, കേൾക്കുന്നതൊക്കെ ക്യാൻസറിന്റെ അസുഖങ്ങളാണ് അല്ലേ? എത്രയോ അസുഖങ്ങൾ അല്ലാഹുർക്കൊക്കെ ശിഫ കൊടുക്കട്ടെ. എത്രയോ രോഗികൾ ക്യാൻസറാണ്, ഓപ്പറേഷനാണ്, RCCയിലാണ്, അവിടെയാണ് ഇവിടെയാണ്, കേൾക്കണില്ലേ? അല്ലാഹുർക്കൊക്കെ ശിഫ കൊടുക്കട്ടെ. ശരീരത്തിലേക്ക് മാരക രോഗങ്ങൾ വരാതെ ശരീരത്തെ തടുക്കാനും രാത്രികാലങ്ങളിലെ തഹജ്ജുദ് നിസ്കാരം കൊണ്ട് സാധിക്കുമെന്ന് പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. തഹജ്ജുദുള്ളവർക്ക് ശാരീരിക രോഗങ്ങൾ വരില്ലെന്നും അവർക്ക് ചെയ്തുപോയ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുമെന്നും വമൻഹാതുൻ അനിൽ ഇസ്മി, പുതിയ തെറ്റുകളിലേക്ക് അവർ പോവുകയില്ലെന്നും, അത് അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള വഴിയാണ്, സജ്ജനങ്ങളുടെ ചര്യയാണ്. അതുകൊണ്ട് അലൈക്കും ബിഖിയാമിൽ ലൈൽ, സജ്ജനങ്ങളുടെ കൂട്ടത്തിലേക്ക് ചേരണം നമ്മൾ ആഗ്രഹിക്കുന്നത്. അവരുടെ ഒരു ചര്യയാണ് എന്ത്? ഖിയാമുൽ ലൈൽ, രാത്രി നിസ്കരിക്കാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. من أضاع الفرصة عن وقتها فليكن على ثقة من فوتها. അല്ലാഹു തആല ഒരു അവസരം തന്നു കഴിഞ്ഞ് ആ അവസരം ഒരാൾ നഷ്ടപ്പെടുത്തിയാൽ അയാൾക്ക് ഒരു നിലക്കും അതുകൊണ്ട് ഉപകാരം കിട്ടുകയില്ലെന്ന് ഉറപ്പിച്ചേക്കാം. റമദാൻ വന്നു, ആ സമയം നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ റമദാൻ അവന് നഷ്ടമാണ്.
റമളാൻ അവന് നഷ്ടമാണ്. അല്ലാമ ഇബ്നുൽ ഖയ്യിം അൽ ജൗസിയ്യ പറഞ്ഞു റഹ്മത്തുള്ളാഹി അലൈഹി, വല്ലാഹു അല്ലാഹു തആല യുആഖിബു മൻ ഫതഹ ലഹു ബാബൻ മിനൽ ഖൈർ. ഒരു നന്മയുടെ കവാടം അല്ലാഹു ഒരാൾക്ക് തുറന്നു കൊടുത്താൽ റമളാനിൽ വരെ ആയുസ് കൊടുത്തു, റമളാൻ വരെ ആയുസ് കൊടുത്തു. റമളാൻ അയാൾക്ക് ലഭിക്കുകയും ചെയ്തു. ഉംറ പോകാൻ അവസരം കൊടുത്തു, ഹജ്ജിന് പോകാൻ അവസരം കൊടുത്തു, ഖുർആനും ദീനും പഠിക്കാൻ അള്ളാഹു അവസരം തന്നു. ഒരു ബാബ് അള്ളാഹു തുറന്നു തന്നു. അള്ളാഹു ചെയ്യുന്ന വലിയ സൗഭാഗ്യല്ലേ? ആ ഒരു സൗഭാഗ്യം കിട്ടിയതിന്റെ ശേഷം ഫലം യൻതഹിസ്, അതയാൾ ഉപയോഗപ്പെടുത്തിയില്ലെങ്കിൽ അള്ളാഹു എന്ത് ചെയ്യുമെന്നാണ്? അവന്റെ ഖൽബ് കൊണ്ട് എന്തെങ്കിലും ഒരു നന്മ തന്നെ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ അതിന്റെ ഇടക്ക് ഖൽബിന്റെയും ഉദ്ദേശത്തിന്റെയും ഇടയിൽ അള്ളാഹു മറവിരിക്കുമെന്ന് അല്ലാമ ഇബ്നുൽ ഖയ്യിം അൽ ജൗസിയ്യ. ഫലാ യുംകിനുഹു ബഅദു മിൻ ഇറാദതിഹി, പിന്നെ ഒരു നന്മ ചെയ്യാൻ ആഗ്രഹം പോലും മനസ്സിൽ വരികയില്ല. ഉഖൂബതൻ ലഹു, റമളാൻ പോലെയുള്ള ഒരു അവസരം നഷ്ടപ്പെടുത്തിയതിന്റെ ശിക്ഷയായിരിക്കും അത്. റമളാൻ പോലെ അവസരം വന്നിട്ട്, റമളാൻ വന്നതും വരാത്തതും ഒരുപോലെ, റമളാന്റെ മുമ്പും ശേഷവും ഒരുപോലെ, അങ്ങനെ ഒരു സുവർണാവസരം നഷ്ടപ്പെടുത്തിയാൽ ഒരു നന്മ ചെയ്യാനുള്ള ഉദ്ദേശം ഖൽബിൽ വരാതെ അള്ളാഹു ഹൃദയത്തിന് മറവിരിക്കും. അപ്പൊ പിന്നെ ഒരു നന്മയെ സംബന്ധിച്ച് ചിന്തിക്കാൻ പോലും സാധിക്കില്ല. അത് നല്ലൊരവസരം നഷ്ടപ്പെടുത്തിയതിന്റെ ശിക്ഷയാണ് എന്ന് മനസ്സിലാക്കണം. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. സംഭവം ഗൗരവമാണ്. ഇങ്ങനൊരു അവസരം അല്ലാഹു തരാൻ. റമളാനിൽ ഒരുപാട് നന്മകൾ. 83 വർഷത്തെ കൂലിയാണ് റമളാൻ കഴിയുമ്പോൾ. റമളാൻ മുഴുവനും ഇബാദത്ത് ചെയ്തവർക്ക് 83 വർഷവും അതിലേറെയും. ലൈലത്തുൽ ഖദർ എന്നത് ഖൈറും മിൻ അൽഫി ഷഹ്റിൻ, 1000 മാസങ്ങളെക്കാൾ പുണ്യമാണ്. 1000 മാസം എന്ന് പറഞ്ഞത് 83 വർഷമാണ്. 83 വർഷം. ഒരു ജീവിതത്തിൽ 83 വർഷത്തെ അധ്വാനം കേവലം 5 രാത്രികൾ കൊണ്ട് അധ്വാനിച്ചാൽ തരുമെന്ന് അല്ലാഹു പറഞ്ഞിട്ട് നമുക്ക് സാധിക്കില്ലെങ്കിൽ എന്തിനാ നമ്മളെ പറ്റുക? 5 രാത്രി അത്രേ പറഞ്ഞു. 50 രാത്രി എന്നല്ല അല്ലാഹു പറഞ്ഞത്. 500 രാത്രി കൊണ്ട് 85 83 കൊല്ലം എന്നല്ല, 5 രാവ്. 21ന്റെയും 23 25 27 29 ഇതിലേതുമാവാം. എല്ലാ വർഷവും 27 റമദാൻ. അങ്ങനെ പറഞ്ഞു റമദാനിലെ ലൈലത്തുൽ ഖദർ 27 രാവാണെന്ന് പറഞ്ഞുകൂടാന്ന. അത് 27, ഈ കൊല്ലം 27, അടുത്ത കൊല്ലം 25 ആയിരിക്കും, പിറ്റത്തെ കൊല്ലം 21 ആയിരിക്കാം, പിറ്റത്തെ കൊല്ലം 29 ആയിരിക്കാം. മാറി 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 വരുമെന്നാണ്. 27ന്റെ പ്രത്യേകത ഉള്ളത് കൊണ്ടാണ് നമ്മളത് വളരെ കൂടുതൽ ഗൗരവത്തിൽ കാണുന്നത്. പക്ഷെ ഒരു പക്ഷേ ഈ വർഷത്തെ ലൈലത്തുൽ ഖദർ 21 ആവാം, ആർക്കറിയാം? 29 ആവാം, 25 ആവാം, 27 ആവാം, നമുക്കറിയാൻ പറ്റില്ല. അങ്ങനെ ഒരു അവസരം നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ അല്ലാഹു തആല ഹൃദയത്തിന്റെയും അവന്റെ ഉദ്ദേശത്തിന്റെയും ഇടയിൽ മറവിരിക്കും. ഫലാ യുംകിനുഹു ബഅദു മിൻ ഇറാദതിഹി, പിന്നെ ഒരു നന്മയെ സംബന്ധിച്ച് ചിന്തിക്കാൻ പോലും അയാൾക്ക് കഴിയില്ല. ഉഖൂബത്തല്ല, അല്ലാഹു കൊടുക്കുന്ന ശിക്ഷയായിരിക്കുന്നു. അല്ലാഹുവിന് മുമ്പിലേക്കല്ല നമുക്ക് ഓടാൻ പറ്റില്ലല്ലോ, അല്ലാഹുവിലേക്കല്ലാതെ ഓടാൻ പറ്റില്ല. അവസരം തന്നിരിക്കാൻ പഠിച്ചോൻ പോരെ, ഞാൻ സ്വീകരിക്കാം. അവസരം തന്നിരിക്കാൻ. മദാരിജുസ് സാലിഖീൻ എന്ന കിതാബുണ്ട് ബഹുമാനപ്പെട്ട അല്ലാമ ഇബ്നുൽ ഖയ്യിം ജൗസിയ്യക്ക്. അതിൽ അദ്ദേഹം ഒരു സംഭവം പറയുന്നുണ്ട്. ആരിഫീങ്ങളിൽ പ്രമുഖനായ ഒരാൾ ഒരു വഴിയിലൂടെ നടന്നുകൊണ്ടിരിക്കുമ്പോ ഒരു ഉമ്മ വാതിൽ തുറന്നിട്ട് ഒരു ചെറിയ കുഞ്ഞിനെ, ഒരു 3-4 വയസ്സ് പ്രായമുള്ള കുഞ്ഞിനെ വീട്ടിൽ നിന്ന് ചീത്ത പറഞ്ഞ് ശകാരിച്ച് അടിച്ച് ആ കുഞ്ഞിനെ പുറത്താക്കുന്നുണ്ട്. വാതിൽ തുറന്നിട്ട് ആരിഫ് ഇങ്ങനെ കാണാൻ, ആ കുഞ്ഞിനെ പുറത്താക്കി. ദേഷ്യപ്പെട്ട് ഉമ്മ പുറത്താക്കിയതാണ്. ആ കുഞ്ഞിങ്ങനെ റോഡിലൂടെ നടന്നു വന്ന് കുറെ ദൂരം ഇങ്ങനെ നടന്ന് ആ കുട്ടി തന്നെ ഉമ്മ എന്നിട്ട് വാതിലടച്ചു. ഇങ്ങോട്ട് വരണ്ട, നീ പൊയ്ക്കോ എന്ന് പറയുന്ന രീതിയിൽ ആ കുഞ്ഞിനെ പുറത്താക്കിയിരിക്കുകയാണ്. ആ കുഞ്ഞ് കുറെ ദൂരം ഇങ്ങനെ നടന്നുപോയി. അവിടെ ചെന്നിങ്ങനെ നിൽക്കുന്നുണ്ട് കുറെ നേരം. ഞാൻ എവിടെ പോകും? ഏത് വീട്ടിലേക്ക് കയറി ചെല്ലും? എന്റെ ഉമ്മ താമസിക്കുന്ന വീടല്ലാതെ, ഉമ്മയുടെ കൂടെയല്ലാതെ എനിക്ക് എവിടെ താമസിക്കാൻ കഴിയും? ചെറിയ കുട്ടിയല്ലേ. ആ കുട്ടി ഇങ്ങനെ തിരിച്ചു വന്നു. കുറെ നേരം വഴിയിൽ നിന്ന് കുറെ കരഞ്ഞ് സങ്കടപ്പെട്ട് വീട്ടിലേക്ക് തന്നെ തിരിച്ചു വന്നു. ഉമ്മ വാതിൽ തുറന്നു കൊടുത്തിട്ടില്ല. സമയം സന്ധ്യയായി, രാത്രിയായി. ഈ ആരിഫ് കുട്ടിയുടെ വിഷയം ഇങ്ങനെ കണ്ടു അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ കുഞ്ഞ് വാതിൽക്കൽ വന്ന് നിന്നു. ഉമ്മ വാതിൽ തുറന്നിട്ടില്ല. വാതിൽ തുറന്നില്ല എന്ന് കണ്ടപ്പോ വാതിലിന്റെ ഉമ്മറപ്പടിയിൽ തലവെച്ച് ആ കുഞ്ഞിങ്ങനെ കിടന്നു. ആ കിടക്കത്തിൽ കുഞ്ഞ് മയങ്ങിക്കഴിഞ്ഞു. ആ ഉറങ്ങുന്ന കുഞ്ഞിനെ
അവിചാരിതമായി വാതിൽ തുറക്കുന്ന ഉമ്മയാണ് കാണുന്നത്. ആ കുഞ്ഞ് വാതിൽക്ക് തലവെച്ച് കടക്കുന്ന ഉറക്കം കണ്ടപ്പോ ആ ഉമ്മ കുഞ്ഞിനെ വാരി പുണർന്നുകൊണ്ട് ഉമ്മ വെച്ചുകൊണ്ട് പറഞ്ഞു, മോനോട് ഉമ്മാക്ക് ദേഷ്യമില്ലല്ലോ, മോൻ എന്തേ ഞാൻ പറഞ്ഞത് കേൾക്കാതിരുന്നത്, മോൻ എന്തേ ഉമ്മ പറഞ്ഞത് ശ്രദ്ധിക്കാതിരുന്നത്, അതുകൊണ്ടല്ലേ ഉമ്മാക്ക് നിന്നെ ഇറക്കി വിടേണ്ടി വന്നത്, മോനെ ഞാൻ സ്വീകരിക്കുമല്ലോ, ഇതെന്റെ മോന് തന്നെയല്ലോ എന്ന് ഉമ്മ സ്നേഹം കൊടുത്ത് ലാളിത്യം കൊടുത്ത് വളരെ വളരെ വാത്സല്യത്തോടുകൂടെ ആ ഉമ്മ കുഞ്ഞിനെ വീടിനുള്ളിലേക്ക് കടത്തി കൊണ്ടുപോകുന്ന കാഴ്ച കണ്ടപ്പോ മഹാനായ അല്ലാമ ഇബ്നുൽ ഖയ്യിം അൽ ജൗസിയ്യ പറയുന്നു, അല്ലാഹുവിന്റെ വാതിൽക്കൽ നിന്ന് അല്ലാഹുവിന്റെ ദേഷ്യം കാരണം പാപങ്ങളിലേക്ക് പോയ ആളുകൾ അല്ലാഹുവിന്റെ വാതിൽക്കലല്ലാതെ എങ്ങോട്ടാണ് കടന്നു വരിക? ആ വാതിൽക്കൽ പോയി കടന്നാൽ അല്ലാഹു നമ്മളെ സ്വീകരിക്കൂലേ? ഈ ഉമ്മയെക്കാളും അല്ലാഹുവിന് നമ്മളോട് സ്നേഹമില്ലേ? ഒരു യുദ്ധത്തിലാണ് ഒരു കുഞ്ഞ് വാവിട്ട് കരയുന്നുണ്ട്. സ്വഹാബികൾ മുഴുവനും അത്ഭുതപ്പെട്ടു പോയി. യുദ്ധത്തിൽ ഒരു കുഞ്ഞിനെ കൊണ്ടുവന്ന് ഉമ്മ മറന്നുപോയിരിക്കുകയാണ്. ആ കുഞ്ഞിന്റെ ഉമ്മയാരെന്ന് അറിയുന്നില്ല. വാവിട്ട് കരയുന്ന കുഞ്ഞ്, ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാതിരുന്നപ്പോ ഉമ്മ ഓടി വന്നു. തന്റെ കുഞ്ഞിനെ കണ്ടപ്പോ കുഞ്ഞിനെ വാരി പുണർന്ന് മണലിൽ കിടന്ന് ഉരുളുന്ന കാഴ്ച കണ്ടപ്പോ മുത്തുനബി ചോദിച്ചു, അസ്ഹാബുകളെ, എന്റെ അനുചരന്മാരെ, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ ഉമ്മ ആ കുഞ്ഞിനെ തീയിലേക്ക് വലിച്ചെറിയുമെന്ന്? ലാ യാ റസൂലല്ലാഹ്, ഈ ചൂടുള്ള മണലിൽ ആ കുഞ്ഞിനെ പിടിച്ച് ഉരുണ്ടുമറിയുന്ന ഈ ഉമ്മയുടെ സ്നേഹം കാണുമ്പോ ആ ഉമ്മ കുഞ്ഞിനെ തീയിലേക്ക് എറിയുമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. എങ്കിൽ അല്ലാഹു അർഹമു ബിഇബാദിഹി, അല്ലാഹു അവന്റെ സൃഷ്ടികളോട്, മനുഷ്യരോട് ഈ ഉമ്മ അതിന്റെ കുഞ്ഞിനോട് കാണിക്കുന്ന സ്നേഹത്തെക്കാളും അല്ലാഹുവിന് നിങ്ങളോട് സ്നേഹമുണ്ട് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തെറ്റ് ചെയ്ത് നമ്മൾ അല്ലാഹുവിന്റെ വീട്ടിൽ നിന്ന് ഓടിപ്പോയാൽ അല്ലാഹുവിലേക്കല്ലാതെ തിരിച്ചു വരാൻ കഴിയില്ലല്ലോ. നമുക്ക് തിരിച്ചോടേണ്ടത് അല്ലാഹുവിലേക്ക് തന്നെ, തിരിച്ചു വരേണ്ടത് അല്ലാഹുവിന്റെ ഉമ്മറപ്പടിയിലേക്ക് എന്ന് പറയുന്ന പോലെ റബ്ബിന്റെ മുമ്പിലേക്കല്ലാതെ തിരിച്ചു വരാൻ പറ്റില്ല. ആ ഒരവസരം റമദാൻ തന്നിരിക്കുകയാണ്. നമ്മളങ്ങനെ തിരിച്ചു വന്നാൽ അല്ലാഹു നമ്മളെ സ്വീകരിക്കൂലേ? തീർച്ചയായും അല്ലാഹു സ്വീകരിക്കും. ഈ ഉമ്മ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട കുഞ്ഞിനെ വാതിൽ തുറന്നു കൊടുത്ത് വാതിൽ വാരി പുണർന്ന് അകത്തേക്ക് എടുത്തു കൊണ്ടുപോയ പോലെ അല്ലാഹു അവന്റെ റഹ്മത്തിലേക്ക് നമ്മളെ കൊണ്ടുപോവില്ലയോ? കൊണ്ടുപോകും. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്. അല്ലാഹു പറഞ്ഞത് കേൾക്കാതെ നടന്ന് ശരീരങ്ങളോട് തിന്മ ചെയ്ത് ജീവിച്ച ആളുകളെ, നിങ്ങൾ നിരാശപ്പെടരുത് കേട്ടോ. ഞാനൊന്നും ഇനി നന്നാവില്ല എന്ന് ചിന്തിക്കല്ലേ, ഞാനൊന്നും നന്നായിട്ട് കാര്യമില്ല അങ്ങനെയും പറയല്ലേ, എന്നെയൊന്നും അല്ലാഹു സ്വീകരിക്കൂല അങ്ങനെ ചിന്തിക്കല്ലേ, എനിക്ക് അല്ലാഹു മാപ്പ് തരില്ലല്ലോ അങ്ങനെ ചിന്തിക്കല്ലേ. ഇന്നല്ലാഹ യഗ്ഫിറുദ് ദുനൂബ ജമീആ, എല്ലാ തെറ്റുകളും അല്ലാഹു പുറത്തു തരാൻ കഴിയും. എല്ലാ തെറ്റും അല്ലാഹു പുറത്തു തരാൻ കഴിയും. ഞാൻ ചെയ്തു പോയ തെറ്റുകൾ അല്ലാഹു പുറത്തു തരില്ലേ എന്ന് വിചാരിക്കരുത്. അല്ലാഹു പുറത്തു തരും. അല്ലാഹുവിന്റെ റഹ്മത്തിൽ ഈ പ്രതീക്ഷയോടുകൂടെ പരിശുദ്ധ റമളാനിലേക്ക് കടക്കുക. അല്ലാഹു നമ്മുടെ പാപങ്ങൾ പുറത്തു തരട്ടെ. തഹല്ലുലു മിൻ ജമീഇൽ മളാലിമി. റമളാനിൽ അല്ലാഹു നമ്മളെ സ്വീകരിക്കാനുള്ള ഒരു കാരണം നമ്മുടെ മദ്ലമത്തുകളിൽ നിന്ന് ഫ്രീ ആവണം. ആളുകളുടെ പൈസ എടുത്തത് തിരിച്ചു കൊടുത്തേക്കണം, സ്ഥാപനങ്ങളുടേതെടുത്തത് തിരിച്ചു കൊടുത്തേക്കണം, മനുഷ്യന്മാരിനെ പറ്റിച്ചത് തിരിച്ചു കൊടുത്തേക്കണം, വഞ്ചിച്ചുകൊണ്ട് കൊണ്ടുവന്നത് തിരിച്ചു കൊടുത്തേക്കണം, അപഹരിച്ചത്, മോഷണം ചെയ്തത് അതിന്റെ അവകാശികൾക്ക് തിരിച്ചു കൊടുത്തില്ലെങ്കിൽ അല്ലാഹു ആ മോഷണം പൊരുത്തപ്പെടില്ല. അതുകൊണ്ട് തഹല്ലുലു മിനൽ മളാലിമി, പരിശുദ്ധ നബി തങ്ങൾ പറയുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ കാനത് ഇൻദഹു മദ്ലമതുൻ മിൻ അഖീഹി. ശരിക്കും മനസ്സിലാക്കേണ്ട ഹദീസാണിത്. മൻ കാനത് ഇൻദഹു മദ്ലമതുൻ മിൻ അഖീഹി, നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ സഹോദരനെ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ, എങ്ങനെ? മിൻ ഇർദിഹി, അവന്റെ അഭിമാനം. ഒരു മനുഷ്യനെ സംബന്ധിച്ച് മോശമായി നിങ്ങൾ പറയുന്നത്, ഒരു മനുഷ്യനെ സംബന്ധിച്ച് നിങ്ങൾ ഗീബത്ത് പറയുന്നത്, ഒരു മനുഷ്യന്റെ സ്ഥാനം ഇടിച്ചു കാണിക്കാൻ വേണ്ടി നിങ്ങൾ പറയുന്നത്, ഇതൊക്കെ അഭിമാനത്തിൽ ചെയ്യുന്ന ദുൽമാണ്. ശരിക്കും മനസ്സിലാക്കണം. മദ്ലമതുൻ മിൻ അഖീഹി മിൻ ഇർദിഹി, അഭിമാനമാവാം. അതിഷ്ടം പോലെ ഉണ്ടാവും. തമാശ പറയുമ്പോൾ, കളിയാക്കി പറയുമ്പോൾ, അത്തരം വർത്തമാനങ്ങൾ നമ്മളിന്ന് സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ, ഔ മാലിഹി, അല്ലെങ്കിൽ സമ്പത്ത് എടുത്തു പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ, ഫല്യതഹല്ലൽഹുൽ യൗമ, ഇന്നത്തെ ദിവസം തന്നെ അത് ഹലാലാക്കി വാങ്ങിക്കണമേ.
ഖബ്ല അൻ യുഖദ ഹീന ലാ യകൂനു ദീനാറും വലാ ദിർഹം. ദീനാറോ ദിർഹമോ ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റാത്ത ഖിയാമത്ത് നാൾ വരാൻ പോകുന്നുണ്ട്. പൈസ കൊടുക്കാൻ പറ്റൂല. അവിടേക്ക് എത്തുന്നതിന്റെ മുമ്പ് ഇവിടെ വെച്ച് തന്നെ നിങ്ങളത് പരിഹരിക്കണമേ. വ ഇൻ കാന ലഹു അമലുൻ സാലിഹുൻ ഉഖിദ മിൻഹു ബിഖദ്രി മദ്ലമതിഹി. നിങ്ങൾക്ക് സൽക്കർമ്മങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്ത അക്രമത്തിന് തുല്യമായ എണ്ണം നിങ്ങളുടെ സൽക്കർമ്മം ആക്രമിക്കപ്പെട്ടവന് പോകും. വ ഇല്ലം യകുൽ ലഹു, നിങ്ങൾക്ക് സൽക്കർമ്മങ്ങളില്ലെങ്കിൽ ഉഖിദ മിൻ സയ്യിആതി സാഹിബിഹി, നിങ്ങൾ ആരെ സംബന്ധിച്ചാണോ ഗീബത്തും നമീമത്തും പറഞ്ഞത് അവരിൽ നിന്ന് അവരുടെ തിന്മകൾ ഫജുഇലത അലൈഹി, ഇയാളിലേക്ക് കൊടുക്കുകയും ചെയ്യുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി. അതുകൊണ്ട് പൊരുത്തപ്പിടിച്ചോളൂ. ഗീബത്ത് പറഞ്ഞത്, നമ്മൾ പറഞ്ഞ ഗീബത്ത് മറ്റൊരാൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരോട് നേരിട്ട് ചെന്ന് പറയണം. എങ്ങനെ? അല്ലെങ്കിൽ ഫോൺ വിളിച്ചു പറയാ, ഇങ്ങനെയൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട്, പൊരുത്തപ്പെട്ട് തരണം. അറിഞ്ഞത് അറിയാത്തതാണ്, നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അയാൾ അറിഞ്ഞിട്ടില്ല എന്ന് വിചാരിക്കാം. അറിയാത്തത് അള്ളാഹുവിനോട് പറയാ, പടച്ചവനെ ഞാൻ ആരെപ്പറ്റി ഗീബത്ത് പറഞ്ഞിട്ടുണ്ടോ അയാൾക്ക് പുറത്തു കൊടുക്കണേ അല്ലാഹ്. അയാൾക്ക് വേണ്ടി ദുആ ചെയ്യാ, അല്ലെങ്കിൽ അയാളുടെ പേരിൽ സ്വതക്ക ചെയ്യാ. പടച്ചവനെ ഒരു 100 ദിർഹം, 1000, 500 ഇതാ ഞാൻ സ്വതക്ക ചെയ്യാണ് പാവപ്പെട്ടവർക്ക് റബ്ബേ. ഇതിന്റെ കൂലി ഞാൻ ആരെപ്പറ്റിയോ മോശപ്പെട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ റബ്ബേ, അയാൾക്ക് കൊടുക്കുക പടച്ചവനെ. ഇതിന്റെ കൂലി അയാൾക്ക് കൊടുക്ക്. ഞാൻ ഖുർആൻ ഓതാൻ, സ്വതക്ക ചെയ്യാൻ, ചില സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ഇതിന്റെയൊക്കെ കൂലി ഞാൻ ആരെപ്പറ്റി ഗീബത്ത് പറഞ്ഞോ അയാൾക്ക് കൊടുക്കണേ പടച്ചവനെ, എനിക്ക് വേണ്ട. ഇതാണ് നമ്മൾ പറഞ്ഞ ഗീബത്ത് ഒരാൾ അറിഞ്ഞില്ലെങ്കിൽ അങ്ങനെയാ ചെയ്യേണ്ടത്. അറിയാത്തവിടെ പോയിട്ട് പിന്നെ ഞാൻ അങ്ങനെ പറഞ്ഞിരുന്നു കേട്ടോ, നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവില്ല എന്നാ പറഞ്ഞുതരാം, ഇങ്ങനെയൊക്കെ അത് ചെയ്യാൻ പാടില്ല. അങ്ങനെയാണ് അറിഞ്ഞതൊക്കെ പൊരുത്തപ്പെട്ടു കൊടുക്കുക. നമ്മൾ പൊരുത്തപ്പെട്ടു കൊടുത്താലേ നമുക്ക് അള്ളാഹു പൊരുത്തപ്പെട്ടു വരും. നമ്മൾ പൊരുത്തപ്പെട്ടു കൊടുക്കുക. ജീവിതത്തിൽ ഉണ്ടാവൂലേ ഒരു കല്യാണം സൽക്കാരൊക്കെ ഉണ്ടാവുമ്പോ എന്തെങ്കിലുമൊക്കെ ഓനെ വിളിച്ചില്ല, മറ്റോനെ വിളിച്ചു, ചോറിന് ഒക്കെ എന്താ വെക്കേണ്ടത് നിന്നോട് അഭിപ്രായം ചോദിച്ചില്ല, അങ്ങനെയൊക്കെ തെറ്റി അമ്മമാരൊക്കെ ഉണ്ടാവും. എന്താ ചെയ്യാ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പൊരുത്തപ്പെട്ടു കൊടുക്കുക. ചെറിയ വിഷയങ്ങൾക്ക് പിണങ്ങിയ ആൾക്കാരുണ്ടാവും. അതിനെ സംബന്ധിച്ച് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞ് ഒരുപാട് വർത്തമാനം പറഞ്ഞു പോയി വലിയ പിണക്കങ്ങളിലേക്ക് എത്തിയിട്ടുണ്ടാവും. മാപ്പ് ചോദിക്കുക. നമ്മൾ വെറും ഹജ്ജിനും ഉംറക്കും പോകുമ്പോൾ മാത്രം എന്ത് ചെയ്യണ്ട, കാത്തിരിക്കേണ്ട. അതിന് മുമ്പ് മരിച്ചാൽ എന്ത് ചെയ്യും, ഇപ്പൊ തന്നെ പൊരുത്തപ്പെടിക്കാം. അങ്ങനെ ആരെങ്കിലും പൊരുത്തപ്പെടണമെന്ന് പറഞ്ഞാൽ പൊരുത്തപ്പെടില്ല എന്ന് പറയാൻ പാടില്ല. ഇങ്ങനെ പെണ്ണുങ്ങൾക്ക് അങ്ങനെ സ്വഭാവം ഉണ്ടാവും. ഞാൻ പൊരുത്തപ്പെട്ടില്ല, ഞാൻ പണ്ടേ പറഞ്ഞ പൊരുത്തപ്പെട്ടിട്ടില്ല. അങ്ങനെയല്ല, പൊരുത്തപ്പെട്ടു കൊടുക്കണം. ചോദിച്ചോ, പൊരുത്തപ്പെട്ടു. അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും, അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലയോ? നിങ്ങൾ പൊരുത്തപ്പെട്ടു കൊടുക്കുക. കാരണം അത് ഭയങ്കര ഭാരമുണ്ടാവും, വലിയ വിഷമുണ്ടാവും. നമുക്കത് കിട്ടുന്ന ലാഭമാണ്. ഒരാൾ ഗീബത്തോ നമീമത്തോ പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ലാഭമാണത്. ഒരുപാട് അമലുകൾ ആ മനുഷ്യൻ ചെയ്യുന്ന നമുക്ക് കിട്ടുന്നതാണ്. പക്ഷെ നമുക്ക് ഒരു ദയാവായ്പ തോന്നണം, വേണ്ട പഠിച്ചോനെ, അയാളുടെ തൊക്കെപ്പാടെ വാങ്ങി ആ മനുഷ്യന്റെ വല്ല അദാബിലേക്കും പോവുകയാണെങ്കിൽ എന്തിനാണത് അല്ലേ? നമ്മൾ നിങ്ങൾക്ക് എന്തുകൊണ്ട് അബൂ ലംലമിനെ പോലെ ആവാൻ പറ്റണില്ല? നബി തങ്ങൾ ചോദിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂ ലംലം, അവർ ചോദിച്ചു, നബിയെ എന്താണ് ഈ അബൂ ലംലം? ആരാണ്? ഖാന ഫീമൻ ഖാന ഖബ്ലക്കും, നിങ്ങളുടെ മുൻഗാമികളിൽ അങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നു. നേരം വെളുത്തു കഴിഞ്ഞാൽ ഒരു പാറയുടെ മുകളിൽ കയറി വന്നിട്ട് അയാൾ പറയും, തസദ്ദഖ്തു ബിഅർളി അലന്നാസ്, എന്റെ അഭിമാനം ഞാൻ സ്വതക്ക ചെയ്തിരിക്കുകയാണ്. പറഞ്ഞാൽ എന്നെ പറ്റി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, ഞാൻ അവർക്ക് പുറത്തു കൊടുത്തിരിക്കുന്നു എന്ന് പറയുന്നതാണ്. നിങ്ങൾക്ക് അങ്ങനെ ആയിക്കൂടെ എന്ന് ചോദിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ പൊരുത്തപ്പെട്ടു കൊടുക്കുക, നമ്മൾ മാപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മളെ പറ്റി എന്തെങ്കിലുമൊക്കെ പറഞ്ഞതും ഫേസ്ബുക്കിലൂടെ പോണതും ഇനി വരാനിരിക്കണതും ഒക്കെ ഉണ്ടാവും. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പൊരുത്തപ്പെട്ടു കൊടുക്കുക. ഞാൻ പൊരുത്തപ്പെട്ടു കൊടുത്തു, നിങ്ങൾ പൊരുത്തപ്പെട്ടു കൊടുത്തേക്ക്. അപ്പൊ നമുക്ക് അള്ളാഹു പൊരുത്തപ്പെട്ടു തരും. അള്ളാഹു നമുക്ക് മാപ്പ് ചെയ്യുമാറാകട്ടെ. നമ്മളെപ്പറ്റി എന്തെങ്കിലും പറഞ്ഞവർക്കും അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. വിവരക്കേട് കൊണ്ടോ ചിലപ്പോൾ വല്ല സംഘടനാ തരത്തിലൊക്കെ ചിന്തിച്ചുകൊണ്ടോ വല്ല കിബറോ അഹങ്കാരോ വന്നിട്ടോ അങ്ങനെയൊക്കെ ഇത് വരിക. അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. അള്ളാഹു മാപ്പ് ചെയ്തു കൊടുക്കട്ടെ. റമദാൻ വരികയാണ്. ഖൽബ് ശുദ്ധിയാക്കിക്കോളി. പച്ചയായ മനുഷ്യരായി മുഅ്മിനീങ്ങളാക്കി മാറിക്കോളി. ഖൽബ് തുടച്ചങ്ങ് വൃത്തിയാക്കുക. ഇവിടുന്ന് പൊരുത്തപ്പെടിക്കുക. പറഞ്ഞവര് ചോദിക്കണം എന്നാണ് കേട്ടോ. പറയപ്പെട്ടവര് അങ്ങോട്ട് മാപ്പാക്കി കൊടുക്കുക. ചോദിച്ചില്ലെങ്കിലും പൊരുത്തപ്പെട്ടു കൊടുക്കുക. പക്ഷേ അതുകൊണ്ടൊന്നും പറഞ്ഞവന്റെ ബാധ്യത തീരൂല. അത് പൊരുത്തപ്പിടിച്ച് ചോദിച്ചാൽ തന്നെ അയാളുടെ ബാധ്യത തീരുള്ളൂ എന്നാണ്. പക്ഷെ നമ്മൾ ഓൾറെഡി എന്ത് ചെയ്യുക, ഇൻ അഡ്വാൻസ് നമ്മൾ പൊരുത്തപ്പെട്ടു കൊടുക്കുക. സമ്പത്ത് ശരിക്കും മനസ്സിലാക്കിക്കോളൂ പൊന്നാര മുഅ്മിനീങ്ങളെ. സമ്പത്ത് ഹലാലും ഹറാമുകളും നമുക്ക് സംഭവിച്ചു പോയതൊക്കെ അള്ളാഹുവിനോട് മാപ്പ് ചോദിക്കണമെങ്കിൽ നമ്മൾ ആരെന്ന് പറ്റിയിട്ടുണ്ടോ അവർക്ക് മാപ്പ് ചെയ്തു കൊടുക്കണം എന്നാണ്.
എല്ലാ നിലക്കും ഓരോന്ന് ഉദാഹരണം പറയാൻ നമ്മുടെ മുമ്പിൽ സമയമല്ല. നമ്മുടേതല്ലാത്ത ഒരു സാധനം നമുക്ക് ഉപയോഗിക്കാൻ പറ്റൂല. ദയവ് ചെയ്തിട്ട് മനസ്സിലാക്കുക. ഗർഭിണികളായ പെണ്ണുങ്ങളൊക്കെ നാട്ടില് പ്രസവ വേദന എടുത്ത് വിഷമിച്ചിട്ട് നാട്ടിൽ ഗർഭം ഉണ്ടാകുമ്പോഴേക്കും എന്ത് ചെയ്യും? ചെറുപ്പക്കാരൊക്കെ ആദ്യത്തെ പ്രസവക്കാണെങ്കിൽ പ്രത്യേകിച്ചും കുറെ കുങ്കുമൊക്കെ അയച്ചു കൊടുക്കും ഇവിടുന്ന്, അല്ലേ? കുട്ടിയാലെ ചുരുക്കുണ്ടായിക്കോട്ടെ എന്ന് വെച്ചിട്ട് ആ കുങ്കുമം കുടിച്ചാൽ ആ കുട്ടി ചുരുക്കില്ലാതൊക്കെയാണ് ഉണ്ടാവുക. ആ പാട്ടെ ചിലപ്പോൾ ചുരുക്കുണ്ടായതുണ്ടാവും, ആയിക്കോട്ടെ. ആ കുങ്കുമൊക്കെ കുടിച്ചിട്ട് പ്രസവ റൂമിലേക്കാണ് ചെന്ന് കഴിഞ്ഞാൽ പ്രസവിക്കണില്ല, ഓപ്പറേഷൻ വേണമെന്നും വേണ്ടാന്നും 2 കൗല് അങ്ങോട്ടും ഇങ്ങോട്ടും പുതിയാപ്പിളും കൂട്ടരും പെണ്ണിന്റെ ഉമ്മയും വാപ്പിയും ഒക്കെ ഇടങ്ങാറായി നടക്കാൻ. അപ്പൊ ഏതോ ഒരു സൂക്ഷ്മജ്ഞാനിയായ ഒരാൾ പറഞ്ഞു, അതാ കുങ്കുമം കുടിച്ചതിന്റെ കുഴപ്പമാണ് എന്ന് പറഞ്ഞു. അപ്പൊ അതിലിപ്പോ എന്താ കുഴപ്പം? പിന്നെ ഇവനാകെ 1500 രൂപ 2000 രൂപ ഗൾഫിൽ ശമ്പളമുള്ളൂ എന്നറിയാം. ആ പൈസ കൊണ്ട് കുങ്കുമം വാങ്ങൂല എന്ന് ഉറപ്പാണ്. ഇവൻ ഏതോ അറബിന്റെ പാലസെന്നോ അവിടുന്നും ഇവിടുന്നോ അടിച്ചു മാറ്റി കൊണ്ടുവന്ന് അതാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. പിന്നെ എങ്ങനെ അത് ശരിയാവുമോ? പൊന്നാര മുമ്പ് നിങ്ങൾ ആലോചിച്ചോളി. ഈ കിട്ടണത് മുഴുവൻ ഹലാലാന്ന് ഉറപ്പിക്കണ്ട. പൊരുത്തല്ലാത്ത എങ്ങനെ ഇപ്പൊ ഈ വിലപിടിപ്പുള്ള 200-500 ഗ്രാമിന് വിലപിടിപ്പുള്ള സാധനം എങ്ങനെ അറബികളൊക്കെ ഇട്ടെറിഞ്ഞാൽ നിങ്ങൾ അടിച്ചു മാറ്റാന്നല്ലാതെ കിട്ടുമോ? എന്നിട്ട് അതിവിടെ നാട്ടിൽ കൊടുക്കുക, പാലൊക്കെ അരച്ച് കുടിച്ചുകൂടെന്ന് പറഞ്ഞിട്ട് അപ്പൊ പ്രസവം ഇടങ്ങാറാവും. പൊരുത്തപ്പിടിക്കേണ്ടി വരും. ഒക്കെ മാപ്പ് ചോദിക്കാം. തമാശ പറയല്ല, എന്ത് ചെയ്യാം? മാപ്പ് ചോദിക്കുക. അങ്ങനെ സംഭവിച്ചു പോയതുണ്ടാവും. പാലസിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ കണ്ടമാന ഫ്രൂട്ട്സും ചോറൊക്കെ കൊണ്ടുവരുന്നത് ഇവർക്ക് പൊരുത്തുണ്ടെങ്കിൽ മാത്രം കൊണ്ടു കൊടുത്താൽ മതി. പൊന്നാര മുമ്പിനിങ്ങളെ, അത് നിങ്ങളുടെ ഈ ഉടമസ്ഥന് ഉറപ്പുണ്ട്, അവർക്ക് പൊരുത്തുണ്ടോ, അവർ പൊരുത്തപ്പെട്ട് തന്നിട്ടുണ്ടോ, നീ കൊണ്ടുപോയിക്കോന്ന് പറയുന്നുണ്ടോ, അല്ലെങ്കിൽ കൊണ്ടുപോയ ഒരു കുഴപ്പമില്ല എന്ന് വാക്കാൽ പ്രവർത്തിയാൽ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ട് ഇതൊന്നും ഇല്ലാതെ വണ്ടിയിലിന്റെ ബാക്കിൽ വെച്ച് പോന്നാലൊന്നും ഹലാലാവില്ല. അതുകൊണ്ട് അള്ളാഹുവിനെ സൂക്ഷിച്ചോളൂ. ഏത് മദലമത്തും നമ്മൾ പറ്റിപ്പോയ ഏത് കാര്യങ്ങളും അത് ഇവിടെ നിന്ന് പൊരുത്തപ്പെടിക്കാഞ്ഞാൽ നാളെ അവിടെ നിന്ന് ഇതൊക്കെ നമ്മുടെ അമലിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും. ഇതൊക്കെ അവിടെ നിന്ന് കട്ട് ചെയ്തു പോകും. നമ്മുടെ സത്കർമ്മങ്ങളൊക്കെ പോയി പോകും. അതുകൊണ്ട് തങ്ങൾ പറഞ്ഞു, ആരെ പറ്റിയെങ്കിലും ഗീബത്തോ നമീമത്തോ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് പൊരുത്തപ്പെടിച്ചോളൂ. നാളെ ഇതൊന്നും പൈസ ഏർപ്പാടില്ലാത്ത കാലമാണ്. നാളെ ഖിയാമത്ത് നാൾ പൈസ കൊടുക്കാൻ പറ്റൂല. കൊടുക്കുന്നത് സൽക്കർമ്മങ്ങളായിരിക്കും. നിങ്ങളുടെ സൽക്കർമ്മം നഷ്ടപ്പെട്ടു പോയേക്കും. അതുകൊണ്ട് കാക്കേണമേ എന്ന്. റഹിമല്ലാഹു അബ്ദൻ, തിരുനബി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, റഹിമല്ലാഹു അബ്ദൻ, ഒരു അടിമക്ക് അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. കാനത് ലി അഖീഹി ഇൻദഹു മദ്ലമത്തുൻ ഫീ അർദിൻ ഔ മാലിൻ, അഭിമാനത്തിലോ സമ്പത്തിലോ എന്തെങ്കിലും ഒരു ദുൽമ് ചെയ്ത തന്റെ കൂട്ടുകാരനോട് ഫജാഅഹു, അയാളുടെ അരികത്തേക്ക് ചൊല്ലുകയും ഫസ്തഹല്ലഹു, എനിക്ക് നിങ്ങൾ ഹലാലാക്കി തരണം, മാപ്പ് തരണം എന്ന് ചോദിക്കുകയും ചെയ്തു. അങ്ങനത്തെ ഒരാൾക്ക് അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു. ഖബ്ല അൻ യുഖദ വലൈസ തമ്മ ദീനാറും വലാ ദിർഹമുൻ, പൈസ കൊണ്ട് കാര്യങ്ങൾ നടക്കാത്ത ഒരു ലോകത്തേക്ക് എത്തുന്നതിന്റെ മുമ്പ് ഇവിടെ വെച്ചുകൊണ്ട് തന്നെ ഒരാളോട് എനിക്ക് മാപ്പ് തരണം എന്ന് ആരെങ്കിലും ചോദിച്ചാൽ അവർക്ക് നീ റഹ്മത്ത് ചെയ്യണം അല്ലാഹ്. നോക്കണം, ഒരു ദുആ കൂടി കിട്ടിയിരിക്കുകയാണ്. ഇവൻ ചെയ്തതോ വേണ്ടാത്ത കാര്യം, മറ്റവനെ പറ്റി ഗീബത്ത് പറഞ്ഞു, നമീമത്ത് പറഞ്ഞു, അല്ലെങ്കിൽ അവരുടെ സമ്പത്ത് അപഹരിച്ചു. എന്നിട്ട് ആരുടെ അഭിമാനമാണോ ക്ഷതം വരുത്തിയത് അയാളോട്, ആരിൽ നിന്നാണോ സമ്പത്ത് എടുത്തത് അയാളോട് ചെന്നിട്ട് എനിക്ക് മാപ്പ് തരണം എന്ന് ചോദിച്ചാൽ ആ ചോദിച്ചവന് റഹ്മത്ത് കൊടുക്കണം. പടച്ചവനെ, ആര് ദുആ ചെയ്യാൻ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ചോദിക്കാനുള്ള പ്രചോദനം കൂടിയാണ്. ഞാൻ ചോദിക്കുമ്പോഴേക്കും ഞാൻ ചെറുതായി പോവോ, ഞാൻ മോശമായി പോവോ, അങ്ങനെയൊന്നും ചിന്തിക്കരുത്. അതൊക്കെ കിബറാണ്, അഹങ്കാരമാണ്. ഒന്നും ചിന്തിക്കാൻ പാടില്ല. മൻ തവാദഅ ലില്ലാഹി റഫഅഹു അല്ലാഹ്, അല്ലാഹുവിന് വേണ്ടി വിനയവും താഴ്മയും കാണിച്ചാൽ അവരെ അല്ലാഹു ഉയർത്തുന്നതാണ്. നമ്മൾ എന്ത് ചെയ്ത് അഹങ്കാരം കാണിക്കരുത്. പൊരുത്തപ്പെടുക, ചോദിക്കുക, പച്ചയിൽ പറയുന്നേ എനിക്ക് മാപ്പ് തരണം കേട്ടോ, അങ്ങനെ മാപ്പാക്കി തരണം. ചോദിച്ചാൽ നിങ്ങൾ മാപ്പ് ചെയ്ത് കൊടുക്കും വേണമെന്നാണ്. അല്ലാഹു മാപ്പ് ചെയ്യുമാറാകട്ടെ. ഹബീബായ നബി തങ്ങളോട് ചോദിക്കപ്പെട്ടു, അയ്യുന്നാസി അഫ്ളലു യാ റസൂലല്ലാഹ്, ആരാണ് നബിയെ മനുഷ്യന്മാരിൽ ഏറ്റവും നല്ലവരാരാണ് നബിയെ? കുല്ലു മഖ്മൂമിൽ ഖൽബി സുദൂഖുൽ ലിസാൻ, മഖ്മൂമുൽ ഖൽബും സുദൂഖുൽ ലിസാനുമാണ് ഏറ്റവും ശ്രേഷ്ഠരായ ആളുകൾ. ഖാലു സുദൂഖുൽ ലിസാൻ നഅരിഫുഹു, സുദൂഖുൽ ലിസാൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കറിയാം നബിയെ, നാവ് കൊണ്ട് സത്യം പറയുന്ന ആളെന്നാണല്ലോ അതിന്റെ അർത്ഥം. ഫമാ മഖ്മൂമുൽ ഖൽബി, എന്നാൽ എന്താണ് മഖ്മൂമുൽ ഖൽബ് നബിയെ? ഫമാ മഖ്മൂമുൽ ഖൽബി, ഏറ്റവും നല്ല ആളുകൾ ആരാന്നറിയോ? നാവ് കൊണ്ട് സത്യം പറയുന്നവര്. പിന്നെ മഖ്മൂമുൽ ഖൽബ് അതെന്താണെന്ന് വിശദീകരണം ചോദിച്ചു അനുയായികൾ, അനുചരന്മാർ തിരുനബിയോട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളുടെ മറുപടി ഹുവ തഖിയ്യുൻ നഖിയ്യു,
അള്ളാഹുവിനെ ഭയപ്പെടുന്ന ശുദ്ധിയായ മനുഷ്യനാണ്, ശുദ്ധിയുള്ള മനുഷ്യനാണ്. ലാ ഇസ്മ ഫീഹി, അയാളിൽ കുറ്റമില്ല. വലാ ബഗ്യ, അക്രമമില്ല. വലാ ഗില്ല, വഞ്ചനയില്ല. വലാ ഹസദ, അസൂയയുമില്ല. അസൂയയില്ലാത്ത, വഞ്ചനയില്ലാത്ത, അക്രമം ചെയ്യാത്ത, പാപങ്ങൾ ചെയ്യാത്ത നല്ല മനുഷ്യർക്കാണ് മഹ്മൂമുൽ ഖൽബ് എന്ന് പറയുന്നത്. അത്തരക്കാരും നാവ് കൊണ്ട് സത്യം പറയുന്നവരും നാളെ രക്ഷപ്പെടും. അവരാണ് ഏറ്റവും ശ്രേഷ്ഠരെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ ഈ റമദാനിൽ ഖൽബൊക്കെ ഒന്ന് ശുദ്ധിയാക്കുക. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്ത് ചെയ്യുക, പറഞ്ഞതും ചെയ്തതൊക്കെ പൊരുത്തപ്പെടുക, അങ്ങോട്ടും ഇങ്ങോട്ട് പൊരുത്തപ്പെട്ട് കൊടുക്കുകയും ചെയ്യുക. ആരും എന്ത് ചെയ്യുക, മനസ്സിലൊന്നും വിചാരിക്കാതിരിക്കുക. നമ്മളെ മനുഷ്യന്മാരല്ലേ, പെട്ടെന്ന് മരിച്ചു പോകൂലേ. വളരെ ചെറിയ ലോകത്തേക്ക് വന്നതാ. അതാനി ജിബ്രീൽ, ജിബ്രീൽ അലൈഹിസ്സലാം അരികത്ത് വന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജിബ്രീൽ തങ്ങൾ പറഞ്ഞു, യാ മുഹമ്മദു, മുഹമ്മദ് നബിയേ, ഇശ് മാ ശിഅത ഫഇന്നക മയ്യിതുൻ. നബിയേ, നിങ്ങൾക്ക് വേണ്ടത്ര ജീവിക്കാം, എത്ര ജീവിച്ചാലും മരിച്ചു പോകും നബിയേ. ഈ ലോകം അങ്ങനെ മരിക്കാതെ നിൽക്കൂല. വഅഹ്ബിബ് മൻ ശിഅത ഫഇന്നക മുഫാരിഖുഹു. നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും സ്നേഹിക്കാം, നിങ്ങൾ അവരോട് വേർപിരിഞ്ഞു പോവുക തന്നെ ചെയ്യും. ഖിയാമത്ത് നാൾ വരെ ഒപ്പം നിൽക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് ആരെയും സ്നേഹിക്കാം, പക്ഷേ ഫഇന്നക മുഫാരിഖുഹു, നിങ്ങൾ അവരോട് വിട പറയുന്നവരാണ്. വഅമൽ മാ ശിഅത, വേണ്ടത് ചെയ്യാം. ഫഇന്നക മജ്സിയും ബിഹി, ആ ചെയ്തതിന് പ്രതിഫലവുമുണ്ട്. നന്മയാണെങ്കിൽ നന്മ, തിന്മയാണെങ്കിൽ തിന്മ. വഅലം, അറിയണം നബിയെ, അന്ന ശറഫൽ മുഅ്മിനി, മുഅ്മിനായ മനുഷ്യന്റെ ഏറ്റവും വലിയ അഭിമാനം എന്ന് പറയുന്നത് ഖിയാമുഹു ബില്ലൈൽ, രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കലാണ്. അതാണ് വലിയ അഭിമാനം. ഒരക്ക് വലിയ ചൊറുക്കലോ പിന്നടിക്കലല്ല. ഏറ്റവും വലിയ മുഅ്മിനായ മനുഷ്യന്റെ അഭിമാനം എന്ന് പറഞ്ഞാൽ അവന്റെ വീടോ പരിസരോ ബിസിനസ്സോ അതൊന്നുമല്ല. ഏറ്റവും വലിയ അഭിമാനം ഖിയാമുഹു ബില്ലൈൽ, രാത്രി അല്ലാഹുവിന് വേണ്ടി എഴുന്നേറ്റ് നിസ്കരിക്കലാണ്. വഇസ്സുഹു, ഒരു മനുഷ്യന്റെ അഭിമാനം എന്ന് പറഞ്ഞത് ഇസ്തിഗ്നാഉഹു അനിന്നാസ്, ജനങ്ങളോട് കൈ കാണിക്കാതിരിക്കലാണ്. ജനങ്ങളുടെ ആശ്രയം സ്വീകരിക്കാത്തവര്, ജനങ്ങളിൽ നിന്ന് വല്ലതും കിട്ടിയിട്ട് ജീവിക്കണമെന്ന് ചിന്തിക്കാതിരിക്കുന്നത്, അവരാണ് ഇസ്സത്തുള്ളവര്. മുഅ്മിനായ മനുഷ്യന്റെ അഭിമാനം എന്ന് പറഞ്ഞത് അവന്റെ രാത്രി നേരത്തെ നിസ്കാരവുമാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മനോഹരമായ ഒരു ആശയം പറഞ്ഞു കൊടുക്കുക. മുഹമ്മദ് നബിയെ, വേണ്ടത്ര ജീവിച്ചോളൂ, പക്ഷേ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഇന്നക മയ്യിതുൻ, അങ്ങ് മരിക്കാൻ പോകുന്നുണ്ട്. ആരെയും സ്നേഹിക്കാം, അവരോടൊക്കെ വേർപിരിയാൻ പോകുന്നുണ്ട്. മരണത്തോടുകൂടെ എത്ര സ്നേഹിച്ച ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിലും മരണത്തോടുകൂടെ വേർപിരിയാൻ പോവാണ്. എത്ര കാലം ജീവിച്ചാലും, എത്ര ആയുസ് കിട്ടിയെന്ന് വിചാരിക്കുക, എന്തായാലും മരിക്കുമെന്ന് ഉറപ്പാണ്. എന്ത് ചെയ്തോളി, അതിനൊന്നും കുഴപ്പമില്ല, ചെയ്തതിന് പ്രതിഫലം ഉണ്ടാവും. നന്മക്ക് നന്മയും തിന്മക്ക് തിന്മയും. പക്ഷേ മുഅ്മിനായ മനുഷ്യന്റെ ഷറഫ് എന്ന് പറയുന്നത്, മാന്യത എന്ന് പറയുന്നത്, ആ മനുഷ്യൻ രാത്രി അള്ളാഹ്ക്ക് വേണ്ടി നിസ്കരിക്കുന്നതാണ്. അതാരെങ്കിലും കാണോ? ആരും കാണൂല. നിങ്ങൾ അള്ളാഹു അല്ലാതെ ആരും അറിയില്ല എന്നാ. ഇനി അതും വാട്സപ്പിൽ സെൽഫി അടിച്ച് പിടിച്ചേക്കണ്ട. ഏത് ആകെ സെൽഫിയാണ്. തഹജ്ജുദ് നിസ്കരിക്കുന്നത് സെൽഫി, ഉംറക്ക് പോകുമ്പോ സെൽഫി, കാബിന്റെ മുമ്പ് സെൽഫി, മക്കാം ഇബ്രാഹിമിന് മുമ്പ് സെൽഫി, റൗദ ശരീഫ് സെൽഫി. മനുഷ്യനാകെ സെൽഫിഷ് ആവുന്നുണ്ട് അല്ലേ. ഷറഫുൽ മുഅ്മിൻ, മുഅ്മിനായ മനുഷ്യന്റെ ഷറഫ്, അഭിമാനം എന്ന് പറഞ്ഞത് ഖിയാമുഹു ബില്ലൈൽ, അവൻ രാത്രി നിസ്കരിക്കുന്നതാണ്. രാത്രി നിസ്കാരത്തിന്റെ പ്രത്യേകത ആരും അറിയില്ല. കാരണം വക്കീലൊരു ഉറങ്ങുമ്പോഴവൻ നിസ്കരിക്കുക, വക്കീലൊരു സുബഹിക്ക് എഴുന്നേൽക്കും. ഇപ്പൊ അങ്ങനെയല്ല. നമ്മൾ ഒന്നുകൂടെ മുഅ്മിനീങ്ങളെ അപ്ഗ്രേഡ് ചെയ്യണം എന്നായി പറഞ്ഞതിന്റെ അർത്ഥം. സുബഹിസ്കാരം അതല്ല, അതിന്റെയൊക്കെ മുമ്പ് തന്നെ, സുബഹിന്റെ മുമ്പ് തന്നെ ആ നിസ്കാരത്തെ പ്രതീക്ഷിച്ചിട്ട് 2 റക്അത്ത് കയറാൻ നിസ്കരിച്ചിരിക്കുക. അതാണ് നിങ്ങളുടെ അഭിമാനം, നിങ്ങളുടെ മാന്യത. അതാണ് നിങ്ങളുടെ അഭിമാനം എന്ന് പറഞ്ഞത്. ആളുകളിലേക്ക് കൈ നീട്ടി ചോദിക്കല്ല, മനുഷ്യന്മാരോട് ജീവിക്കാൻ വേണ്ടി മനുഷ്യന്മാരോട് കൈ നീട്ടല്ല, ആളുകളോട് യാചിക്കല്ല, ജനങ്ങൾക്ക് ഡിപ്പെൻഡന്റ് ആയിട്ട് ജീവിക്കല്ല. അള്ളാഹുലേക്ക് വിഷയങ്ങൾ, അവിടെയാണ് നിങ്ങൾക്ക് ജനങ്ങൾ നിങ്ങളെ ഇഷ്ടപ്പെടണമെങ്കിലും അള്ളാഹു ഇഷ്ടപ്പെടണമെങ്കിലും ജനങ്ങൾക്ക് ഭാരമാവരുത്. ജനങ്ങൾക്ക് തോന്നരുത് ഇയാൾക്ക് ജീവിക്കാൻ നമ്മൾ എന്തെങ്കിലും കൊടുത്താലേ പറ്റുള്ളൂ. അങ്ങനെയൊന്നുമല്ല. ജനങ്ങളുടെ ഡിപ്പെൻഡന്റ് ആവരുത്. നമ്മൾ സ്വന്തമായിട്ട് അധ്വാനിക്കുക, ജോലി ചെയ്യുക. ഞാൻ അതുകൊണ്ട് എന്റെ അധ്വാനം കൊണ്ട് ജീവിക്കും, അൽഹംദുലില്ലാ. ഇതാണ് മുഅ്മിനായ മനുഷ്യന്റെ ഇസ്സത്ത് എന്ന് പറഞ്ഞത്. അതാണ് ഇസ്സത്ത്. അള്ളാഹു നമുക്ക് ഇസ്സത്ത് നൽകുമാറാകട്ടെ. ഖിയാമുൽ ലൈൽ കൊണ്ട് ഷറഫും അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. അപ്പോ രാത്രിയിലെ ആ നിസ്കാരം പ്രത്യേകം അള്ളാഹു തആലക്ക് വേണ്ടി നിർവഹിക്കാർ. അള്ളാഹുവിന്റെ മുനാജാത്ത് കൊണ്ട്, അള്ളാഹുവിനോടുള്ള ആ ഒരു അഭിമുഖ സംഭാഷണം കൊണ്ട് ആനന്ദം കിട്ടുന്ന നിസ്കാരങ്ങളാക്കിയൊക്കെ മാറുക. എന്തെങ്കിലും നിസ്കാരം നഷ്ടപ്പെടുന്നതിനെ പറ്റി നമുക്ക് പറയാൻ പോലും പറ്റുന്നില്ല. നഷ്ടപ്പെടൽ എങ്ങനെയാണ്? ഖിയാമുൽ ലൈൽ നടത്തണം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ അങ്ങനെ സുബഹിയോ അല്ലെങ്കിൽ മറ്റു നിസ്കാരങ്ങൾ നഷ്ടപ്പെടുന്നതിനെ സംബന്ധിച്ച്
ചിന്തിക്കാൻ പോലും പറ്റില്ല. സ്വഹാബത്തിൽ ഒരു സ്വഹാബി വന്നു, പള്ളിയിലേക്ക് കടന്നു വന്നു ഒരു സ്വഹാബി. ആ സമയത്ത് ആളുകളൊക്കെ പള്ളിയിൽ നിന്നിട്ട് ഇറങ്ങിപ്പോരാണ്. ചോദിച്ചു എന്തേന്ന് ചോദിച്ചു. നിസ്കാരം കഴിഞ്ഞ് ജമാഅത്ത് കഴിഞ്ഞ് ഞങ്ങൾ പോരാണ്, സുബഹിസ്കാരത്തിന് വന്നതാണ്. പള്ളിയിൽ ജമാഅത്ത് കഴിഞ്ഞ് ആളുകൾ പുറത്തിറങ്ങാൻ, നിങ്ങൾ എന്താ ഇറങ്ങണം ചോദിച്ചു. നിസ്കാരമൊക്കെ ജമാഅത്ത് കഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞു. ഈ മനുഷ്യനും പടച്ചോനെ നിസ്കാരം കഴിഞ്ഞ റബ്ബേ ജമാഅത്ത് എനിക്ക് നഷ്ടപ്പെട്ടോ എന്നും പറഞ്ഞ ഒരൊറ്റ നിലവിളി. ആ നിലവിളിയിൽ ഇയാളങ്ങ് താഴെ വീണു. ഇയാൾ പറഞ്ഞു, നിസ്കാരം കഴിഞ്ഞ് ഇറങ്ങുന്നു പറഞ്ഞു, പൊന്നാര ചങ്ങാതി നിന്റെ നിസ്കാരം നീ എടുത്തോ, നിന്റെ ആ നിലവിളി എനിക്കിതാ. നിനക്ക് ഇങ്ങനെയൊക്കെ നിസ്കാരത്തെ പറ്റി ബോധമുണ്ടല്ലോ റബ്ബേ, ഞാൻ നിസ്കരിച്ച് ഇറങ്ങുന്നതാണ്, എന്റെ നിസ്കാരം നീ എടുത്തോ, ആ നിലവിളി നീ എനിക്കിതാ എന്ന് ഒരു സ്വഹാബി ആ സ്വഹാബിയോട് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് നോക്കുമ്പോ എടുത്തുകൊണ്ടുപോകുമ്പോ ഹൗവിൻ അലൈക് സാരില്ല, ഒന്ന് സമാധാനിക്ക്, സാരില്ല, നിസ്കാരത്തിൽ ഖളായിട്ട് പോലുമില്ല. ജമാഅത്ത് പള്ളിയിലെ ആദ്യത്തെ ഇമാമോടുകൂടെയുള്ള നിസ്കാരം നഷ്ടപ്പെട്ടിട്ടേ ഉള്ളൂ. ഒരു സ്വഹാബിയാണിത്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന കാലത്ത് നോക്കുമ്പോ അദ്ദേഹം മരിച്ചിട്ടുണ്ട്, വഫാത്തായിട്ടുണ്ട്. രാത്രി സമയം ഈ കൂട്ടുകാരൻ സ്വപ്നം കണ്ടിരിക്കുകയാണ്. ലഖദ് ഇഷ്തറൈത ജൗഹറൽ ഹയാ വശിഫാഅർ റൂഹി ഫബിഹർഖതി ഹാദിഹിൽ ലാഹ വബിസ്വദ്മി ഹാദൻ നദം ഖുബിറത് സ്വലാത്തുൻ നാസി കാഫ. ഈ ഒരു മനുഷ്യന്റെ കടന്നുവരലും ആ മനുഷ്യന്റെ നിലവിളിയും കാരണം ആ പള്ളിയിൽ നിന്ന് നിസ്കരിച്ച മുഴുവൻ ആളുകളുടെയും നിസ്കാരം അള്ളാഹു സ്വീകരിച്ചിരിക്കുന്നു എന്ന് ഈ സ്വഹാബിക്ക് ഇയാളോട് നോക്കി പറഞ്ഞില്ലേ, നിന്റെ നിലവിളി എനിക്ക് താ, എന്റെ നിസ്കാരം നീ എടുത്തോ എന്ന് പറഞ്ഞാൾക്ക് അള്ളാഹു സ്വപ്നദർശനം കൊടുത്തു. മഹാന്മാർ ഇത് ഉദ്ധരിച്ചിട്ടുണ്ട് ഹദീസുകളിൽ സംഭവം. ജമാഅത്ത് നഷ്ടപ്പെടുമ്പോഴേക്കുമുള്ള പേടി അതാണ്. പിന്നില്ല നിസ്കാരം അള്ളാഹുല. അള്ളാഹു നമുക്കൊക്കെ ഇബാദത്തിൽ ഇസ്തിഖാമത്ത് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഈ റമദാൻ ഈമാൻ സജീവമാക്കേണ്ട സമയമാണ്. നമ്മുടെ നിസ്കാരങ്ങളിലൊക്കെ വർധനവുണ്ടാവണം. അള്ളാഹുവിനോട് തൗഫീഖിനെ ചോദിക്കുക. ഉത്ലുബുൽ ഖൈറ, നിങ്ങൾ നന്മയെ തേടണം എന്ന് പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എവിടെയെങ്കിലും ഒരു ക്ലാസ് നടക്കുന്നുണ്ട്, സ്വലാത്തുണ്ട്, ദിക്റുണ്ട്, ഖുർആൻ പാരായണമുണ്ട്, ദീനെ സംബന്ധിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നിങ്ങൾ ചെല്ലണം. ഉത്ലുബു, നിങ്ങൾ അന്വേഷിക്കണം. എവിടെയെങ്കിലും ഉണ്ടോ പഠിക്കാനുണ്ടോ, നിങ്ങൾ അന്വേഷിക്കണം. അല്ലാഹുവിന്റെ ഹബീബ് പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, വതഅറദൂ ലിനഫഹാത്തില്ലാഹ്, അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ കാറ്റുകളിലേക്ക് നിങ്ങൾ നിന്നു കൊടുക്കണം. ഫഇന്ന ലില്ലാഹി നഫഹാതും മിർ റഹ്മതി, അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ കാറ്റുകൾ അടിച്ചു വീശാൻ പോകുന്നുണ്ട്. യുസീബു ബിഹാ മൻ യശാ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ആ കാറ്റുകൾ തട്ടും. വിശുദ്ധ റമദാൻ അള്ളാഹുവിന്റെ മൗസിമുൽ ഖൈർ, നന്മയുടെ സീസൺ ആണെന്നാണ്. അവിടേക്ക് നന്മയുടെ റഹ്മത്തിന്റെ കാറ്റുകൾ അടിച്ചു വീശും. നിങ്ങൾ നിന്നൊടുക്കണം എന്ന് പറഞ്ഞാൽ റമദാൻ എല്ലാ ദിവസവും ഉറങ്ങാൻ. റമദാൻ നിങ്ങൾ എഴുതിയിട്ട് എന്നിട്ട് എന്ത് ചെയ്യുക? നിസ്കരിക്കുക. സാധാരണ അങ്ങനെ പത്രം വായിച്ചിരിക്കുക, പത്രമൊക്കെ പൂട്ടിച്ചിട്ട് എന്ത് ചെയ്യുക? ഖുർആനോത്. മുഴുവൻ സമയം ഫേസ്ബുക്കും വാട്സപ്പിലുമാണ്. അതൊക്കെ ഒന്ന് പൂട്ടി വെക്കുക. റമദാനുകളൊന്ന് പൂട്ടി വെച്ചേക്ക് പൊന്നാര മുഅ്മിനീങ്ങളെ. എന്ത് ചെയ്യുക? കുറച്ചു നേരം അള്ളാഹുവിന്റെ കിതാബൊക്കെ ഒന്ന്, ഖുർആനൊക്കെ ഓതി, തഫ്സീറൊക്കെ ഒന്ന് വായിച്ച്, ഹദീസുകളൊക്കെ ഒന്ന് വായിച്ച്, നല്ല സ്വഹാബത്തിന്റെ ചരിത്രങ്ങളൊക്കെ ഒന്ന് പഠിച്ച്, അതൊക്കെ അല്ല എന്താ വാട്സപ്പിൽ വരുന്നതൊക്കെ വായിച്ചിട്ട് അതിലുണ്ട് കുറെ നന്മകൾ വരുന്നുണ്ട്. അൽഹംദുലില്ലാ, നല്ല കാര്യം തന്നെയാണ്. പക്ഷെ റമദാൻ ഇതൊക്കെ ഒന്ന് പൂട്ടി വെക്കുക. നഷ്ടപ്പെടാനോ ഒന്നുമില്ല. നമ്മൾ അറിയേണ്ട നിർബന്ധമായ വിഷയങ്ങൾ എന്താണ് നമ്മൾ അറിഞ്ഞിരിക്കും അല്ലേ? അപ്പോ വെറുതെ സമയം എന്ത് ചെയ്യുക? സോഷ്യൽ മീഡിയയിൽ കളയരുത്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അത് വലിയൊരു ഫിത്നയാണ്. നന്മക്കാണെങ്കിൽ വലിയ ഖൈറാണ്, തിന്മക്കാണെങ്കിൽ വലിയ ഫിത്നയാണ്. അൽഹംദുലില്ലാ, ഒരുപാട് ആളുകൾ നന്മക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അള്ളാഹു ഖൈർ ചെയ്യട്ടെ. പരിശുദ്ധ റമദാനിൽ ഖുർആൻ ഓതണം. വാട്സപ്പ് വായിക്കുന്നതിനെക്കാട്ടൊക്കെ വലിയ ഖൈർ ഖുർആൻ തന്നെയാണ്, ഒരു സംശയമില്ലല്ലോ. എന്ത് ചെയ്യുക? അതൊക്കെ പൂട്ടിച്ചിട്ട് എന്ത് ചെയ്യുക? വിശുദ്ധ ഖുർആൻ. ഒന്നുമില്ല, വൈഫൈ ഒക്കെ ഓഫ് ചെയ്തിട്ട് വിശുദ്ധ ഖുർആൻ ഓതുക. ധാരാളം ഖുർആൻ ഓതുക. ഫഇന്ന ലില്ലാഹി നഫഹാതും മിർ റഹ്മതിഹി, അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ കാറ്റുകൾ അടിച്ചു വീശുന്നുണ്ട് റമദാനിൽ. യുസീബു ബിഹാ മൻ യശാ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ആ കാറ്റുകൾ ലഭിക്കും. അല്ലാഹുവിനോട് ചോദിക്കണം. അയസ്തുറ ഔറാതികും, നിങ്ങളുടെ രഹസ്യങ്ങൾ മറച്ചു തരാൻ അല്ലാഹുവിനോട് ചോദിക്കണം. രഹസ്യങ്ങൾ മറച്ചു തരാൻ. നിങ്ങൾ ഇഷ്ടപ്പെടാത്തത് ആളുകൾ അറിഞ്ഞാൽ നിങ്ങൾ വിഷമിച്ചു പോകുന്നത്, ആളുകൾ അറിയരുത് എന്ന് വിചാരിക്കുന്നത്, നിങ്ങൾ ചെയ്തു പോയ തെറ്റുകള്, ബ്ലാക്ക് മെയിലുകളൊക്കെ ഉണ്ടാവും അല്ലേ? പടച്ചവനെ, ഞങ്ങളുടെ രഹസ്യങ്ങളൊക്കെ നീ മറച്ചു വെക്കണം അല്ലാഹ്. നിങ്ങളുടെ പേടികൾക്ക് ശമനം നൽകാനും അള്ളാഹുവിനോട് ചോദിക്കണം. പേടി വരും, ജീവിതത്തിന്റെ ഭാഗമാണത്. ഓരോ പേടി, ഗൾഫിയർക്ക് പേടി വിസടിക്കുമെന്ന കാലം, ഓരോ പേടി ഉണ്ടാവും. അസുഖം എന്ന് പഠിച്ചവന്റെ അസുഖം എന്തായി പോകുന്നതായിരിക്കും. അങ്ങനെ ഓരോ പേടി എപ്പോഴും ഉണ്ടാവും, ഓരോരോ പേടി. ഖബറിൽ ചെന്ന് കിടക്കുമ്പോ എന്താകും? പടച്ചവനെ, മുഅ്മിൻ എങ്ങനെയാ പേടിക്കേണ്ടത്? എന്റെ ആഖിബത്ത് എങ്ങനെയാവും? അല്ലാഹുവേ, മരിച്ചു പോകുന്ന അവസരം എങ്ങനെയായിരിക്കും?
അള്ളാഹുവിനോട് ചോദിക്കണം. അപ്പോ രഹസ്യങ്ങള് അള്ളാഹുവിനോട് ചോദിക്കുക. റബ്ബേ, ഈ റമദാനിൽ എനിക്ക് സിത്ർ തരണം പടച്ചവനെ. റമദാൻ കഴിഞ്ഞാലും എന്റെ അഭിമാനത്തിന് നീ എന്ത് ചെയ്യണം? സിത്ർ തരണം. പിന്നെ പേടികൾക്ക് അഭയം തരണം. അള്ളാഹുവിനോട് ഇങ്ങനെ ദുആ ചെയ്യുന്ന, പേടി കൊണ്ട് വിഷമിക്കുന്നവരൊക്കെ ഉണ്ടാവും. അവർ ദുആ ചെയ്യേണ്ട ദുആ അല്ലാഹുമ്മ അസ്തുർ ഔറാതിന വആമിൻ റൗആതിന. അല്ലാഹുമ്മ അസ്തുർ ഔറാതിന വആമിൻ റൗആതിന. പറഞ്ഞു നോക്കൂ. അല്ലാഹുമ്മ അസ്തുർ ഔറാതിന വആമിൻ ഔറാതിന. സോറി, അല്ലാഹുമ്മ അസ്തുർ ഔറാതിന വആമിൻ റൗആതിന. അല്ലാഹുവിനോട് ചോദിക്കുക. അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ കാറ്റ് വരും. റമദാനിൽ ഈ ദുആ ദ്വാരക്കണം എന്നാണ് നബി തങ്ങൾ പറയുന്നത്. നിങ്ങൾ എന്ത് ചെയ്യുക? അള്ളാഹുവിനോട് സിത്റിനെ ചോദിക്കുക, മറട്ട് തരാൻ വേണ്ടി പറയാ. പിന്നെ അള്ളാഹുവിനോട് പേടിയിൽ നിന്ന് അഭയം തരാൻ വേണ്ടി പറയാ. ഇഖ്ലാസോട് കൂടെ അമല് ചെയ്യുക. എല്ലാ വിഷയം കുല്ലു മാ ലാ യുറാദ് ബിഹി വജ്ഹുല്ലാഹ് യദ്മഹിൽ. ഏത് പ്രൊജക്റ്റും, ഏത് പദ്ധതിയും, ഏത് പ്രസ്ഥാനവും, ഏത് സംഘടനയും, ഏത് ബിൽഡിങ്ങോ, ഏത് കച്ചവടമോ എന്തോ ആകട്ടെ, കുല്ലു മാ ലാ യുറാദ് ബിഹി വജ്ഹുല്ലാഹ്, അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിക്കാത്തത്, അള്ളാഹുവിന്റെ തൃപ്തിയും അള്ളാഹുവിന്റെ പൊരുത്തവും ഉദ്ദേശിക്കാതെ ചെയ്യുന്നതെല്ലാം യദ്മഹില്ലു, അത് വാടിപ്പോവും. വാടിപ്പോവെന്ന് പറഞ്ഞാൽ എന്താ? മുളക്കും. മുളച്ചിട്ടല്ലേ വാടാൻ പറ്റുള്ളൂ. മുളക്കും ചിലപ്പോ, പക്ഷെ അത് വാടിപ്പോവും, നിലനിൽക്കൂല. അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിക്കാത്ത വിഷയങ്ങളൊക്കെ അങ്ങനെയാണ്. കുല്ലു മാ ലാ യുറാദ് ബിഹി വജ്ഹുല്ലാഹ്. മഹാനായ റബീഉ ബിൻ ഖസീം തങ്ങൾ പറഞ്ഞ വാക്കാണത്. ചില ആളുകൾ ചോദിച്ചു, മഹാനായ ഹംദൂൻ അൽ ഖസ്വാർ റഹ്മത്തുള്ളാഹി അലൈഹിയോട് ചോദിച്ചു, മാ ബാലു കലാമി സലഫ് അൻഫഉ മിൻ കലാമിന. നമ്മുടെ മുൻഗാമികളൊക്കെ ഒരു വാക്ക് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സ് തട്ടുമായിരുന്നല്ലോ, എന്തേ ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ട് കൽബിൽ തട്ടാത്തത് എന്ന് ചോദിച്ചപ്പോ മഹാനായ ഹംദൂൻ അൽ ഖസ്വാർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ലിഅന്നഹും തകല്ലമു ലിഇസ്ദിൽ ഇസ്ലാം. അവർ സംസാരിച്ചത് ഇസ്ലാമിന് ഇസ്സത്ത് കിട്ടാനാണ്. വനജാത്തിൻ നുഫൂസ്, മനുഷ്യന്മാരെ രക്ഷപ്പെടണമെന്ന് വിചാരിച്ചിട്ടാണ് മുൻഗാമികൾ സംസാരിച്ചത്. വറിദർ റഹ്മാൻ, കാരുണ്യവാനായ അള്ളാഹുവിന്റെ പൊരുത്തം കിട്ടണമെന്ന് വിചാരിച്ചിട്ടാ അവരാളുകൾക്ക് വല്ലതും പറഞ്ഞു കൊടുത്തത്. ആ ഒരൊറ്റ വാക്കിൽ തന്നെ കൽബിലേക്ക് തട്ടുകയാണ് ഉണ്ടായത്. ഇപ്പൊ നടക്കുന്നത് എന്താണ്? വനഹ്നു നതകല്ലം. മഹാനായ ഹംദുൽ ഖസ്സാർ തങ്ങൾ പറയാ, നമ്മൾ സംസാരിക്കുന്നുണ്ട് ലിഇസ്ദിൻ നുഫൂസ്, അഭിമാനം ഉണ്ടാവാൻ വേണ്ടി, ത്വലബിദ് ദുനിയ, പൈസ ഉണ്ടാക്കാൻ വേണ്ടി, റിളൽ ഖൽഖ്, ജനങ്ങൾ തൃപ്തിപ്പെടാൻ വേണ്ടി. ഇതൊന്നും നോക്കണ്ട, അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി ചെയ്തേക്കണം. അള്ളാഹുവിന്റെ പൊരുത്തം, ദീനിന്റെ ഇസ്സത്ത്, മനുഷ്യന്മാര് നന്നാവണം. ഇത് നമ്മുടെ ലക്ഷ്യമായി മാറിയാൽ വാക്കുകൾ ഫലിക്കുമെന്ന് പറഞ്ഞാൽ നമ്മുടെ വാക്കുകളിൽ, പ്രവർത്തനങ്ങളിൽ ഇഖ്ലാസ് ഉണ്ടായിരിക്കും. എല്ലാവരും സാധാരണക്കാരും ഉസ്താദുമാരും അത് പറയണമല്ലോ ഒക്കെ ഈ വിഷയത്തിൽ ഒരുപോലെയാണ്. ഇഖ്ലാസ് ഉണ്ടെങ്കിൽ മാത്രമേ അല്ലാഹു തആല സ്വീകരിക്കുകയുള്ളൂ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. മഹാനായ ജാബിർ റളിയല്ലാഹു തആല അൻഹു പറയുമായിരുന്നു, ഇദാ സുംത, നിങ്ങൾ നോമ്പ് നോൽക്കുകയാണെങ്കിൽ, ഫൽയസും സംഉക, നിങ്ങളുടെ കാത് നോമ്പ് നോൽക്കണം, വബസറുക, നിങ്ങളുടെ കണ്ണ് നോമ്പ് നോൽക്കണം, വലിസാനുക അനിൽ കദിബി വൽ മആസിം, നാവ്, നുണകളിൽ നിന്ന് നാവും നോമ്പ് നോൽക്കണം. നോക്കിക്കോളൂ, റമദാനിൽ എന്തെങ്കിലും ഒരു കോൺട്രവേഴ്ഷ്യൽ ഇഷ്യൂസ് വരും. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഇപ്രാവശ്യമെങ്കിലും അങ്ങനെ ഒരു ഫിത്നയുള്ള വാർത്തയും വരാതെ അള്ളാഹു കാക്കുമാറാകട്ടെ. എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വിശുദ്ധ റമദാൻ വരുമ്പോൾ ഒരു എന്തെങ്കിലും ആവശ്യമില്ലാത്തൊരു സോഷ്യൽ മീഡിയയിലെ ചർച്ച, അല്ലെങ്കിൽ ന്യൂസ് ചാനലുകാർക്ക് ഒരു ചർച്ച, അങ്ങനെ രാഷ്ട്രീയമായും അല്ലാതെയുമുള്ള വെറുതെ ഫിത്നകൾ പറഞ്ഞ് തർക്കത്തിന് തർക്കവും, മറുപടിക്ക് മറുപടി, അതിന് മറുപടിയും. മുഅ്മിനീങ്ങളെ, ദയവ് ചെയ്ത് അതിലേക്കൊന്നും പോകണ്ട. ഇൽമുമായി, ദീനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, മസ്അലകൾ, ഫത്വകൾ നമ്മൾ സാധാരണക്കാർ പറയാൻ നിൽക്കണ്ട. അത് ആലിമീങ്ങൾ പറഞ്ഞോട്ടെ, അതിന്റെ വരും വരായികൾ അവരനുഭവിച്ചോളൂ. നമ്മൾ എന്ത് ചെയ്യണ്ട? റൂമിൽ ഇരുന്നിട്ട് ഹലാലും ഹറാമും പറയാൻ നിൽക്കണ്ട. നമ്മൾ അമല് ചെയ്തോളൂ, സൽക്കർമ്മങ്ങൾ ചെയ്തോളൂ, ഖുർആൻ ഓതിക്കോളൂ, നന്മ പറഞ്ഞോളൂ, നന്മ കേട്ടോളൂ, നല്ലത് പഠിച്ചോളൂ, നല്ലത് പ്രവർത്തിച്ചോളൂ. കോൺട്രവേഴ്ഷ്യൽ ഇഷ്യൂസ് വരുന്നു, നമ്മളൊന്നും പറയാൻ നിൽക്കണ്ട. അത് അതിന്റെ അഹലുകാരിലേക്ക് വിടുക. അത് പറയേണ്ടവർ പറഞ്ഞു കൊടുത്തോളൂ കാര്യങ്ങൾ. എന്ത് പറഞ്ഞാലും തിരിയാത്ത ആൾക്കാരുണ്ടാവും, ഓരോട് നിങ്ങൾ പറയാൻ പോകും വേണ്ട. ഇപ്പൊ അങ്ങനെയാണ് കുറെ ആൾക്കാർ. വിട്ടേക്കണം. നോമ്പ് നോക്കുമ്പോ കണ്ണ് നോൽക്കണം, ചെവി നോൽക്കണം, നാവ് നോമ്പ് നോൽക്കണം എന്നാണ്. അയൽവാസികളെ ബുദ്ധിമുട്ടാക്കരുത് നോമ്പ് നോൽക്കുമ്പോ. നോമ്പ് നോൽക്കുന്ന സമയത്ത് നിങ്ങളുടെ മുഖത്തൊരു ഗംഭീരവും ഒരു സക്കീനത്തും വരണമെന്നാണ്. നോമ്പുകാരനാണെന്ന് തോന്നണം. നോമ്പ് നോൽക്കുന്നതും നോമ്പ് നോൽക്കാത്ത ദിവസവും ഒരുപോലെ ആവരുത്. ഇത് നോമ്പിന്റെ പ്രത്യേകതയാണ്.
റമദാനിന്റെ ഒരു മഹത്വം അങ്ങനെയാ. റമദാനിലും അല്ലാത്തതും ഒരുപോലെയാവരുത്. സാധാരണ 4 പേപ്പർ വാങ്ങാറുണ്ട്. അത് ഇത് 4-5 പേപ്പറുകൾ ഒരുമിച്ച് ന്യൂസ്, അപ്പോഴേക്കും വൈകുന്നേരമാവും. പിന്നെ ന്യൂസ് ചാനൽ അങ്ങനെ വൈകുന്നേരമായി. പിന്നെ കുറച്ച് രാഷ്ട്രീയ ചർച്ചകളും കഴിഞ്ഞു പിന്നെ നോമ്പ് തുറന്ന് ഇതല്ല. ഇത് റമദാൻ അല്ലാത്തപ്പോഴും ഉള്ളപ്പോഴും ഒരുപോലെ അങ്ങനെ ആവരുത്. റമദാനിൽ അതൊക്കെ മാറ്റിവെച്ചിട്ട് കുറെ ദിക്റും കുറെ സ്വലാത്തും വിശുദ്ധ ഖുർആനും ഓതുകയാണ്. നമ്മുടെ നാവ് നോമ്പ് നോൽക്കാതെ അള്ളാഹുവിന്റെ നോമ്പ് വേണ്ട. പട്ടിണി കിടക്കാനല്ലല്ലോ പറഞ്ഞത്, ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്നാണ്. അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്നാണ്. പട്ടിണിയുടെ വിശപ്പിന്റെ ദാഹത്തിന്റെ വിഷമം അറിയാനല്ല നോമ്പ് നോൽക്കാൻ പറഞ്ഞത്. അല്ലേ, നമ്മൾ അങ്ങനെ പറയാറുണ്ട്. മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ എന്റെ മസല അങ്ങനെയല്ല എന്ന്. പാവപ്പെട്ടവന്റെ വിശപ്പിന്റെ കാഠിന്യം അറിയാനാ നോമ്പ് നോൽക്കുന്നത്. നല്ല രസമല്ല വർത്താനാണത്. അങ്ങനെയാണെങ്കിൽ പാവപ്പെട്ടവരോട് നോമ്പ് നോൽക്കണ്ട എന്നുള്ള പറയും. നിങ്ങൾക്ക് ഏതായാലും അറിയാലോ, മുതലാളിമാരെ നോറ്റാൽ മതി എന്ന് പറയും. അങ്ങനെയല്ല, എല്ലാവരും നോൽക്കണം. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കാൻ വേണ്ടിയാണ്. പിന്നെ അതിന്റെ ഒരു സോഷ്യൽ ബെനിഫിറ്റ് ആണ് വിശപ്പ് അറിയുന്നൊക്കെ. അത് വിശക്കുന്നു നോമ്പുൽക്കുന്നുണ്ട്, അത് മനസ്സിലാക്കണം നമ്മൾ. അവൻ ഏതായാലും അറിഞ്ഞും അറിയാണ്, അതല്ല വിഷയം. നിങ്ങൾക്ക് ഹലാലായിരുന്ന ഒരു സംഗതി, പച്ചവെള്ളം നോമ്പില്ലാതിരുന്ന സമയത്ത് നിങ്ങൾക്ക് ഹലാലാണ്. പക്ഷേ നോമ്പ് നിൽക്കുമ്പോൾ നിങ്ങൾ തുടരുന്നില്ല. എന്റെ ഈ ഹലാൽ തൊട്ടാൽ എന്റെ നോമ്പ് മുറിയും, അതുകൊണ്ട് ഞാൻ തൊടൂല. എന്നാ പിന്നെ റമദാൻ അല്ലാത്തപ്പോ കള്ള് കണ്ട എങ്ങനെ നിങ്ങൾ കൈ നീട്ടുന്നത്? ഹലാല് പോലും ഹറാമ് പോലെ കാണാൻ നിങ്ങൾക്ക് കഴിയുമല്ലോ നോമ്പ് നോറ്റാൽ. അതുകൊണ്ട് റമദാനിലും അല്ലാത്തപ്പോഴും അല്ലാഹ് ഹറാമാക്കിയത് ഹറാമാണെന്ന് കണക്കാക്കിയ പോരെ. ഇതിനാണ് ലഅല്ലക്കും തത്തഖൂൻ. ഭക്ഷണം ഉണ്ട്, ഹലാലായ ഭക്ഷണം. നിങ്ങൾ തൊടുന്നില്ല നോമ്പ് നോൽക്കുമ്പോ, അത് നിങ്ങൾക്ക് ഹലാലാണ്. പക്ഷെ നോമ്പുകാരനാണ് ഞാൻ, തൊടൂല. എന്നതുപോലെ ഞാൻ മുസ്ലിമാൻ, അല്ലാഹ് പറഞ്ഞു തൊടല്ല, ഞാൻ തൊടൂല. ഇത് കിട്ടാനാണ് ഞാൻ നിങ്ങളെ കൊണ്ട് നോമ്പ് നോൽപ്പിക്കുന്നത് എന്നാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. നോമ്പിന്റെ ലക്ഷ്യം അതാണ്. അപ്പൊ റമദാൻ വരെ ഭയങ്കര ഉഷാറ്, പെരുന്നാളായ അപ്പൊ തുടങ്ങി ഗാനമേള, അത് പറ്റൂല. അത് ചെയ്യുന്നത് കാപട്യമാണ്. റമദാനിൽ റമദാൻ കഴിഞ്ഞ പിന്നെ പിരിച്ചുവിട്ടോ, അള്ളാഹൊന്നും ഇല്ല ഇവിടെ. പിന്നെ ഉണ്ട് ലഅല്ലക്കും തത്തഖൂൻ. റമദാനിൽ നിങ്ങൾക്ക് ഹലാലായ പച്ചവെള്ളവും ഭക്ഷണവും നിങ്ങൾ ഉപേക്ഷിക്കാൻ തയ്യാറാണെങ്കിൽ റമദാൻ കഴിഞ്ഞാൽ പിന്നെ ഹറാമുകൾ ഹറാമായിട്ട് എന്തായാലും നിങ്ങൾക്ക് ഉപേക്ഷിക്കാൻ പറ്റണം. അതിനല്ലേ നോമ്പ് നോൽക്കാൻ പറഞ്ഞത്. എന്നല്ല നമ്മൾ നോമ്പ് നോൽച്ചിട്ട് കുറച്ച് ഭക്ഷണവും വെള്ളം ബാക്കിയായി ആഫ്രിക്ക കൊടുത്തേക്കാനാ? അല്ലേ, അങ്ങനെയൊന്നും ചെയ്യുന്നില്ലല്ലോ. റമദാനിൽ ചെലവ് കൂടുതലുമാണ്. പുനാര മുഅ്മിനീങ്ങൾ അതുകൂടെ പറയണം, ദയവ് ചെയ്ത് ഈ റമദാനെങ്കിലും ചെലവ് കുറക്കണം. അള്ളാഹു നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ. നാട്ടിൽ നിന്ന് വിളി വന്നിട്ടുണ്ടാവും, പിന്നെ റമദാനക്ക് 20-30,000 ഏറെമാണ് കേട്ടോ. സാധാരണ 10,000 അയക്കുന്നവരാണ് ഈ പറയണത്, 30,000 30 അയക്കുന്നവർ 1,00,000. എന്താ റമദാനല്ലേ, റമദാനിൽ ചെലവ് ചുരുക്കണം എന്നാ പറഞ്ഞത്. നമുക്കത് ചുരുക്കാൻ പറ്റിയില്ലെങ്കിൽ എങ്ങനെ ചുരുങ്ങുക? ഭക്ഷണം കുറക്കുക, നമ്മുടെ പലഹാരങ്ങളൊക്കെ കുറക്കുക. നമ്മൾ നോമ്പ് നോറ്റ് അള്ളാഹുവിന് ആവശ്യമായ രീതിയിൽ നമ്മുടെ ശരീരത്തിന് നോമ്പിന്റെ ആ ഒരു മഹത്വം പുണ്യം നമ്മൾ മുമ്പ് പറഞ്ഞ വിഷയമാണ്. അതുകൊണ്ട് അതിലേക്കൊന്നും കടക്കാത്തത്. നോമ്പായിരിക്കുക. ഭക്ഷണം കുറച്ചുകൊണ്ടാണ് നോമ്പ് നോൽക്കുന്നത്. മിനിമം ഭക്ഷണം കൊണ്ട് സർവൈവ് ചെയ്യണം. ഭക്ഷണം കൂടുതലായി കഴിച്ച് നോമ്പിൽ ചെലവ് കൂടരുത്. നോമ്പ് ആകുമ്പോഴേക്കും ചെലവ് പകുതിയായി ചുരുങ്ങണം. അതിന് പറ്റുമോ? ഒരു ഇൻഷാ അല്ലാഹ് എന്ന് പറയാൻ തയ്യാറുണ്ടോ? നമ്മുടെ ബാച്ചലർ റൂമില് അല്ലേ, ഇവിടുത്തെ ഫാമിലികളൊക്കെ നാട്ടിൽ നടക്കുമെന്നാ എന്റെ സംശയം. നമ്മളിവിടുന്ന് ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നാട്ടില് ഇവർക്ക് മനസ്സിലാവുണ്ടാവില്ല. നാട്ടിൽ പറഞ്ഞു കൊടുക്കുക. നോമ്പ് തുറപ്പിക്കലൊക്കെ എന്ത് ചെയ്യുക, മിനിമം കുറേ പലഹാരങ്ങളൊന്നും ഉണ്ടാക്കേണ്ട. പ്രത്യേകിച്ച് പെണ്ണുങ്ങൾ കിച്ചണിൽ കയറിയിട്ട് സമയം കളയാണ്. എത്രയോ അപ്പങ്ങളൊക്കെ നോമ്പ് നോക്കുന്നവന് കുറേ തിന്നണം എന്നൊക്കെ തോന്നും. നോറ്റ് കഴിഞ്ഞാൽ നോമ്പ് തുറക്കുമ്പോൾ അതൊന്നും ആവശ്യം ഉണ്ടാവില്ല. അതുകൊണ്ട് റമദാൻ കഴിഞ്ഞിട്ടാവാം അതൊക്കെ. റമദാനിൽ പരമാവധി ചുരുക്കുക. പെണ്ണുങ്ങൾക്കും സമയം കൊടുക്കുക, ഇബാദത്ത് ചെയ്യട്ടെ. നിങ്ങളും ഇബാദത്ത് ചെയ്യും, ശരീരത്തെ ശുദ്ധിയാക്കി. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തിരുന്ന മാസമാണത്, ശ്രദ്ധിക്കണം. പിന്നെ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു റമദാൻ ആകുമ്പോൾ ഹദീസ് പഠിപ്പിച്ചു കൊടുക്കുന്ന മഹാന ആര്? അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. ഹദീസിന്റെ മജ്ലിസും അഹ്ലുൽ ഇൽമുമായി മുതഅല്ലിമീങ്ങൾക്ക് ഇൽമു പഠിപ്പിച്ചു കൊടുക്കുന്നത് പോലും ഉപേക്ഷിച്ച് ബഹുമാനപ്പെട്ടവർ യുഖ്ബിലു അലാ തിലാവത്തിൽ ഖുർആൻ, ഖുർആൻ ഓതാൻ വേണ്ടി മാറി നിൽക്കുമായിരുന്നു മഹാനായ അനസ് ഇബ്നു മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു തആല അൻഹു. ഇങ്ങനെ ഖുർആൻ ഹദീസ് പഠിപ്പിക്കുക എന്ന വലിയൊരു കർമ്മം പോലും അതുപോലും നിർത്തിവെച്ചിട്ട് ഖുർആൻ ഓതാൻ നിൽക്കുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഹറാമുകളും അനാവശ്യങ്ങളും ഉപേക്ഷിക്കുന്നതിനെ പറ്റി എന്താ പറയാ? അള്ളാഹുവിന് പുണ്യമുള്ളതും ഇൽമു പഠിപ്പിച്ചു കൊടുക്കലാണ്. അതുപോലും റമദാനിൽ ഞാൻ എനിക്ക് വേണ്ടി അമൽ ചെയ്യാൻ. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു, ഞാൻ ചെറിയൊരു അപേക്ഷ പറയാണ്, 27 രാവിലൊന്നും വേള വെക്കണ്ട ദയവ് ചെയ്തിട്ട്. 27 രാവിന്റെ മുമ്പ് വേള വെച്ചോളൂ. അല്ലെങ്കിൽ റമദാനിന്റെ ലൈലത്തുൽ ഖദറിന് സാധ്യതയുള്ള ദിവസങ്ങളിലൊന്നും വേള വെക്കണ്ട. അന്ന് വേള വെച്ച് ഈ കൊല്ലം മുഴുവൻ കേട്ട വേള പ്രാക്ടീസ് ചെയ്യേണ്ട ദിവസങ്ങളാണ് അതൊക്കെ. അന്നും വൈകുന്നേരമാവോളം സുബയാവോളം വേള പറഞ്ഞ് നീച്ചു പോകും. അല്ലല്ല,
നിങ്ങളന്ന് സ്വതക്ക ചെയ്തോ, അന്ന് ഖുർആൻ ഓതിക്കോളൂ, ഒരുമിച്ച് സ്വലാത്ത് ചൊല്ലിക്കോളൂ, തസ്ബീഹ് നിസ്കരിച്ചോളൂ, ഖിയാമുൽ ലൈലാവട്ടെ, ഇബാദത്തുകളാവട്ടെ, ഏതാനും ചില ഇൽമ പഠിക്കാനുള്ള കുറച്ച് ഹദീസുകൾ പറഞ്ഞു മതി എന്നല്ലാതെ നേരം വെളുക്കോളം വഅദ്. വിശുദ്ധ റമളാൻ അമലിന് വേണ്ടി മാറ്റിവെച്ചിരുന്നു നാം മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു തആല അൻഹു. നമ്മൾ അന്നും വഅദ് പറയിപ്പിക്കും. ഇതൊക്കെയാണ് അവസ്ഥകൾ. അപ്പൊ എന്ത് ചെയ്യുക? റമളാൻ ഇബാദത്തിന്റെ സമയമാണ്. വഅദൊക്കെ അതിന് മുമ്പൊക്കെ മനസ്സിലാക്കി വെക്കുക. റമളാന്റെ മുമ്പ് റമളാന്റെ ഇടയിലൊക്കെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക. അത് പ്രാക്ടീസ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. മഹാനായ സുഫിയാൻ അസ്-സൗരി റളിയല്ലാഹു അൻഹു ഇദാ ദഖല റമളാൻ തറക ജമീഅൽ ഇബാദഹ വഅഖബല അലാ ഖിറാഅത്തിൽ ഖുർആൻ. മഹാനായ അല്ലാമ സുഫിയാൻ അസ്-സൗരി തങ്ങൾ എല്ലാ ഇബാദത്തും വഅദും വറുദിയൊക്കെ മാറ്റി വെച്ചിട്ട് ഖുർആൻ ഓതാൻ വേണ്ടി മാറി നിൽക്കുമായിരുന്നു സുഫിയാൻ അസ്-സൗരി റളിയല്ലാഹു തആല. ഇബ്രാഹിം നബി അയ്യൂബ് ബഹുമാനപ്പെട്ടവർ ഉദ്ധരിക്കുക, മുഹമ്മദ് ഇബ്നു അംർ അൽ-ഗസി റഹ്മത്തുള്ളാഹി അലൈഹി യഅകുലു ഫീ ശഹ്രി റമളാൻ അക്ലതൈൻ. രണ്ട് നേരത്തെ വളരെ ലഘുവായ ഭക്ഷണമല്ലാതെ മറ്റൊന്നും മഹാനായ മുഹമ്മദ് ഇബ്നു അംർ തങ്ങൾ കഴിക്കുമായിരുന്നില്ല. അപ്പോ ഇൻഷാ അല്ലാഹ് ഈ സമയം ഉപയോഗപ്പെടുത്തുക. ഇദാഅത്തുൽ വഖ്തി അശദ്ദു മിനൽ മൗത്ത്. സമയം നഷ്ടപ്പെടുത്തുന്നത് മരണത്തെക്കാളും ഗൗരവമാണ്. കാരണം മരിച്ചുപോയാൽ ഈ ദുനിയാവുമായി വേർപെടുന്നു എന്നേ ഉള്ളൂ. സമയം നഷ്ടപ്പെടുത്തിയാൽ നാം അള്ളാഹുവിൽ നിന്ന് മുറിയപ്പെടുകയാണ്. അതുണ്ടാവരുത്. അതുകൊണ്ട് അള്ളാഹുവിനോട് ചോദിച്ചു വാങ്ങുക. അള്ളാഹുവിന്റെ നഫഹാത്തുകളും റഹ്മാത്തുകളും വാങ്ങി വിശുദ്ധ ലൈലത്തുൽ ഖദ്റുമായി സന്ധിച്ച് പരിശുദ്ധമായ ബദരീങ്ങളുടെ ആണ്ട് വരുന്ന ദിവസമുണ്ടതിൽ വിശുദ്ധ ഖുർആനിന്റെ അവതരണം നടന്ന റമളാൻ 24-നാണ് വിശുദ്ധ ഖുർആൻ അവതരിച്ചത്. നിങ്ങൾക്ക് ഓർമ്മ വേണം. റമളാൻ 24-ന് റമളാനിന്റെ ലൈലത്തുൽ ഖദ്റിലാണ് ഖുർആൻ 7 ആകാശങ്ങൾക്കപ്പുറത്ത് നിന്ന് 1-ാം ആകാശത്തെ ബൈത്തുൽ ഇസ്സയിലേക്ക് ഇറങ്ങിയത്. അത് ഒന്നാകെ ഒരുമിച്ച് ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് 1-ാം ആകാശത്തെ ബൈത്തുൽ ഇസ്സ എന്ന അള്ളാഹുവിന്റെ പള്ളിയിലേക്ക് മസ്ജിദിലേക്ക് ഇറങ്ങിയതാണ്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ. ഹിറാ ഗുഹയിലേക്ക് ഖുർആൻ ഇറങ്ങിയത് റമളാൻ 24-നാണെന്നാണ്. അപ്പോ അതുമാത്രമല്ല, തൗറാത്തും ഇഞ്ചീലും സബൂറും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ സുഹഫും ഇറങ്ങിയത് പരിശുദ്ധ റമളാനിലാണെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ശുദ്ധ ഖുർആൻ ഓതേണ്ട സമയങ്ങളാണ്. അതിന് പ്രത്യേകമായ സമയം കണ്ടെത്തി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. റമളാനിൽ ഉംറക്ക് പോകുന്ന ആളുകളുണ്ടാവും. ഫഹനി അല്ലക്കും മബ്റൂക്കീൻ. നമുക്ക് അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ദുആകൾ ഉൾപ്പെടുത്തണം. കാരണം റമളാനിലെ ഒരു ഉംറ ഹജ്ജത്തൻ മഈ, എൻ്റെ കൂടെ ചെയ്തൊരു ഹജ്ജിന് തുല്യമാണെന്ന് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ നമുക്കറിയാം, എല്ലാ ദിവസവും സുബ്ഹി നിസ്കാരം ജമാഅത്തായി നിസ്കരിച്ച് സൂര്യൻ ഉദിക്കുന്നവരെ കാത്തിരുന്ന് ഒരു 20 മിനിറ്റ് കഴിഞ്ഞ് 2 റക്അത്ത് ഇശ്റാഖിന്റെയോ ദുഹയുടെയോ നിസ്കാരം നിസ്കരിച്ചു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് അവർക്ക് ഉംറ ചെയ്തതിന്റെ കൂലി കിട്ടുമെന്നും തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കഴിയുന്ന ആളുകളൊക്കെ നോമ്പ് തുറപ്പിക്കുക. ഒരാളെങ്കിലും കൂടെ നോമ്പ് തുറപ്പിക്കുക. എങ്കിൽ നോമ്പ് നോറ്റവന്റെ കൂലി ആൾക്ക് ലഭിക്കും. രാത്രി ഇശാ നിസ്കാരം ജമാഅത്തായി കിട്ടിയാൽ രാത്രി മുഴുവൻ നിസ്കരിച്ച കൂലി കിട്ടും. സുബ്ഹി നിസ്കാരം ജമാഅത്തായി നിസ്കരിച്ചാൽ രാത്രിയുടെ പകുതി നിസ്കരിച്ച കൂലി, ഇശാ നിസ്കാരം നിസ്കരിച്ചാൽ രാത്രിയുടെ പകുതിയും. ഈ രണ്ടും കിട്ടിയ രാത്രി മുഴുവൻ അള്ളാഹുവിനെ വേണ്ടി നിസ്കരിച്ചതിന്റെ പുണ്യം ലഭിക്കുമെന്നാണ്. ഖിയാമുൽ ലൈലും തറാവീഹും 20 റക്അത്ത് തന്നെ ഇൻഷാ അല്ലാഹ് നമുക്ക് നിസ്കരിക്കണം. 4 മദ്ഹബിന്റെ ഇമാമിയങ്ങളും അഭിപ്രായപ്പെട്ടതും ഹദീസുകൾ വിശദീകരിച്ച് വിശകലനം ചെയ്ത് അവർ മനസ്സിലാക്കിയെടുത്തതും 20 റക്അത്ത് എന്ന ഇൻഷാ അല്ലാഹ് പറ്റുന്നവർ പൂർത്തിയാക്കിയിട്ട് തന്നെ നിസ്കരിക്കണം. അതിലേറെയും ഖിയാമുൽ ലൈലുകളായി 20 തരം ഒതുക്കണ്ട. സുബഹിന്റെ മുമ്പായി എഴുന്നേറ്റ് ഖിയാമുൽ ലൈൽ പറഞ്ഞില്ലേ, രോഗം ഇല്ലാതിരിക്കാനും തെറ്റിലേക്ക് പോവാതിരിക്കാനും ചെയ്തു പോയി തെറ്റ് പൊറുക്കപ്പെടാനും അള്ളാഹുലേക്ക് അടുക്കാനും സ്വാലിഹീങ്ങളുടെ ചര്യയുമാണ്. ദഅബു സ്വാലിഹീൻ വമഖറബു ഖുർബത്തുൻ ലില്ലാഹ് വമദ്ഫഅത്തുൻ ലിദ്ദാ. ശരീരത്തിന് അസുഖം വരാതിരിക്കാനും തെറ്റുകളിലേക്ക് മുകഫിറാത്തുൽ ലിസയ്യിആ, തെറ്റുകൾ പൊറുപ്പിക്കാനും ഒക്കെ അത് കാരണമാണ്. അതുകൊണ്ട് ഖിയാമുൽ ലൈൽ ഞാൻ ഊന്നി പറയാണ്. അതിനുവേണ്ടി അത് നിലനിർത്താൻ നമുക്ക് എല്ലാവർക്കും പരസ്പരം ദുആ ചെയ്യണം. നമുക്കൊക്കെ വേണ്ടി എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യണം. നമുക്കൊക്കെ അള്ളാഹു ജീവിതത്തിൽ ഒരുപാട് നന്മകൾ ചെയ്യാൻ തൗഫീഖ് ചെയ്യട്ടെ ഇൻഷാ അല്ലാഹ്. ഇനി നമുക്ക് റമളാന്റെ സമയത്ത് കാണാൻ പറ്റിയില്ലെങ്കിലും പരിചയപ്പെടാൻ പറ്റിയില്ലെങ്കിലോ നിങ്ങളുടെ ദുആയിലൊക്കെ ഉൾപ്പെടുത്തണം. എല്ലാവർക്കും ഇൻ അഡ്വാൻസ് റമളാനിന്റെ എന്താണ് റമളാൻ കരീം അല്ലെങ്കിൽ റമളാൻ മുബാറക് എന്ന ആശീർവാദങ്ങൾ നമ്മൾ ആശീർവദിക്കുന്നത് തീർച്ചയായും നന്മ ചെയ്യാനുള്ള പ്രചോദനമായിട്ടാണ് ഇൻഷാ അല്ലാഹ്. അല്ലാഹുമ്മ ജഅൽ ഹാദാ റമളാൻ, ഈ റമളാൻ അല്ലാഹുവേ നീ ഞങ്ങൾക്ക് മൗസിമ ഖൈറും വതഅത്തിൻ വസദഖത്തിൻ വഇബാദ, ഒരുപാട് നന്മയും ഒരുപാട് സ്വതക്കയും ഒരുപാട് നല്ല കാര്യങ്ങളും ചെയ്യാനുള്ള അവസരമാക്കി തരണമേ പടച്ചവനെ. നമുക്കും മുസ്ലിം ഉമ്മത്തിനും ഒരു അപകടവും ഒരു പ്രയാസവും ഒരു ആപത്തും വിപത്തുകളും ഒന്നും സംഭവിക്കാതെ ആ
വിശുദ്ധമായ റമദാനും അതിനുശേഷം വരുന്ന ഈദുൽ ഫിത്റും ഒക്കെ അനുഭവിക്കാനും ആഘോഷിക്കാനും ഒക്കെയുള്ള അവസരം മുസ്ലിം ഉമ്മത്തിന്, പ്രത്യേകിച്ചും പ്രയാസങ്ങൾ അനുഭവിക്കുന്ന മുസ്ലിം രാജ്യങ്ങളിൽ അള്ളാഹു തആല ഇതിനൊക്കെ അവസരം അള്ളാഹു എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാവരുടെയും ദുആലൊക്കെ ഉൾപ്പെടുത്തണമെന്ന് വസിയത്ത് ചെയ്യുക കൂടിയാണ്. അൽഹംദുലില്ലാഹി ഹംദൻ യുവാഫി നിഅമഹു യുകാഫിഉ മസീദ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. റഹ്മാൻ റഹീമായ റബ്ബേ, അല്ലാഹുവേ ഞങ്ങൾ പറഞ്ഞതും കേട്ടതും സ്വീകരിക്കണേ റഹ്മാനെ. ഈ സദസ്സിലേക്ക് ഒരുമിച്ച് കൂടിയ ഈ മുഅ്മിനാത്തുകളെ, ആണുങ്ങളും പെണ്ണുങ്ങളും കുട്ടികളും ചെറിയവരും വലിയവരും പ്രായമുള്ളവരും ഒക്കെ ഉണ്ട് റബ്ബേ. ഞങ്ങളെല്ലാവരെയും നിനക്ക് ഇഷ്ടപ്പെട്ടവരിലേക്ക് നീ ചേർക്കണമേ റഹ്മാനെ. ഞങ്ങളോടൊപ്പം ഓൺലൈനിൽ പരിപാടി കേൾക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളുണ്ട്, അവർക്കും ഞങ്ങളോട് ചോദിക്കുന്ന എല്ലാ ഖൈറും നീ കൊടുക്കണമേ റഹ്മാനെ. അല്ലാഹു നിന്റെ റമദാനെ കാത്തിരിക്കുകയാണ് റബ്ബേ. അല്ലാഹുമ്മ സല്ലിംനാ റമദാൻ വസല്ലിം റമദാന ഇലാ വതസല്ലംഹു മിന്നാ യാ റബ്ബൽ ആലമീൻ. റമദാനിലേക്ക് ഞങ്ങൾ എത്തിക്കണേ തമ്പുരാനെ. കേടുപാടുകൾ ഒന്നുമില്ലാതെ റമദാനിലേക്ക് ആരോഗ്യമുള്ളവരായി ഞങ്ങൾ എത്തിക്കണമേ റഹ്മാനെ. റമദാനിൽ ഞങ്ങൾക്ക് ഞങ്ങളെ തന്നെ കഴുകി ശുദ്ധിയാക്കി പിണക്കങ്ങൾ തീർന്ന് നിന്നിലേക്ക് മടങ്ങി ഇഖ്ലാസോടുകൂടി അമൽ ചെയ്യാനുള്ള ഒരു അവസരം ഞങ്ങൾക്ക് നീ നൽകണമേ റബ്ബേ. അല്ലാഹുവേ ഞങ്ങൾ ഇരിക്കുന്ന ഈ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോഴേക്കും ഖൂമൂ മഗ്ഫൂറൻ ലക്കും, നിങ്ങൾ എഴുന്നേറ്റോളൂ, നിങ്ങൾക്ക് പൊറുക്കപ്പെട്ടിരിക്കുന്നു എന്ന് മലക്കുകൾ വിളിച്ചു പറയുന്ന ആ സദസ്സുകളിൽപ്പെട്ട ഒരു സദസ്സായി ഞങ്ങളുടെ സദസ്സിനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങൾക്കൊക്കെ നീ മാപ്പ് തരണേ റഹ്മാനെ. ഞങ്ങൾക്കൊക്കെ മാപ്പ് തരണേ തമ്പുരാനെ. ഞങ്ങൾക്ക് പുറത്തു തരണമേ റഹ്മാനെ. റഹ്മാനായ മാലിക്കുൽ മുലൂക്കായ റബ്ബേ, ഞങ്ങൾ ചെയ്തു കൂട്ടിയ തെറ്റുകുറ്റങ്ങൾ മാപ്പാക്കി തരണേ റബ്ബേ. ഞങ്ങളുടെ സാധുമാർക്ക് പുറത്തു കൊടുക്കും റഹ്മാനെ. ഞങ്ങളുടെ രക്ഷിതാക്കന്മാർക്ക് മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണേ റബ്ബേ. ഞങ്ങളെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ അല്ലാഹുവർക്കൊക്കെ നീ പുറത്തു കൊടുക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ജീവിതത്തിൽ ഓരോരുത്തരുമായും ഓരോരോ ചെറുതും വലുതുമായ ഉപകാരങ്ങൾ ചെയ്തവർ അല്ലാഹു, ഞങ്ങൾ കടപ്പാടുകളുള്ളവർ, ഞങ്ങൾ ഓരോരുത്തരുമായും ബന്ധപ്പെട്ട് കിടക്കുന്ന നൂറുകണക്കിന് ആൾക്കാർ, അവർക്കൊക്കെ നീ പുറത്തു കൊടുക്കണേ റബ്ബേ. അല്ലാഹു, ഞങ്ങൾ നീ അടുത്ത് മരണപ്പെട്ടു പോയി ഇവിടെ വായിച്ചിട്ടുള്ളവരും അല്ലാത്തവരുമായ അല്ലാഹു ഒരുപാട് മുഅ്മിനാത്തുകൾ അല്ലാഹുവേ, അവരുടെയൊക്കെ ഖബറിടം നീ സ്വർഗ്ഗത്തൊപ്പാക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, ഒരുപാട് രോഗികളുണ്ട് റബ്ബേ. അല്ലാഹുവേ, രോഗികളുണ്ട് റഹ്മാനെ. മലമൂത്ര വിസർജനം പോലും ചെയ്യാൻ പറ്റാതെ ട്യൂബിട്ട് കിടക്കുന്ന 2 വർഷമായി പള്ളിയിൽ പോകാൻ പറ്റാത്തൊരു വിഷമത്തിൽ ഒരു ദുആരക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ അവർക്ക് നീ ശിഫ കൊടുക്കണേ റഹ്മാനെ. എല്ലിന് പരിക്ക് പറ്റി പ്ലാസ്റ്റർ ഇട്ടിരിക്കുകയാണ് അല്ലാഹു ഒരു സഹോദരൻ. അല്ലാഹു അവർക്കും നീ ഒരു സഹോദരി, അവർക്കും നീ ശിഫ കൊടുക്കണമേ റഹ്മാനെ. റഹ്മാനായ റബ്ബേ, ഓരോ വിഷമങ്ങളായി ഓരോന്ന് ഞങ്ങൾ കേൾക്കുന്നുണ്ട് റബ്ബേ. അല്ലാഹു, ഞങ്ങൾ കുടുംബങ്ങളിലും മക്കളിലോ സുഹൃത്തുക്കളിലോ ഒന്നും മാരക അസുഖങ്ങൾ വരാതെ നീ കാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, കിടപ്പിലായി പോകുന്ന അസുഖങ്ങൾ തരല്ലേ പടച്ചവനെ. അസുഖങ്ങൾ കൊടുത്തത് നിന്റെ ഖദാഉം നിന്റെ വിധിയുമാണ് പടച്ചവനെ. ഞങ്ങൾ പൊരുത്തപ്പെടുന്നു റബ്ബേ, പക്ഷേ നീ ശിഫാഇനെ കൊടുക്കണേ റഹ്മാനെ. അല്ലാഹു, ശിഫ കൊടുക്കണമേ തമ്പുരാനെ. അല്ലാഹു, ശിഫ കൊടുക്കണേ റബ്ബേ. അല്ലാഹു, ഞങ്ങൾ ഓരോരുത്തരുടെ യാത്രയിലും അല്ലാത്തപ്പോഴുമൊക്കെ നിന്റെ കാവൽ ഉണ്ടാകണേ റഹ്മാനെ. ഞങ്ങളുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കണേ റബ്ബേ. ഞങ്ങൾ പഠിക്കുന്ന മക്കൾക്ക് നല്ല ബുദ്ധിയും ഓർമ്മശക്തിയും കൊടുക്കണേ തമ്പുരാനെ. നമ്മുടെ സഹോദരിമാർ വിവാഹപ്രായമെത്തി കല്യാണം ആലോചിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്, അവർക്കൊക്കെ യോജിച്ച ഇണകളെ നീ കൊടുക്കണേ അല്ലാഹ്. യോജിച്ച ബന്ധങ്ങൾ അടുപ്പിച്ചു കൊടുക്കണേ തമ്പുരാനെ. വിവാഹം അന്വേഷിക്കുന്ന ചെറുപ്പക്കാരുണ്ട് അല്ലാഹു, അവർക്ക് ദീനിൽ അവരെ സഹായിക്കുന്ന പെൺകുട്ടികളെ ഇണകളാക്കി നീ കൊടുക്കണേ റഹ്മാനെ. മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട് റബ്ബേ. കൺകുളിർമയുള്ള മക്കളെ നീ കൊടുക്കാൻ കഴിവുള്ളവനാണ് അല്ലാഹ്, നീ കൊടുക്കണേ തമ്പുരാനെ. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് റബ്ബേ, കടങ്ങൾ വീട്ടിത്തരണേ റഹ്മാനെ. കുടുംബപരമായി കുടുംബത്തിൽ വിഷമമുള്ളവരുണ്ട്, ഭാര്യ ഭർത്താക്കന്മാരുമായി മാനസിക അകൽച്ചയിലുള്ളവരുണ്ട്, മിണ്ടാതിരിക്കുന്നവരുണ്ട് റബ്ബേ. അതൊക്കെ നീക്കി ഖൈറിലും സലാമത്തിലും സന്തോഷത്തിലും ഈ റമദാനിലെങ്കിലും നീ ആക്കിത്തരണം തമ്പുരാനെ. റഹ്മാനായ റബ്ബേ, ഓരോരോ ജോലി സംബന്ധമായി ബുദ്ധിമുട്ടുള്ളവരുണ്ട് റബ്ബേ. ജോലി നഷ്ടപ്പെട്ടവരുണ്ട്, നഷ്ടപ്പെടുമോ എന്ന് പേടിക്കുന്നവരുണ്ട്, ഉള്ള ജോലി വിഷമങ്ങളുള്ളവരുണ്ട്. എല്ലാം അറിയുന്ന തമ്പുരാനെ, ഞങ്ങൾക്ക് എന്താണോ ഖൈർ, ആ ഖൈർ നീ നൽകണമേ അല്ലാഹു. ഞങ്ങൾ ഓരോരുത്തരുടെയും ജോലികൾ ഖൈറും ബറക്കത്തും തരണേ റബ്ബേ. ഹറാമിന്റെ അംശങ്ങൾ വരാതെ കാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഹറാമിന്റെ സമ്പാദ്യം ഞങ്ങൾക്ക് വേണ്ട റബ്ബേ. ഹറാമിന്റെ സമ്പാദ്യം വരാതെ നീ കാക്കണേ റഹ്മാനെ. മാലിക്കുൽ മുലൂക്കായ അർഹമർ റഹീമായ തമ്പുരാനെ, ഈ റമദാനിൽ ഒരുപാട് ഖുർആൻ ഓതാനും ഖിയാമുൽ ലൈൽ രാത്രികാലത്തെ നിസ്കാരങ്ങൾ നിലനിർത്താനും ഒക്കെ തൗഫീഖ് തരണേ റഹ്മാനെ. അല്ലാഹു, റമദാൻ കഴിയുമ്പോഴേക്കും തെറ്റുകൾ പൊറുക്കപ്പെട്ടവരായി ഞങ്ങൾ നീ മാറ്റണേ റബ്ബേ. നരകമോചനം കിട്ടിയവരെ ഞങ്ങളെ പെടുത്തണേ തമ്പുരാനെ. അല്ലാഹുമ്മ ജഅൽനാ മിൻ ഉതഖാഇക മിനന്നാർ, അല്ലാഹുമ്മ ജഅൽനാ മിൻ ഉതഖാഇക മിനന്നാർ, അല്ലാഹുമ്മ ജഅൽനാ മിൻ ഉതഖാഇക മിനന്നാർ. റഹ്മാനായ റബ്ബേ, അല്ലാഹു, മരിക്കുന്ന നേരത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കാനുള്ള ഭാഗ്യം തരണേ റബ്ബേ. മരണം നിനക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്തും ഒരു സമയത്തും വെച്ചാക്കി തരണം തമ്പുരാനെ. അല്ലാഹു, നാളെ ഖബറിലും നാളെ മഹ്ശറയിലും വിചാരണയിലും നിന്റെ മുമ്പിലേക്ക് വരുമ്പോഴും നിന്റെ റഹ്മത്തിന്റെ നോട്ടം ഞങ്ങൾ ഓരോരുത്തരോടും ഉണ്ടാവണേ റഹ്മാനെ.
അല്ലാഹുവേ നാളെ ജന്നത്തുൽ ഫിർദൗസിലേക്ക് നിന്റെ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുകൂടെ കയറാനുള്ള ഭാഗ്യം ഞങ്ങൾക്കൊക്കെ നീ തരണം റഹ്മാനെ. എത്ര പാപികളാണെങ്കിലും ഞങ്ങൾക്ക് നീ മാപ്പ് തരണം തമ്പുരാനെ. അല്ലാഹു മാപ്പാക്കി തരണേ റബ്ബേ. ഞങ്ങൾ എന്തെല്ലാം ഈ സദസ്സ് ചോദിക്കാൻ വിട്ടുപോയിട്ടുണ്ടോ, എന്റെ വിഷയം പറഞ്ഞിട്ടില്ലല്ലോ, അങ്ങനെ ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അല്ലാഹു അവരുടെയൊക്കെ വിഷമങ്ങൾ എന്താണോ ഇത് തീർത്തു കൊടുക്കണമേ തമ്പുരാനെ. എന്റെ ആവശ്യം പറഞ്ഞിട്ടില്ലല്ലോ എന്ന് ആരൊക്കെ വിചാരിക്കുന്നുണ്ടോ, അവരുടെ ആവശ്യങ്ങൾ എന്തോ അത് തമ്പുരാനെ. റഹ്മാനായ റബ്ബേ, ദീനിന് വേണ്ടി ഇൽമ പഠിക്കാനും പഠിപ്പിക്കാനും ഇനിയും ഒരുപാട് അവസരങ്ങൾ ഞങ്ങൾക്ക് നൽകണം തമ്പുരാനെ. അല്ലാഹുവേ, ഇൽമിന്റെ മജ്ലിസ് ഒരുപാട് കാലം ഈ സ്ഥലത്ത് നിലനിർത്തി തരണം തമ്പുരാനെ. അല്ലാഹുവേ, നിന്റെ ഖുർആൻ ഓതാനും അത് പഠിപ്പിക്കാനും അത് പഠിക്കാനും അത് പ്രാവർത്തികമായി റമദാനോടുകൂടെ അതിന് മുമ്പ് തന്നെയും ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകി അരുളണമേ റബ്ബേ. അല്ലാഹു, നിന്റെ ലിഖാ കണ്ട് സന്തോഷിക്കാനുള്ള തരണേ റബ്ബേ. ഞങ്ങളുടെ കണ്ണും കാതും മനസ്സും ശരീരവും എല്ലാം നിനക്ക് വേണ്ടി നോമ്പ് നിൽക്കുന്ന അത്തരത്തിലുള്ള നല്ല നോമ്പാക്കി തരണേ റഹ്മാനെ. അല്ലാഹു, ഞങ്ങളുടെ നോമ്പ് നീ കബൂലാക്കണം, നീ കബൂലാക്കണം റബ്ബേ, കബൂലാക്കണേ റബ്ബേ. റമദാനും ഖുർആനും സാക്ഷി നിൽക്കുമല്ലോ, ഞങ്ങൾക്ക് അനുകൂലമായി സാക്ഷി നിർത്തണമേ തമ്പുരാനെ. اللهم بارك لنا فيما بقي من شعبان وبلغنا رمضان ووفقنا فيه للصيام والقيام وتلاوة القرآن آناء الليل وأطراف النهار بحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم صل على جميع الأنبياء والمرسلين والحمد لله رب العالمين. جزاكم الله خير. السلام عليكم ورحمة الله.